ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആംഗ്ലോ മറാത്ത വാറാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ നോക്കി കംപ്ലീറ്റ് ചെയ്തു? രണ്ട് കാര്യങ്ങളാണ് മേജറായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വൺ നമ്മൾ ബംഗാൾ നോക്കി അല്ലേ. സോ ബംഗാൾ അനക്സ് ചെയ്തത് എങ്ങനെയാണ്, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു നോക്കി. ദെൻ ലേറ്റർ രണ്ടാമത് നമ്മൾ നോക്കിയത് ഏതാണ്? മൈസൂർ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറാത്താസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത് മൂന്നും വളരെ മേജർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ സബ്സിഡറി ചെറിയ 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 കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ്. അതിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അത്രയും റിപ്പീറ്റഡ് ആയിട്ട് UPSC-ലൊന്നും അങ്ങനെ ചോദിച്ച് കാണില്ല. ഈവൻ ദോ ഒന്നും പറയാൻ പറ്റില്ല. സോ അടുത്ത തവണ അവർ ഇഫ് ദേ തിങ്ക് ദാറ്റ് എന്താണ് കുറച്ച് വെറൈറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവസാനത്തെ സീനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, മോസ്റ്റ്ലി ഹിസ്റ്ററി ഇടുന്ന ആളുകൾ അങ്ങനെ അത് അല്ലാത്ത ഏരിയാസ് ഒന്നും പോവില്ല. ഓക്കെ, അപ്പോൾ മറാത്താസിന്റെ ഇമ്പോർട്ടന്റ് ആണ്. മറാത്താസിന്റെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറാത്ത എംപയർ അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഛത്രപതി ശിവജിയാണ്. അയാളുടെ ഒരു ആംബിഷൻ ആണ് സ്വരാജ് എന്ന് പറയുന്നത്. അതായത് എൻറ്റയർ ഇൻഡിപെൻഡന്റ് പ്രൊവിൻസ് വിത്തൗട്ട് ദി ഇൻഫ്ലുവൻസ് ഓഫ് മുഗൾസ് ആൻഡ് അതർ സുപ്പീരിയർ പവേഴ്സ്. സോ ദേ ജസ്റ്റ് വാണ്ടഡ് ടു റൂൾ ദിയർ ഓൺ ഡൊമിനിയൻ ആൻഡ് ദേ ജസ്റ്റ് വാണ്ട് ടു എക്സ്പാൻഡ് ദിയർ ഡൊമിനിയൻ. അതാണ് സ്വരാജ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ മുഗൾസിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ എംപയർ എന്ന് പറയുന്നത് മറാത്ത എംപയർ ആണ്. ഓക്കെ, മുഗൾസിന് ശേഷം കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ സോ മറാത്താസ് ഹാഡ് ഓൾവേസ് they had an idea, they had in mind that എന്താണ്, they just want to acquire Delhi and want to become the rulers of the Indraprastha. Okay, so അപ്പോൾ അതെന്താണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, സോ ഹസ്തിനപുരം എന്നൊക്കെ കേട്ടിട്ടില്ലേ മഹാഭാരതത്തിലൊക്കെ? ഹസ്തിനപുരം ഒക്കെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ ഏൻഷ്യന്റ് പഠിക്കുമ്പോൾ, ഏൻഷ്യന്റ് ഞാൻ തന്നെയാണല്ലോ എഴുതുന്നത്, സോറി. ഓക്കെ, സോ അപ്പോൾ 16 ജനപദാസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ വാജി, കോശല, ഗാന്ധാര, മഗധ, അംഗ, പിന്നെ കുറെ സംഭവങ്ങളുണ്ട്, മല്ല, അങ്ങനെ കുറെ ഉണ്ട്. 16ഓളം മഹാജനാപദാസ് ഉണ്ട്. മഹാജനാപദാസിൽ ഒന്നാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ക്യാപിറ്റലാണ് ഹസ്തിനപുരം, ദാറ്റ് ഇസ് ഡൽഹി. അപ്പൊ ഡൽഹി എപ്പോഴും ക്യാപിറ്റൽ പിടിക്കാനാണ് എന്ത് ചെയ്യുന്നത് ഇവര് ശ്രമിക്കുന്നത്. അപ്പൊ ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പാൻഡ്. അപ്പൊ മറാത്താസിന് എപ്പോഴും ഒരു ആംബിഷൻ ഉണ്ട്, മുഗൾസിനെ തട്ടിയിട്ട് അവിടെ എന്ത് ചെയ്യണം, ഭരണം എന്നുള്ളത്. അതാണ് നമ്മൾ ഡിക്ലൈൻ ഓഫ് മുഗൾസിൽ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് നോക്കിയില്ലേ, 1761. സോറി. ഓക്കെ, നോക്കിയില്ലേ? ഏതാ? അഹമ്മദ് ഷാ അബ്ദലിയും മറാത്താസും കൂടെ. ഓക്കെ, ക്ലിയർ അല്ലേ? വല്ലതൊക്കെ ഓർമ്മയുണ്ടോ? കുറെ ദിവസമായി കണ്ടിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പൊ മറാത്താസിന് ഒരു ആംബിഷൻ ഉണ്ട്. അപ്പൊ ഗ്രാജുവലി ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവജിയുടെ ലീനിയേജ് നിന്ന് പോയി. അപ്പൊ ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് മിനിസ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരെയാണ് നമ്മൾ പെഷവാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദേ ആർ ബേസിക്കലി ബ്രാഹ്മിൻസ്. ഓക്കെ, ബ്രാഹ്മിൻസ് ആണ്. സാറ് ജാതി പറയരുത് എന്ന് പറയരുത്, ക്ലിയർ? ഓക്കെ, സോ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഷവാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വാരിയർ സെക്ട് അല്ല, മനസ്സിലായോ? ഇന്ത്യയിൽ പല ആളുകളും വാരിയർ സെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, ഇപ്പൊ മാർത്താണ്ഡവർമ്മ, ദർ ഇസ് നോ ക്ഷത്രിയ സെക്ട് ഇൻ കേരള, മനസ്സിലായോ? ഇപ്പൊ ഗുപ്തന്മാരെടുത്ത് നോക്കി, ബാക്കി ആളുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് ക്ഷത്രിയന്മാരായി എന്ന് പറയുന്നത് they will do some sacrifices, that means യാഗ. ഓക്കെ, ഒരു യാഗം നടത്തും. ഇവിടെ എന്താ വെച്ചാൽ ഹിരണ്യഗർഭം എന്ന് പറഞ്ഞൊരു യാഗം നടത്തി മാർത്താണ്ഡവർമ്മ. സോ ഹി ബിക്കേം ക്ഷത്രിയ. ഓക്കെ, ഹി ബിക്കേം ദ റൂളിംഗ് ക്ലാൻ, മനസ്സിലായോ? സോ അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോ സംഭവം. പക്ഷെ ഇവന്തോ എന്താണ്, ഇവര് ബ്രാഹ്മിൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, ഈ ലീനിയേജ് പോവാതിരിക്കാൻ ഇപ്പൊ ഇവരെന്ത് ചെയ്തു, ടേക്ക് ഓവർ ചെയ്തു എന്ത്, കിങ്ഡം. ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പൊ പെഷവ പൂനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റൂൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനെന്താണ്, ഒരു ഒലിഗാർക്കി അല്ലെങ്കിൽ എന്ത് പറയും, കോൺഫെഡറസി എന്നാണ് പറയുക. കോൺഫെഡറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ല ഭരിക്കുന്നത്, മൊണാർക്ക് അല്ല, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 5 ഫാമിലി ഉണ്ട്. ഓക്കെ, നല്ല ഋതുരാജ് ഗേക്വാഡ് കേട്ടിട്ടില്ലേ? ആര്? ക്രിക്കറ്റ് പ്ലെയർ, ചെന്നൈയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. ഓക്കെ, സോ ഋതുരാജ് ഗേക്വാഡ്. ഓൾക്കർ നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. ആശാ ഭോൺസ്ലെ,
ഓക്കെ. സോ അപ്പം എന്ത് ചെയ്യുന്നു, അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, കാസ്റ്റ് ആണ്. അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യുന്നു, അപ്പൊ ഓരോ റീജിയൻ ബേസ്ഡ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഗൈക്കേവാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബറോഡ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫാമിലിയാണ്, റൂളിംഗ് ഫാമിലിയാണ്. ഇൻഡോർ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോൾക്കാസ് വരുന്നത്. ഗ്വാളിയാർ ബേസ് ചെയ്തുകൊണ്ട്, ഇതൊക്കെ അപ്പോഴത്തേക്ക് മധ്യപ്രദേശിന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി. ഓക്കെ. സോ അപ്പോൾ സിന്ധ്യാസ് ആൻഡ് ദെൻ നാഗ്പൂർ ബേസ് ചെയ്തുകൊണ്ട് ബോൺസ്ലെ. അപ്പൊ ഇതെല്ലാം എന്താ, ഒരു കോൺഫെഡറസി. അപ്പൊ ആരാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു? പേഷ്വ. ഓക്കെ. സോ പേഷ്വയാണ്. അപ്പൊ പേഷ്വ എന്ന് പറയുന്നത് ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ. ഞാനൊരു മൂവി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, സഞ്ജയ് ലീല ബൻസാലിന്റെ ബാജിറാവോ മസ്താനി, രൺബീർ കപൂറിന്റെ ഒരു മൂവി ഉണ്ട്. അപ്പൊ അതിൽ കാണിക്കുന്ന ആളാണെന്ത്, ബാജിറാവോ 1 ആണ്. ഓക്കെ. ഹി വാസ് പവർഫുൾ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സിനിമ ഉണ്ട്, അത് സൂചിപ്പിക്കുന്നത് അതാണ്. ഓക്കെ. സോ അപ്പൊ ഹി വാസ് വെരി പവർഫുൾ. ഇയാൾക്ക് ശേഷം ഇത് ഡിക്ലൈൻ ആവാൻ കാരണം എന്ന് പറയുന്നത് വേറൊരു വേസ്റ്റ് പെഷവയുണ്ട്, ബാജിറാവോ 2 എന്നാണ് അവർ പേര് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇയാളുടെ യാതൊരു ഗുണവും ഇയാൾക്കില്ല. സോ ഓക്കെ, ഇയാൾ വെറും ഡമ്മിയാണ്. ക്ലിയർ ആയോ? സോ ഓക്കെ. സോ വെറും വേസ്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? സോ അപ്പൊ ഈ ലീനിയേജിൽ എപ്പോഴും ഏത് എംപയർ എടുത്തു കഴിഞ്ഞാലും ഒരെണ്ണം മതി. ക്ലിയർ ആയോ? ഓക്കെ. സോ അതുകൊണ്ട് കുറെ കാലം നിൽക്കാത്തത്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കും ഇനിയിപ്പോ ഇയാൾ എന്താ ചെയ്യുന്നുള്ളത്. അപ്പൊ ഇവരുടെ ഒരു ലോക്കൽ ഇഷ്യൂല് ഇവര് തമ്മിലുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ കോൺഫെഡറസീസ് തമ്മിൽ എന്തുണ്ടാവും, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങും. ഇനീഷ്യലി അത് സ്മൂത്ത് ആയിട്ട് പോവും. സോ ഫ്രം എന്താ പറയാ, ബാജിറാവോ 1 പീരീഡ് തൊട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ പോവുക. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും, ഫാമിലീസ് തമ്മിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഇവര് തമ്മിൽ തന്നെ ഫൈറ്റിന്, ഇവരിൽ തമ്മിൽ നടക്കുന്ന ഫൈറ്റിന് ഇവർ ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യും, ഇൻവോൾവ് ചെയ്യും. ഒരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് വരും. അപ്പൊ ആരടുത്താണ് ഹെൽപ്പിന് പോകുന്നത്, നല്ല ആളുടെ അടുത്താണ്. ഓക്കെ. സോ അപ്പൊ അത് ബ്രിട്ടീഷിനെ, വെറുതെ പോകുന്ന ബ്രിട്ടീഷിനെ വലിച്ച് ഇവരുടെ ഇഷ്യൂസിലേക്ക് കൊണ്ടുവന്നിടും. പിന്നെ ബ്രിട്ടീഷ് എന്ത് ചെയ്യും, ഓരോ കുത്തിത്തിരിപ്പും പരിപാടികളൊക്കെ ആയിട്ട് എന്ത് ഇവരെ അനക്സ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതാണ് എന്ത് ബേസിക്കലി ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ആസ് വി ഡിസ്കസ്ഡ്, അപ്പൊ യുണൈറ്റഡ് ഫ്രണ്ട് ആണ്. അപ്പൊ 1775 to 82 സോ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നു, അങ്ങനെ വാർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തത്. അപ്പൊ ഇവർക്ക് ഒരു അംബിഷൻ ഉണ്ടായിരുന്നു, എന്ത്, മുഗൾസിനെ റീപ്ലേസ് ചെയ്യണമെന്ന്. അപ്പൊ അതാണ് എന്ത് ചെയ്തു, ഒന്ന് പയറ്റി നോക്കിയത്. പക്ഷെ അതെന്ത് ചെയ്തു, ഒത്തില്ല. ദാറ്റ് മീൻസ് എന്താണ്, തോറ്റുപോയി. അഹമ്മദ് ഷാ അബ്ദുള്ളയുടെ കൂടെ തോറ്റുപോയി. ദെൻ ലേറ്റർ എന്ത് ചെയ്തു, മാധവ് റാവോ 1 വരെയുള്ള ആളുകൾ അടിപൊളിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എംപയറിനെ നല്ല രീതിക്കാണ് കൊണ്ടുവന്നത്. ഫ്രം ബാജിറാവോ 1. ഓക്കെ. സോ അപ്പോൾ സ്ട്രോങ് റൂളേഴ്സ് ആണ് ഫ്രം ബാജിറാവോ 1 ടു ബാജിറാവോ. ഇത് എക്സ്പ്ലിസിറ്റ്ലി പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കംസ് ഇൻ മിഡീവൽ. ഓക്കെ. സോ അത് ആ സമയത്ത് പറയാം. ബിക്കോസ് ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, പിന്നെ അവരുടെ റൂളിംഗ് ഫാമിലിയുടെ ഫുൾ ഹിസ്റ്ററി എടുത്ത് ഇതാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഇപ്പൊ ഇത് മാത്രം എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. സോ അപ്പൊ ഇത് സ്ട്രോങ് റൂളേഴ്സ് ആയിരുന്നു. അപ്പൊ ഇതിന് ശേഷമാണ് ഡിക്ലൈൻ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ അപ്പൊ എന്താണ്, ഒരു കോൺഫെഡറസി ഉണ്ടാക്കിയ കോൺഫെഡറസിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, വരുന്നു എന്നുള്ള quarreled among themselves. So how it happened, so that we will study. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും, ഒരു സക്സഷൻ ക്രൈസിസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബാഹുബലി സിനിമ കാണുന്ന പോലെ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ. ലൈക്ക് വൈസ് എന്താണ്, ഒന്ന് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറിന്റെ റീസൺസും കണ്ടക്സും. അല്ലാതെ ഇത് ബെയർ ആയിട്ടുള്ള ഇങ്ങനെ ഫാക്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, തലയിൽ നിൽക്കില്ല. അപ്പൊ അതിനാണ് ഇങ്ങനെ ആക്കിയിട്ട് തന്നേക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഞാനത് കഥാപുസ്തകത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് സാർ ഇതെല്ലാം കാണിക്കുന്നു, ബാലരമ. ഓക്കെ. സോ അപ്പോ ജസ്റ്റ് എന്ത് ചെയ്യാൻ നോട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാധവ് റാവോ ഡെത്ത് ആയി പോയി. ക്ലിയർ ആയോ? He died. Then later in 1772 crisis begins in Maratha Empire. Okay, so strong ruler suddenly died. And then later എന്ത് ചെയ്തു, ഇയാൾക്കൊരു ബ്രദർ ഉണ്ട്. ആളുടെ പേരാണെന്ത്, നാരായൺ റാവു. ഓക്കെ. സോ അപ്പോ ആര് അന്യാധീനപ്പെട്ടു പോകാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്, മരിച്ച ആൾക്ക് ബ്രദർ ഉണ്ട്. യൂഷ്വലി ആര് കയറും, 5ാമത്തെ പെഷവയായിട്ട് ആര് കയറണം, നാരായൺ റാവു കയറണം. ഓക്കെ. സോ ഇയാളുടെ ഒരു അങ്കിൾ ഉണ്ട്, അയാളാണ് വില്ലൻ. Okay, so his name is Raghunath Rao. Okay, so he actually planned that എന്താണ്, he need to acquire the throne. അയാൾക്ക് വയസ്സായി, ഇനി കുറെ കാലങ്ങളില്ല. അപ്പൊ അതിനു മുന്നേ എന്ത് ചെയ്യണം, ഇത് ത്രോണിലേക്ക് കയറണം എന്ന് പറഞ്ഞത്. he planned and he killed നാരായൺ റാവു. എന്നിട്ട് ആ സീറ്റിൽ കയറിയിരുന്നു. ഓക്കെ. ഇപ്പൊ നാരായൺ റാവു മരിച്ചാലും അടുത്ത ആരുണ്ട്, ഇയാളുടെ മകനുണ്ട്. ഇതുണ്ടോ, ഒരു ഇൻഫാന്റ്
ഇയാളുടെ പേര് രാജാ സവായ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇയാൾ വിചാരിച്ചു എന്താണ് അടുത്ത റൂളർ ഇയാളായിരിക്കും എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു അസാസിനേഷൻ നടത്തുന്നത്. ഓക്കെ, അടുത്ത കണ്ട് എന്ത് ചെയ്യുന്നു, ഗംഗാബായ് എന്ന് പറയുന്ന നാരായൺ റാവുവിന്റെ വൈഫ് അല്ലെങ്കിൽ വിഡോ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതാ നിങ്ങളുടെ അടുത്ത രാജകുമാരൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു രാജാ സവായിനെ എന്ത് ചെയ്യുന്നു, പ്രൊജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഡെസ്പറേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് രഘുനാഥ് റാവു എന്ത് ചെയ്തു, രഘുനാഥ് റാവു ഈ കുഞ്ഞിനെ ഒന്നും ആക്കാൻ പറ്റില്ല, ഇനിയിപ്പോ എന്റെ കാലമാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു അതിൽ കയറിയിരിക്കുന്നു. ക്ലിയർ ആയി, എവിടെ, സിംഹാസനത്തിൽ. ഓക്കെ, സോ ഹി ബിക്കേം ദി ന്യൂ പെഷ്വ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ സ്റ്റോറി, വെരി സിമ്പിൾ. ഓക്കെ, സോ ദിസ് ഹാപ്പൻഡ് ആൻഡ് ദെൻ ഇതൊരു ഇല്ലീഗൽ കണ്ടക്ട് അല്ലേ, നിയമപ്രകാരം പോകേണ്ട ഒരു ലീനിയേജ് ഉണ്ട്. യെസ് ഓർ നോ? അതാണ് രീതി. അപ്പൊ അതല്ലാതെ എന്ത് ചെയ്തു, അത് ബ്രേക്ക് ചെയ്ത ആളാരാ, രഘുനാഥ് റാവു. ഓക്കെ, അപ്പൊ ഈ കോൺഫെഡറസികൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു സിൻഡിക്കേറ്റ് പോലെയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് തമ്മിൽ പാലിക്കപ്പെടേണ്ട കുറെ നിയമങ്ങളുണ്ട്. അതാര് തെറ്റിച്ചു, അപ്പൊ അത് ഫൗളാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ അപ്പൊ അവരെന്ത് ചെയ്തു, ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കണ്ടക്ട് ആണ് എന്ത് ചെയ്യുന്നത്, പൂനെയിൽ നടന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ട് അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഓൾറെഡി ഈ മറാത്ത സൈന്യത്തിന് ഒരു ചീഫ് കമാൻഡർ ഉണ്ട്. ആ കമാൻഡറിന്റെ പേരാണെന്ത്, നാനാ ഫഡ്നാവിസ്. ഓക്കെ, അപ്പൊ അയാൾ കത്തെഴുതി എല്ലാവർക്കും, ബാക്കിയുള്ള ആളുകൾക്ക്, KK വാട്ട്, ബോൺസ്ലെ, ഹോൾക്കാസ്, എവരിബഡി. ഓക്കെ, സോ നിയമപ്രകാരം കുഞ്ഞാണെങ്കിൽ പോലും ഇവൻ എന്ത് ചെയ്യണം, കുഞ്ഞിനെ അവിടെ റൂളറായിട്ട് നമ്മൾ കണ്ടോളണം. വേറെ അത് സംഭവമൊന്നുമില്ല, ആള് വളർന്നു വരുന്നവരെ വെയിറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർ അത് അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? കുഞ്ഞാണെങ്കിലും കുഞ്ഞു റൂളറാ. ക്ലിയർ ആയോ? ഓക്കെ, സോ ഒന്നും ഡിസിഷൻ മേക്ക് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ബിഹാഫ് ഓഫ് ദാറ്റ് കുഞ്ഞ് ദേ വിൽ എന്ത് ചെയ്യും, ദേ വിൽ ടേക്ക് ഡിസിഷൻസ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നാനാ ഫഡ്നാവിസ് വാസ് എ എഫിഷ്യന്റ് കമാൻഡർ. എഫിഷ്യന്റ് കമാൻഡർ എന്ന് പറഞ്ഞാൽ ഹെവിലി അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ അയാൾ എന്ത് ചെയ്തു, എല്ലാവർക്കും എഴുത്തെഴുതി. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും ഈ വിവരം ഇയാൾ അറിഞ്ഞു. ഓക്കെ, അപ്പൊ ഇയാൾ എന്തായാലും ബാക്കിയുള്ള ആളുകളെല്ലാം കോൺഫെഡറസി കൂടി ഒരു ആർമി അറ്റാക്ക് ഇയാളുടെ മേലെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഹി ഡൺ വാസ് ദാറ്റ് എന്താണ്, ഹി വെന്റ് ടു ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, സോ ബ്രിട്ടീഷേഴ്സിനോട് പോയിട്ട് എന്ത് പറഞ്ഞു, സൈന്യം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, മറ്റു ടീംസ് ഒക്കെ എന്ത് ചെയ്യും, ഉടനെ തന്നെ എന്ത് ചെയ്യും, പഞ്ഞിക്കിടാനായിട്ട് വരുന്നുണ്ട്, അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ലേറ്റർ എന്ത് ചെയ്യുന്നു, അപ്പൊ അത് പവർ കൊടുക്കാൻ തയ്യാറല്ല. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യാം, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ കുറെ സൈന്യത്തിനെയൊക്കെ തരാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ട്രീറ്റി അങ്ങോട്ട് സൈൻ ചെയ്യണം. സോ അപ്പൊ സൂറത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ദാറ്റ് ഈസ് ട്രീറ്റി ഓഫ് സൂറത്ത് റിലേറ്റഡ് ടു ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഓക്കെ, ഇത് ഇങ്ങനെ പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ഓർമ്മ നിൽക്കുള്ളൂ. ഓക്കെ, അല്ല നിങ്ങൾ സ്പെക്ട്രം വായിച്ചിട്ട് ഏത് ട്രീറ്റിയാണ് എവിടെ വന്നാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടുത്തം ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ അപ്പൊ ട്രീറ്റി ഓഫ് സൂറത്ത് 1775. ഓക്കെ അല്ലേ? ഓക്കെ, ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഒരു പാലിടുമ്പോ. യെസ് പറഞ്ഞോ? യെസ്. അപ്പൊ ട്രീറ്റിയിൽ എന്ത് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ വെറുതെ ഹെൽപ്പ് ആർക്കും ചെയ്യാറില്ല, ഞങ്ങൾക്ക് എന്ത് വേണം, എന്തെങ്കിലും എക്സ്ചേഞ്ച് വേണമല്ലോ. സാൽസെറ്റെ ബെസി എന്ന് പറയുന്ന 2 ദ്വീപുകൾ എന്ത് ചെയ്തു, രഘുനാഥ് റാവു ആർക്ക് എഴുതി കൊടുത്തു, ബ്രിട്ടീഷുകാർക്ക്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതി കൊടുത്തു. ഓക്കെ, ആൻഡ് ഓൾസോ എന്ത് ചെയ്തു, സൂറത്തും ബറോച്ചും പോലുള്ള 2 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള പെർമിഷൻ കൂടെ എന്ത് ചെയ്യാം, തരാം, ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾ എന്ത് ചെയ്തോ, ടാക്സ് കളക്ട് ചെയ്തോ, ബിൽഡ് യുവർ റവന്യൂ. ഓക്കെ, സോ ഗിവ് മീ ആർമി. ഓക്കെ, സോ ദേ ഡിസൈഡഡ് ടു പ്രൊവൈഡ് 2500 എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുന്ന 2500 ബ്രിട്ടീഷ് സോൾജേഴ്സിനെ തരാമെന്ന് എന്ത് ചെയ്യുന്നു, പറയും. ഓക്കെ, സോ രഘുനാഥ് റാവു എന്ത് ചെയ്യാണ്, ആരുടെ ഹെൽപ്പ് സീക്ക് ചെയ്തു, അപ്പൊ ഇവരുടെ തമ്മിലുള്ള പ്രശ്നത്തിന് ഇയാൾ എന്ത് ചെയ്തു, കാണിച്ച പണിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടിയെ എവിടേക്ക് കൊണ്ടുവന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്, ഈ എംപയറിന്റെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഹി വാസ് ഇൻഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ അയാളുടെ അകത്തുള്ള ഫിയർ ആണ് ഇങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, എടുപ്പിക്കുന്നത്. മനസ്സിലായോ? ബേസിക്കലി ഇൻസെക്യൂരിറ്റി അല്ല, നല്ല വാരിയർ ആണെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോ പോയിന്ന് വരില്ല. ബിക്കോസ് നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫൈറ്റ് ചെയ്യാന്നല്ലേ വിചാരിക്കുള്ളൂ. ഇയാൾ അങ്ങനെയല്ലേ, എങ്ങനെയാണ് നമ്മൾ എസ്കേപ്പ് ആവുക എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ആലോചിക്കുന്നത്. ക്ലിയർ? സോ അപ്പൊ വാർ ഔട്ട് ബ്രേക്ക്, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ ഇൻസിഡൻസ് ഹാപ്പൻഡ് ഹിയർ. സോ ഇതൊക്കെ കുറെ ഇൻസിഡൻസ് ആണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, മറാത്ത സൈന്യമാണ്. ഈ മറാത്ത സൈന്യത്തിനെ ഹെഡ് ചെയ്യുന്നത് ആരായിരിക്കും,
നാനാ ഫഡ്നാവിസ് ആയിരിക്കും. അപ്പോൾ അവര് ബ്രിട്ടീഷ് ആർമിയുടെ ഹെൽപ്പോട് കൂടി വരുന്ന ഈ സോ കോൾഡ് ബ്രിട്ടീഷ് ആർമി എന്ത് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യലി മറാത്താസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറാത്താസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്കൺ ഈ കോസ്റ്റൽ റീജിയനും മറ്റുള്ള സ്ഥലങ്ങളും ദ്വീപുകളും അതേപോലെ തന്നെ ടെറൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ടെറൈനാണ് മറാത്ത. നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ കാണാം. ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പോൾ ആ സ്ഥലങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉള്ള ആളുകളാണ് ആര്? മറാത്താസ്. ഓക്കെ, സോ അപ്പൊ ഫൈറ്റിന് നിന്നു. ഇപ്പൊ മറാത്താസിന് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. സായിപ്പന്മാർക്കൊന്നും ആ സ്ഥലത്തിനെ കുറിച്ച് അവർ ജനിച്ചു വളർന്ന് ഇൻ ആൻഡ് ഔട്ട് അറിയാം. അവർക്ക് കാലാകാലങ്ങളായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളുകളാണ്. സോ ദേ മേഡ് ലോട്ട് ഓഫ് പോളിസീസ്. പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ യുദ്ധം തീരുമാനമായി, അപ്പൊ എന്ത് ചെയ്യുന്നു, സ്കോർച്ച്ഡ് എർത്ത് പോളിസി എന്നാണ് പറയുന്നത്. സ്കോർച്ച്ഡ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സോ ചില വലിയ കുഴികൾ എന്ത് ചെയ്യും, ഉണ്ടാക്കി വെക്കും. ഓക്കെ, സോ അപ്പൊ അതിൽ മാർച്ച് ചെയ്ത് വരുന്ന സമയത്ത് അത് കാണത്തില്ല. അപ്പൊ അതിൽ എന്ത് ചെയ്യും, അതിൽ വീഴും. ആൻഡ് ഓൾസോ എന്ത് ചെയ്യും, വലിയ വലിയ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യും, ബേൺ ചെയ്യും. ഓക്കെ, സോ അതായത് ഫീൽഡുകളൊക്കെ ഉണ്ടാവില്ല, അഗ്രികൾച്ചർ ഫീൽഡൊക്കെ ബേൺ ചെയ്ത് അവരെ എങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റാത്ത രീതിക്കാക്കും. പിന്നെ ഈ കിണറിലെല്ലാം എന്ത് ചെയ്യും, പോയിസൺ കലത്തും. ദാറ്റ് മീൻസ് എന്താണ്, ഇപ്പോൾ പോയിസണസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദൂരം മാർച്ച് ചെയ്ത് പോയാലും വെള്ളം കുടിക്കാൻ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിൽ നിർത്തുമല്ലോ. ഒബിയസ്ലി അവിടെ ഉണ്ടെങ്കിൽ നീ കുറേ എണ്ണം അതിൽ പോകും. അപ്പൊ സൈന്യത്തിന്റെ എണ്ണം ഇവരിലേക്ക് അടുക്കും തോറും കുറഞ്ഞു എന്ത് ചെയ്യും, വരും. മനസ്സിലായി? അപ്പൊ ഇവർക്ക് കിട്ടുമ്പോൾ വീക്ക് ആയിട്ടുള്ള ഒരു സൈന്യത്തിനെയാണ് കിട്ടുക. അപ്പൊ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലായോ? ഓക്കെ, സോ ദാറ്റ് വാസ് ദ പോളിസി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, വഡ്ഗാവോൺ എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ ഇവരെന്ത് ചെയ്തു, ഇംഗ്ലീഷുകാരെ ഫുള്ള് വളഞ്ഞു. ഇംഗ്ലീഷുകാർക്ക് വേറെ യാതൊരു വഴിയില്ല. ക്ലിയർ ആയോ? വഡ്ഗാവോൺ എന്ന് പറയുന്ന വില്ലേജിൽ വെച്ച് ഇംഗ്ലീഷുകാർ സറണ്ടർ ചെയ്തു മറാത്താസിനോട്. ഓക്കെ, വേറെ വഴിയില്ല എന്നും പറഞ്ഞു സൈൻ ചെയ്ത ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് വഡ്ഗാവോൺ. ദാറ്റ് ഈസ് ഇൻ 1779 ട്രീറ്റി ഓഫ് വഡ്ഗാവോൺ. ഓക്കെ, നിങ്ങൾ ട്രീറ്റികളുടെ പേര് മാത്രം ജസ്റ്റ് എഴുതുക. 2 ട്രീറ്റികളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറിന്റെ കീഴിൽ ട്രീറ്റി ഓഫ് സൂറത്ത് ആൻഡ് ട്രീറ്റി ഓഫ് വഡ്ഗാവോൺ. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ട്രീറ്റീസ് ചോദിക്കാറുണ്ട്, ട്രീറ്റീസ് ചോദിച്ചായിട്ട് കാണുന്നുണ്ട്. സോ ട്രീറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ ഇൻസൈഡ് ദി മറാത്ത വാർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ട്രീറ്റി ഓഫ് വഡ്ഗാവോണിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു, വാരൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു, എവിടെ വന്നു, ഇംഗ്ലീഷ് ഗവർണർ ജനറൽ ആയിട്ട് എന്ത് ചെയ്തു, ചാർജ് എടുത്തപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ഈ ട്രീറ്റി മറാത്താസിന്റെ ആയിട്ട് അംഗീകരിക്കുന്നില്ല. ഓക്കെ, സോ വി വിൽ ഗോ ഫോർ എ ഫൈറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ വീണ്ടും ഒരു ഫൈറ്റിലേക്ക് പോവാതെ വീണ്ടും ഒരു ട്രീറ്റിയിൽ എന്ത് ചെയ്തു, ഈ സംഭവം വീണ്ടും എൻഡ് ചെയ്തു. ഒരു പീസ് ട്രീറ്റിയിലാണ് പിന്നീട് എൻഡ് ചെയ്തത്. ആ പീസ് ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് സാൽബായ്. ഓക്കെ, ട്രീറ്റി ഓഫ് സാൽബായ്. So that which ended the first Anglo-Maratha war. Okay, so which treaty ended the first Anglo-Maratha war എന്ന് ചോദിക്കും. Treaty of Salbai, which was signed by Nana Fadnavis, the supreme commander of the Maratha army, plus Warren Hastings from the British side. So 1782 എന്ത് ചെയ്തു, ഇത് എൻഡ് ആയി. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു 20 വർഷത്തേക്ക് എന്ത് ചെയ്തു, ഉണ്ടോ ഇവിടെ ഒരു സമാധാനത്തിന്റെ മാടപ്രാവുകളൊക്കെ പറക്കുന്നുണ്ടാവല്ലോ. 20. ഓക്കെ, സോ 20 വർഷത്തേക്ക് എന്താണ്, ഒരു പീസ് ട്രീറ്റി ആണ് എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ഓക്കെ അല്ലേ? അപ്പൊ കുറെ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കും കിട്ടി. അഹമ്മദാബാദ്, ബസീന അതൊക്കെ തിരിച്ചു പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറാത്താസ് പീസിലേക്ക് പോയത്. ഓക്കെ, ഇപ്പൊ ഇത്തരം സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു, ഓരോന്നോരോന്നായിട്ട് അവർ അക്വയർ ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി. അപ്പോൾ ഫൈറ്റ് മുറുകിയതും പിന്നീട് എന്ത് ചെയ്തു, മറാത്താസും ട്രീറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ട്രീറ്റി എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അപ്പൊ 20 വർഷത്തേക്ക് പീസ് ട്രീറ്റി. അത് തന്നെയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിങ് പോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും എന്താണ്, ട്രീറ്റികളാണ് എന്ത് ചെയ്യുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾ നോട്ട്സ് ആണ് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും, സായിപ്പിന്റെ ഭാഷയിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സംഗതി എന്താണ്, ഇതിനപ്പുറം വേറൊന്നുമില്ല. Madhav Rao died, Narayan Rao succeeded, Raghunath Rao, okay, so he assassinated Narayan Rao and he became the Peshwa, and Gangabai, the wife of Narayan Rao, again gave birth to a son called as Raja Savai, and he was named as the next ruler. Okay, so Maratha chiefs made an effort to make the infant the next Peshwa. Okay, clear? Then what happened was that Raghunath Rao, he was unwilling to give his position, so he consulted
the English East India Company in Bombay. So he signed a treaty. So treaty പറയുന്നത് എന്താ, സാൽസറ്റി ബേസിൻ പോലുള്ള ടെറിട്ടറീസ് ഒക്കെ ആർക്ക് പോയി, ബ്രിട്ടീഷുകാർക്ക് പോയി. ആൻഡ് ഓൾസോ സൂറത്ത് ബറൂച്ച് പോലുള്ള ഡിസ്ട്രിക്ട്സിൽ എന്ത് ചെയ്യും, റവന്യൂ കളക്ഷൻ റൈറ്റ്സ് കൊടുക്കുന്നു. ആൻഡ് ദെൻ ലേറ്റർ 2500 സോൾജേഴ്സ് were provided. Okay, so then ഞാൻ പറയാതെ പോയത് എന്താ, ട്രീറ്റി ഓഫ് പുരന്ദർ. ട്രീറ്റി ഓഫ് പുരന്ദർ is not that important. Why? Because ട്രീറ്റി ഓഫ് പുരന്ദർ is not important. In between എന്താ വെച്ച് കഴിഞ്ഞാല് ബോംബെയിൽ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവരുടെ സെൻട്രൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബംഗാളാണ്. മനസ്സിലായോ? ഓക്കെ, സോ ബോംബെ, മദ്രാസ്, ബംഗാൾ, ഈ 3 പ്രൊവിൻസുകളാണ് മേജർ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസ് പ്രസൻസ് ഉള്ളത്. അപ്പൊ ബോംബെത്തെ കമ്പനിയാണ് ആരേറ്റിരിക്കുന്നത്, രഘുനാഥ് റാവുവിനെ ഹെൽപ്പ് ചെയ്യാം, 2500 സോൾജേഴ്സിനെ കൊടുക്കാന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഏറ്റിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് എന്താണ്, അപ്പോ നാനാ ഫഡ്നാവിസിന്റെ ബുദ്ധി വെച്ച് നാനാ ഫഡ്നാവിസ് എന്ത് ചെയ്യും, ഈ കമ്പനിയിലെ ക്യാപിറ്റലിലുള്ള കമ്പനിയല്ലേ ഓർഡേഴ്സ് എന്ത് ചെയ്യുന്ന ഇഷ്യൂ ചെയ്യുന്നത്. സോ വി ക്യാൻ ഗോ ടു ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് നമ്മുടെ കാര്യം കൺവേ ചെയ്യാന്ന് പറഞ്ഞ ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത് എന്ത് ചെയ്യും, പോവും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും, നാനാ ഫഡ്നാവിസിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയും. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ 2 സ്ഥലത്താണ് നിൽക്കുന്നത്, ഒന്ന് ബോംബെയിലുണ്ട്, ഒന്ന് ബംഗാളിലുണ്ട്. ഓക്കെ, ഒരാൾ പറയുന്നത് രഘുനാഥ് റാവുവിനെ സപ്പോർട്ട് ചെയ്യാന്ന്, ബംഗാളുകാർ പറയുന്നത് ഫഡ്നാവിസിനെ സപ്പോർട്ട് ചെയ്യാം, മറാത്താസിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്താവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പണിയും നടക്കുന്നില്ല, ഇവര് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്നില്ല. അതായത് ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, സോൾവ് ആവുന്നില്ല. ക്ലിയർ ആയോ? ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ മറാത്താസ് സൈഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിൽക്കുന്ന ഈ ബ്രിട്ടീഷുകാർക്ക് അവിടുത്തെ സ്ഥലങ്ങൾക്ക് ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നതിലൂടെ രഘുനാഥ് റാവുവിനെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ കുറെ സ്ഥലങ്ങൾ കിട്ടും, റവന്യൂ റൈറ്റ്സ് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ നാനാ ഫഡ്നാവിസ് വേറൊന്നുമല്ല ഓഫർ ചെയ്യുന്നത്, നാനാ ഫഡ്നാവിസ് കുറെ എത്തിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ അവിടുത്തെ രീതി, അങ്ങനെയാണ്. അപ്പൊ ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യണം, ഇതാണ് എന്താണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ ലേറ്റർ എന്ത് ചെയ്തു, ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടെ ആരുടെ കൂടെ ആയി, മഹാരാഷ്ട്രയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഭിപ്രായത്തിലേക്ക് എത്തി. റീസൺ ദാറ്റ് എന്താണ്, ഈ ട്രീറ്റി ഓഫ് പുരന്ദർ നാനാ ഫഡ്നാവിസ് വയലേറ്റ് ചെയ്തു. കാരണം കുറെ കഴിയുമ്പോഴേക്കും ഡിസിഷൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി ഹെൽപ്പ് ഫ്രം ദ ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈഡ്. ഓക്കെ, സോ ലേറ്റർ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പുള്ളി ഫ്രഞ്ചുകാരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, മറാത്താസിന്റെ പോർട്ടിലുള്ള കുറെ സ്ഥലങ്ങൾ ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ്മെന്റ്സിലേക്ക് എന്ത് ചെയ്തു, കൊടുത്തു, ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദ ബംഗാൾ ഡിസൈഡഡ് ദാറ്റ് ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നു, വീണ്ടും ഫ്രഞ്ചിന്റെ അടുത്തും പോയി ഹെൽപ്പ് ചോദിച്ചു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്, നിങ്ങളെ നമ്മൾ കൈ ഒഴിയാണ്, സോ യു ക്യാൻ ഫൈറ്റ് യുവർ വാർ. ഓക്കെ, സോ വിത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ എന്ത് ചെയ്തു, അങ്ങനെയാണ് ഒരു ഫൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, സോ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അകത്തുള്ള ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ദാറ്റ് ഈസ് ട്രീറ്റി ഓഫ് പുരന്ദർ. അത്രയേ ഉള്ളൂ. അതാണ്, പിന്നീട് ബാക്കിയൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്. ഓക്കെ, സോ അപ്പൊ 4 ട്രീറ്റീസ് ആണുള്ളത് അല്ലേ? ഏതൊക്കെയാ? First one, Treaty of Surat. Next one, Treaty of Purandar. Then later a war വരുമ്പോഴാണ് Treaty of Vadgaon എന്ത് ചെയ്യുന്നത് വരുന്നത്. Then അവസാനം പീസ് ട്രീറ്റി സൈൻ ചെയ്തു, that is Treaty of Salva. That's it. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും വായിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പരിപാടി എന്ത് ചെയ്തു, തീർന്നു. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ ഇസ് ഡൺ. ഇതാണ് മെയിനായിട്ട് പഠിക്കാനുള്ള ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയുന്നത്. 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, രണ്ടാവുമ്പോഴത്തേക്കും ഏകദേശം തീരുമാനമാവും. ശരി, അപ്പൊ എന്ത് ചെയ്തു, രഘുനാഥ് റാവു ഇവൻച്വലി ഡൈഡ് ആൻഡ് ഓൾസോ നാനാ ഫഡ്നാവിസ് എന്ത് ചെയ്തു, നാനാ ഫഡ്നാവിസ് പെഷവായുടെ ഒരു തീരുമാനപ്രകാരം നാനാ ഫഡ്നാവിസ് എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുണ്ടല്ലോ, ആര്, സവായിക്ക് ഒരു 10-20 വയസ്സായില്ലേ. ഇത് നടക്കുന്നത് ഏത് വർഷ? ഓക്കെ, 71-ലല്ലേ അയാള് കുഞ്ഞാണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ എന്തായി, ഒരു 1803 ഒക്കെ ആയില്ലേ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ വരുമ്പോ. അപ്പൊ 71-ഉം 1803 എന്ന് പറയുമ്പോ എത്രയായി, ഒരുവിധം പ്രായമായല്ലോ. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്തു, ലേറ്റർ എന്ത് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നടക്കുന്നത് നാനാ ഫഡ്നാവിസിന്റെ ഒരു എന്താ പറയാ പ്രഷർ താങ്ങാൻ വയ്യാതെ ഈ സോ കോൾഡ് പുതിയ നാരായൺ റാവു 2 എന്നാണ് വിളിക്കുന്നത്, രണ്ടാമത്തെ ആ പയ്യനെ. ആ പയ്യൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് സൂസൈഡ് ചെയ്യാണ്. ഓക്കെ, സോ അങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ കുറെ പരിപാടികളൊക്കെ എന്ത് ചെയ്യുന്നത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ലേറ്റർ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് എന്താണ്, അപ്പൊ ലേറ്റർ എന്ത് ചെയ്തു, ലേറ്റർ പിന്നീട് എന്ത് ചെയ്തു, അടുത്ത ഇതേപോലെ എന്ത് ചെയ്യുന്നു, അച്ഛൻ ചെയ്ത പോലെ അടുത്ത റൂളറായിട്ട് വീണ്ടും കയറിയിരിക്കുന്നത് ഈ രഘുനാഥ് റാവുവിന്റെ ഒരു വേസ്റ്റ് സൺ ആണ്. അയാളുടെ പേരാണെന്ത്, ബാജിറാവോ 2. ക്ലിയർ ആയോ? ഓക്കെ, ബാജിറാവോ 2. സോ ഹി ഈസ് ദ വേസ്റ്റ് സൺ ഓഫ്
Father Raghunath Rao. So he again comes and again creating the same story. Clear ആയോ? ഓക്കെ, അപ്പൊ ഇരുന്നു റൂൾ ചെയ്യുന്നു, വേറെ ആരും ഇല്ല, അപ്പൊ കുഴപ്പമില്ല, ആള് ഇങ്ങനെ നൈസിൽ പോകുന്നുണ്ട്. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് എന്താണ് വെച്ചാൽ ഇയാള് ഭയങ്കര ഇൻസെക്യൂരിറ്റി കൊണ്ട് ഇയാളുടെ ഈ മറാത്ത ചീഫ്സിന്റെ കൂടെ തന്നെ പ്രശ്നം വരികയാണ്. ലേറ്റർ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ബാജിറാവോ ടു വിൽ കിൽ ദ ബ്രദേഴ്സ് ഓഫ് ഹോൾക്കാസ്. ഹോൾക്കാസ് എന്ന് പറയുന്ന ടീംസ് ഉണ്ട്, അപ്പൊ അവരുടെ ബ്രദേഴ്സ് ആയിട്ട് ഇയാൾക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്തു, അതിൽ ഒരു ബ്രദറിനെ എന്ത് ചെയ്തു, കൊന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ ഉള്ളിൽ തന്നെ ഫൈറ്റ് അതിഭീകരായി. ഓക്കെ, ഈസ് എ വീക്ക് റൂളർ ബേസ്ഡ് ഓൺ ഹിസ് ഇൻസെക്യൂരിറ്റി. ഹി കിൽസ് ഹോൾക്കാസ്, വൺ ഓഫ് ദ ഹോൾക്കാസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവര് തിരിച്ചെന്ത് ചെയ്യുന്നു, വരുന്നു എന്നുള്ളതാണ്. തിരിച്ച് ഇയാളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നു. അപ്പൊ അവര് വളരെ സ്ട്രോങ് ആണ്, ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അച്ഛൻ ചെയ്തത് ആൾക്ക് ഓർമ്മയുണ്ടല്ലോ, അണ്ണൻ വീണ്ടും എന്ത് ചെയ്തു, ആർക്ക് പോയി, ബ്രിട്ടീഷുകാരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ഹെൽപ്പ് ചോദിക്കുകയാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ഫൈൻ, ഓക്കെ, സോ കൂടുതൽ വീണ്ടും എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരാനുള്ളത് അതെല്ലാം തന്നോളൂ, നമ്മൾ എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കും മറാത്ത ചീഫായിട്ടുള്ള നന ഫട്നാവിസ് ഏകദേശം 1800s ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്തു, മരിച്ചു. ഓക്കെ, അപ്പൊ മറാത്താസ് ബിക്കേം മച്ച് മോർ വീക്കർ. സോ ബ്രിട്ടീഷേഴ്സിന് വലിയൊരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അവർക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഈസിലി അത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. പെഷവ murdered the brother of ജസ്വന്ത് റാവു ഹോൾക്കർ, ദാറ്റ് ഈസ് വിദുജി ഹോൾക്കർ. അപ്പൊ അവിടെ അവർ തമ്മിൽ പ്രശ്നമാവുന്നു. അപ്പൊ ജസ്വന്ത് arrayed forces against ബാജിറാവോ ടു. അപ്പൊ എന്താണ്, നടക്കില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇയാൾ നേരെ പോയി. ഇപ്പൊ ബസീനിലേക്ക് പോയപ്പോ ഇനി പണ്ടത്തെ പോലത്തെ ട്രീറ്റി ഒന്നും ഇപ്പൊ സ്കീമിലില്ല. ഇപ്പൊ ഞങ്ങൾ ഒരു പുതിയ സാധനം ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുതിയ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. 1798 മുതൽ 1805 വരെ ഉണ്ടായിരുന്നത് നമ്മളൊരു വെല്ലസ്ലിയെ കുറിച്ച് പഠിച്ചില്ലേ, സബ്സിഡറി അലയൻസ്. ഏത് വെല്ലസ്ലിയാ, നിങ്ങളുടെ ക്ലാസ്സിലല്ലേ പറഞ്ഞത്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്, അർദർ അല്ല ഇവിടെ അല്ലേ പറഞ്ഞു. ഓക്കെ, സോ അപ്പൊ എന്താണ്, അപ്പൊ 1792 to 1805 വെല്ലസ്ലി വന്നിട്ടുണ്ട്. അപ്പൊ വെല്ലസ്ലിയുടെ പോളിസി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സിഡറി അലയൻസ് എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം എന്നുള്ളതായി ഡിമാൻഡ്. ഓക്കെ, അതായത് ബ്രിട്ടീഷിന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒഫീഷ്യലി പോളിസി മാറി. എന്താണ്, പുതിയ പോളിസിയാണ്, സബ്സിഡറി അലയൻസ് ആണ്. അപ്പൊ സബ്സിഡറി അലയൻസ് സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, വി ക്യാൻ ഹെൽപ്പ്. ഇപ്പൊ എന്താണ് സബ്സിഡറി അലയൻസ്? മൈസൂർ വാർ പഠിച്ചപ്പോ ഏറ്റവും അവസാനം ആ പയ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്താ, സബ്സിഡറി അലയൻസ് അല്ലേ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഒന്ന് ആദ്യത്തെ പരിപാടി നോക്കുമ്പോ ഡിസ്മാൻഡിൽ യുവർ ലോക്കൽ ആർമി. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും, ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ക്ലിയർ ആയോ, പിരിച്ചുവിടുക, അത്രേ ഉള്ളൂ. ബാക്കി ആ സ്ഥലത്തേക്ക് ആര് കയറും, ഇംഗ്ലീഷ് ആർമി എന്ത് ചെയ്യും, വരും. ഓക്കെ, അപ്പൊ അവർക്ക് സാലറിയും അക്കോമഡേഷനും ഫുഡും ഒക്കെ ആര് കൊടുക്കണം, ഇയാൾ കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെന്താ, അപ്പൊ അയാളുടെ പരിപാടി തീർന്നു എന്നാണ്. പക്ഷെ പ്രൊട്ടക്ഷൻ ആര് കൊടുക്കും? ഇനി അങ്ങനെ ഇൻ കേസ് അവർ വരുവാണ് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അതത്രയും ചെയ്യും. ക്ലിയർ? സോ ദാറ്റ് ഈസ് ട്രീറ്റി ഓഫ് ബസീൻ. ട്രീറ്റി ഓഫ് ബസീനോടെ ഏകദേശം മറാത്താസ് എന്ത് ചെയ്തു, തീർന്നു. ക്ലിയർ ആയി? ഇതിന് ശേഷം പിന്നെ സ്പെക്ട്രത്തിൽ കുറെ സംഭവങ്ങളൊക്കെ അത് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വായിക്കേണ്ട ആവശ്യം ഇല്ല. വേറെ ട്രീറ്റീസ് ഒക്കെ ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ബിക്കോസ് മറാത്താസിനെ കൊണ്ട് ആര് പണയം വെച്ചു, സബ്സിഡറി അലയൻസ് കൊണ്ട് വെച്ചു. ഓക്കെ, മറ്റു സൈഡിൽ നിന്നൊന്നും ചോദ്യം വരില്ല. ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറെ ഫാക്ടുകൾ കൊടുത്ത് നിറച്ചിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഫോക്കസ് ഓൺ ദിസ്. ബാജിറാവോ went to Britishers. They demanded for a treaty to sign, that is subsidiary alliance treaty. ഓക്കെ, അപ്പൊ അതോടുകൂടി എന്ത് ചെയ്തു, പ്രശ്നമായി. പ്രശ്നം സോൾവ് ആയി. സോൾവ് ഇൻ ദ സെൻസ് എന്താണ്, ഇനി ബ്രിട്ടീഷുകാരാണ് എന്ത് ചെയ്യുന്നത്, ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്, ബാജിറാവോ ടൂവിനെ ഫൈറ്റ് ചെയ്യാൻ, അയാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ട്രീറ്റി ഓഫ് ബസീൻ. ഓക്കെ, സോ ട്രീറ്റി ഓഫ് ബസീൻ 1802 ഏകദേശം എന്ത് ചെയ്തു, മറാത്താസ് എന്ത് ചെയ്തു, മറാത്ത എംപയർ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് വെന്റ് ടു ബ്രിട്ടീഷേഴ്സ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. സബ്സിഡറി അലയൻസ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ, ഈ പിരിച്ചുവിട്ട കുറെ ടീംസ് ഉണ്ടല്ലോ ആർമിന്ന്, മനസ്സിലായോ? ഓക്കെ, മറ്റേല് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഗുണ്ടാപ്പണി മാത്രമേ അറിയുള്ളൂ സർ, വേറെ ഒന്നും അറിയില്ല എന്ന് പറയില്ലേ. ഓക്കെ, ദാറ്റ് മീൻസ് അവര് മറാത്താസിൽ വർക്ക് ചെയ്യുന്ന സൈന്യത്തിലെ മിക്കവാറും ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, സൈന്യത്തിലുള്ള ആളുകളെല്ലാം എന്താണ്, ഫാമിലി വൈസ് ഈ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മക്കളെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് വിടുക ആർമിയിൽ. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അവരുടെ ഒരു 5 മക്കളുണ്ടെങ്കിൽ
2-3 എപ്പോഴും 2 ആർമിയിൽ ഉണ്ടാവും. അങ്ങനെയാണ് അവരുടെ ഒരു പ്രൈഡാണ്. മനസ്സിലായില്ല? ആർമിയിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ ഫാമിലി മെമ്പർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പരിപാടിയാണ്. അപ്പോൾ ആ രീതിക്കാണ്. അപ്പൊ അതുപോലെ ആ കൾച്ചർ ഇവിടെ ഉണ്ട്. അപ്പോൾ ലീനിയേജ് ആണ്, അച്ഛനിൽ നിന്നും മകനിലേക്ക്, മകനിൽ നിന്നും മകന്റെ മകനിലേക്കാണ്. ആർമിയിലും ഇതേപോലെയാണ് അവർ എടുക്കുന്നത് ഫാമിലി വൈസ്. അപ്പൊ പിണ്ടാരീസ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് തലമുറകളായിട്ട് മറാത്താസിനെ സെർവ് ചെയ്യുന്ന മിലിറ്ററി ഒഫീഷ്യൽസ് ഒക്കെയാണ്, അല്ലെങ്കിൽ കമാൻഡേഴ്സും സോൾജേഴ്സ് ഒക്കെയാണ്. അപ്പൊ അവരുടെ പണി എന്ത് ചെയ്തു? ഒറ്റ ട്രീറ്റ് കൊണ്ട് ബാജിറാവ് എന്ത് ചെയ്തു? തീരുമാനാക്കി. മനസ്സിലായോ? അവർക്ക് വേറെ ജോലികളൊന്നും അറിയില്ല. ക്ലിയർ ആയോ? അവര് ചെയ്യുന്നത് എന്താണെന്നറിയോ? അവരുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന് കാരണം ഇംഗ്ലീഷുകാരാണല്ലോ. അപ്പൊ അവിടെ അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷുകാരുടെ ഓഫീസൊക്കെ പോയി പൊളിക്കാൻ തുടങ്ങി. ആര്? ഈ ജോലി പോയ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ. അവരെ വിളിക്കുന്നത് പിണ്ടാരീസ് എന്നാണ്. എന്താണ് പിണ്ടാരീസ്? ബാഹുബലിയിൽ നമ്മുടെ കട്ടപ്പണ്ണനും നമ്മുടെ ബാഹുബലിയും കൂടെ ഒരു കുളത്തിൽ പോയിട്ട് ഇങ്ങനെ മോൻ കഴുകാൻ നിൽക്കുന്ന സമയത്ത് നിറച്ച് ശവങ്ങളായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് ആരാ ചെയ്തിട്ട് പോയി നോക്കുമ്പോൾ പിണ്ടാരികളാണെന്ന് ഇത് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് പീപ്പിൾ who got unemployed got out from ദി ആർമീസ്, ഒഫീഷ്യൽ ആർമിയിൽ നിന്ന് പിരിച്ചുവിട്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത്? പല ട്രീറ്റുകൾ കൊണ്ടും പല കാരണങ്ങളുണ്ട്. അവരെയാണ് പിൻഡാരീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? അവർ വാരിയറാണ്, അവർക്ക് സോൾജേഴ്സിന് അറിയുള്ളൂ. അപ്പോൾ അവർ ബേസിക്കലി ചെയ്യുന്നത് മറ്റ് നെയ്ബറിംഗ് രാജ്യങ്ങളൊക്കെ പോയി കൊള്ളയടിക്കും. ഗ്രൂപ്പായിട്ട്, ഇവരുടെ ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും? കൊള്ളയടിക്കും. പിന്നെ ട്രേഡേഴ്സിനെ കൊള്ളയടിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ ഓഫീസുകളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പോയി പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ വെൽത്തൊക്കെ ഓഫീസുകളൊക്കെ തകർക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതോടുകൂടി ഏകദേശം തീരുമാനമായി. തേർഡ് ആംഗ്ലോ മറാത്ത വാറിലേക്ക് പോകുന്ന ട്രീറ്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ബ്രിട്ടീഷ് ആരെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞ്? ബാജിറാവോ സെക്കൻഡിനെ അല്ലേ? ഇയാളുടെ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇയാൾക്ക് ചെയ്യുന്ന ഉപകാരം എന്താണെന്നറിയോ? ഇയാളിപ്പോ ബ്രിട്ടീഷുകാരുടെ ഒരു ഏജന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് ഈ മറാത്താസിന്റെ പിണ്ടാരീസിന്റെ ഒരുപാട് പണി കിട്ടാൻ തുടങ്ങി. ഓക്കെ, റെബിലിയസ് ആയിട്ടുള്ള ക്രൗഡായിട്ട് മാറുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇയാളോട് പറയുന്നത് എന്താണ്? ഈ പിണ്ടാരീസിനെ ആരാണ് ഗൈഡ് ചെയ്യുന്നത്? ഓക്കെ, മറാത്ത റൂളർ പറയാതെ എന്തായാലും എന്ത് ചെയ്യില്ല, ഇത്രയും അറ്റാക്കുകൾ നടക്കില്ല. ഓക്കെ, സോ ബാജിറാവോ ആക്ച്വലി നീയാണ് എന്ത് ചെയ്യുന്നത്? പിണ്ടാരീസിനെയൊക്കെ ഇളക്കി വിടുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ നെയ്ബറിംഗ് കൺട്രീസ് ലൂട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നു? തകർക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? വെറുതെ നിന്ന് ഇയാളുടെ മേലെ എന്ത് ചെയ്യുന്നു? ഒരു ചാർജ് അടിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പൊ എന്തായാലും വേറെ വഴിയില്ല. ആൻഡ് ഓൾസോ അറ്റ് ദാറ്റ് ടൈം ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഹേസ്റ്റിങ്സ് എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്. ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഗവർണർ ജനറൽ ആണ്. സോ അപ്പോൾ 1800s ഒക്കെ ആവുമ്പോഴത്തേക്കും ഹേസ്റ്റിങ്സ് ക്ലെയിം ഓഫ് പാരമൗൺസി എന്ന് പറയും. ഇപ്പോൾ 8th സ്റ്റാൻഡേർഡ് NCERT-യിലൊക്കെ അതൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഹേസ്റ്റിങ്സ് ക്ലെയിം ഓഫ് പാരമൗൺസി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ 1800s തുടക്കം ആവുമ്പോഴത്തേക്കും പാരമൗൺസി ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏകദേശം 565ഓളം നാട്ടുരാജ്യങ്ങളുണ്ട്. നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ട്രാവൻകൂർ, രാജാക്കന്മാർ ഭരിക്കുന്ന പ്രദേശം, അതാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 40% ഓഫ് ഇന്ത്യ വരും. ഒരു 40 to 45% ഓഫ് ദി ഇന്ത്യൻ ടെറിട്ടറി, ദ ലാൻഡ് ടെറിട്ടറി ബിലോങ്സ് ടു ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ്. അപ്പൊ ഇതും കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ ഇവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് അംഗീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ആണെന്ത് ഇവിടെ പാരമൗണ്ട് പവർ. പാരമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ രാജാവ് നിലനിൽക്കുന്നോ ആ രാജാവിന് എല്ലാം മേലെ ആരാണ് പ്രതിഷ്ഠിക്കേണ്ടത്? ബ്രിട്ടീഷ് ക്വീനെയാണ്, ബ്രിട്ടീഷ് ക്രൗൺ ആണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പാരമൗണ്ട് പവർ. അതിന് കീഴെയാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള എല്ലാ രാജാവിന്റെയും സ്റ്റാറ്റസ് എന്ത് ചെയ്തു? ക്ലെയിം ചെയ്യാണ് അവര് തന്നെ. അതിനാണ് ആ ക്ലെയിം ചെയ്ത ആളുടെ പേരാണ് ഹേസ്റ്റിങ്സ്. അതുകൊണ്ടാണ് ഹേസ്റ്റിങ്സ് ക്ലെയിം ഓഫ് പാരമൗൺസി എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ ദേ ആർ ട്രൈയിങ് ടു ഷിഫ്റ്റ് ദെയർ സ്റ്റാറ്റസ് ബേസിക്കലി. ഓക്കെ, അപ്പൊ ഇവരാണ് പാരമൗണ്ട് പവർ എന്ന് എന്ത് ചെയ്യുന്നു? പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് കമ്പനിയിലെ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, കമ്പനിയിലെ ഒഫീഷ്യൽസ്. സോ കമ്പനിയിലെ ഒഫീഷ്യൽസ് ബേസിക്കലി എന്താവാൻ തുടങ്ങി? കറപ്റ്റഡ് ആവാൻ തുടങ്ങി. Okay, so they became corrupt in the sense, എങ്ങനെയാണ് കറപ്ഷൻ വരിക? ഇപ്പോൾ പ്രൈവറ്റ് ട്രേഡ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. 1600 ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിന്ന് ചാർട്ടറും വാങ്ങിച്ച് വന്ന ടീംസ് ആണ് ആര്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മനസ്സിലായോ? അപ്പൊ ആ ചാർട്ടർ പ്രകാരം
ആർക്കും ഈ ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് ഇന്ത്യയിലേക്ക് വരുന്ന അതിൻ്റെ ഉള്ള അധികാരമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ പ്രൈവറ്റ് ട്രേഡ് നടത്താനുള്ള പരിപാടി എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. പക്ഷെ ഇവന്മാര് പ്രോഫിറ്റ് എർജ് കൊണ്ട് എന്ത് ചെയ്യാണ്, പ്രൈവറ്റ് ട്രേഡ് നടത്തുകയാണ്. ഇവിടെ നിന്ന് 100 കിലോ കുരുമുളക് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 70 കിലോ കമ്പനിക്ക് പോകുന്നുള്ളൂ. ബാക്കി 30 കിലോ എന്ത് ചെയ്യാണ്, ഇവരുടെ പർച്ചേസ് ആക്കിയിട്ട് ഇവരെന്ത് ചെയ്യാണ്, അവർക്ക് വേണ്ടി ട്രേഡ് ചെയ്യാണ്. അപ്പൊ അവരുടെ പേഴ്സണൽ പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പേഴ്സണൽ ഇൻകം ആണ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എന്ത് ചെയ്യുന്നു, അപ്പൊ അങ്ങനെ വരുമ്പോ ബ്രിട്ടീഷ് ക്രൗഡിന് കിട്ടേണ്ട റവന്യൂ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പൊ അവര് കണ്ടു ഇതെന്താണ് പരിപാടി എന്ന് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് കുറെ ഏജൻസും കാര്യങ്ങളുണ്ട്. അവരൊന്ന് നോക്കുമ്പോൾ പ്രൈവറ്റ് ട്രേഡ് എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ഓക്കെ. സോ ഗ്രാജുവലി അവരെന്ത് ഡിസൈഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവർ ഒരുപാട് പ്രൈവറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കുള്ള മൊണോപ്പോളി എന്ന് പറഞ്ഞാൽ എന്താ, കുത്തകയാണ്. അതായത് ബ്രിട്ടീഷ് അതായത് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന് കച്ചവടം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ടു ട്രേഡ് ആണ് എന്ത് ചെയ്യുന്നത്, ചാർട്ടറാക്കി ഒപ്പുവെച്ച് കൊടുത്തുവിട്ടിരിക്കുന്നത് 1600. അതാണ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ക്ലൂസീവ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമുള്ള ഓഫർ എന്നല്ലേ. അപ്പൊ ഈ ടീമിന് മാത്രമേ എന്തുള്ളൂ, കച്ചവടം ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതെടുത്തു കളഞ്ഞു. 1813 ദിസ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, PYQ in 2018. ഓക്കെ, ഈ ചാർട്ടറിന്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ചാർട്ടർ ആക്ട് 1813 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രിവിലേജ് കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞു, മൊണോപ്പോളി അവസാനിപ്പിച്ചു. ഓക്കെ, ചൈനയിലുള്ള തേയില കച്ചവടം ഒഴിച്ച് ചൈനയായിട്ടുള്ള കച്ചവടം തേയില നിങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ പറ്റും. ബാക്കി എക്സെപ്റ്റ് ദ ടീ ട്രേഡ് വിത്ത് ചൈന, അതർ പ്രൊവിഷൻസ് എല്ലാം എന്ത് ചെയ്തു, എക്സ്ക്ലൂസിവിറ്റി അങ്ങോട്ട് എടുത്തു കളഞ്ഞു. എൻഡഡ് ദി എക്സ്ക്ലൂസിവിറ്റി. കാരണം എന്താണ്, വേറെ ആളുകളും വന്നോട്ടെ, കാരണം ഇവരുടെ പ്രൈവറ്റ് ട്രേഡ് അല്ലേ നടക്കുന്നുള്ളൂ. സോ ഓക്കെ, മോർ നമ്പർ ഓഫ് പ്ലേയേഴ്സ് നീഡ് ടു കം എന്ന് പറഞ്ഞാൽ ആ എക്സ്ക്ലൂസിവിറ്റി എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. മനസ്സിലായോ? ഓക്കെ, ഇതൊരു ഗ്രാജുവൽ ഷിഫ്റ്റ് ആണ്. എന്താണ്, കമ്പനി റൂളിൽ നിന്നും ക്രൗൺ റൂളിലേക്കുള്ള പരിണാമമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഓരോ ആക്ടുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അത് നമ്മൾ പഠിക്കും, പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ റെഗുലേഷൻ ആക്ട് തുടങ്ങി. അപ്പോൾ പഠിച്ചില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഗുഡ്. സോ അപ്പോൾ റെഗുലേഷൻ ആക്ട് 1773 തുടങ്ങിയിട്ട് ചാർട്ടർ ആക്ട് 1853 ഉണ്ടല്ലോ, അതുവരെയും ദ നേച്ചർ ഈസ് ദാറ്റ് എന്താണ്, കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് രാജ്യം അല്ലെങ്കിൽ ക്രൗണ് കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്, റെഗുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്, നിയന്ത്രിക്കാൻ നോക്കുകയാണ്. ദെൻ ആഫ്റ്റർ 1857 റിവോൾട്ട് ആ ഒരു സെൻട്രലൈസിങ് ടെൻഡൻസി പോയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഡീസെൻട്രലൈസേഷൻ ടെൻഡൻസിയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അത് പഠിച്ചല്ലോ. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പൊ അതിന്റെ മെഷറായിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു. അപ്പോ സാർ എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, 1813 ചാർട്ടർ ആക്ട് ഈ ടൈം പീരീഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റവന്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ഇടിയുന്നത്. ഒരാൾ മാത്രം ചെയ്തിരുന്ന കച്ചവടം ഇപ്പൊ ബ്രിട്ടനിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, വന്ന് കച്ചവടം ചെയ്യാം. അതിന് ആര് പ്രൊട്ടക്ഷൻ കൊടുക്കും, ബ്രിട്ടീഷ് ഗവൺമെന്റും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പറയുന്നത്. അപ്പൊ അവിടുന്ന് വരുന്ന കച്ചവടക്കാരെ ഇവർക്ക് ഇവിടെ വിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ആരുടെ ചാർട്ടർ കൊണ്ടാണ് വരുന്നത്, ബ്രിട്ടീഷ് ക്യൂവിന്റെ ചാർട്ടർ കൊണ്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കും അത് പ്രശ്നമാണ്. സോ ദർ ഇസ് നോ വേ ഔട്ട്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം, ഇവർക്ക് നിലനിന്ന് പോകണമെങ്കിൽ റവന്യൂ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ മോർ നമ്പർ ഓഫ് സ്ഥലങ്ങൾ പിടിച്ച് മോർ നമ്പർ ഓഫ് ടാക്സസ് ഇന്ത്യയിൽ എന്ത് ചെയ്യണം, പിരിച്ചെടുക്കണം. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ഒരു ഡിമാൻഡും കൂടെ എന്ത് ചെയ്യാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എവിടെ വന്നു, ഈ സാഹചര്യത്തിൽ വന്നു, ഈ ടൈം പീരീഡിൽ വന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ബിക്കോസ് അവരുടെ പ്രിവിലേജുകളൊക്കെ എന്ത് ചെയ്തു, ആ ഓഫറുകളൊക്കെ തീർന്നു. ക്ലിയർ ആയോ? ഇനി ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല റവന്യൂ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലോക്കൽ സ്ഥലങ്ങൾ പിടിച്ച് ഇവിടുത്തെ റിസോഴ്സസ് ഊറ്റിയാലേ എന്ത് ചെയ്യുള്ളൂ, ഇവർക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതും ഒരു കാരണമാണ്. എന്തിന്? അതുകൊണ്ടല്ലേ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ബാജിറാവുവിന്റെ തലയ്ക്ക് എന്ത് ചെയ്യുന്നത്, വെച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ആരും ചെയ്യില്ലല്ലോ. അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ പ്ലേസിനെ മുഴുവനായിട്ട് അനക്സ് ചെയ്യണം. അപ്പൊ റൂളർ അതിന് തടസ്സമാണ്. ഇനിയിപ്പോ റൂളറിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് അയാളെ വെറും ഒരു പെൻഷനറാക്കി ഇടും. ക്ലിയർ ആയോ? ബ്രിട്ടീഷിന്റെ പെൻഷൻ വാങ്ങിച്ച് അവിടെ ഇരുന്നു എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ആര് ടേക്ക് ഓവർ ചെയ്യും? ഇപ്പൊ അറ്റ്ലീസ്റ്റ് അവിടെ റൂളർ എങ്കിലും ഉണ്ടല്ലോ. ബാജിറാവു എന്ന് പറയുന്ന വേസ്റ്റ് റൂളർ ആണെങ്കിലും ഉണ്ടല്ലോ. ഓക്കെ, സോ അപ്പൊ അതും എന്ത് ചെയ്യാണ്, മാറ്റിയിട്ട് ഫുൾ കൺട്രോൾ എവിടെ വരുവാണ്, മറാത്താസിലേക്ക് വരാൻ പോവാണ്. അപ്പൊ അതിനുള്ള പ്ലോട്ടാണ് ആരുണ്ടാക്കുന്നത്, ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന് 1813 ചാർട്ടർ ആക്ട് ഒരു കാരണമായി എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ. ആൻഡ് ദ സെക്കൻഡ് റീസൺ ഈസ്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പിണ്ടാരീസ്, സോ ആർമീസ്,
ഉള്ള ആളായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അപ്പോൾ ഈ സോൾജേഴ്സ് എല്ലാം ഒരു കാസ്റ്റിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ അൺഎംപ്ലോയിഡ് ആയി, ദേ ഗോട്ട് അൺഎംപ്ലോയിഡ്. അപ്പോൾ അവർക്ക് ജീവന മാർഗ്ഗമില്ല. അവർ ദേ സ്റ്റാർട്ടഡ് പ്ലണ്ടറിങ് ദി നെയ്ബറിംഗ് ടെറിട്ടറീസ് ആൻഡ് അറ്റാക്കിംഗ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസസ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ബാജിറാവോ 2 എന്തായാലും എന്ത് ചെയ്യും, ഇംഗ്ലീഷുകാരെന്ത് ചെയ്യും, ഏകദേശം തീരുമാനമാക്കും. അപ്പൊ അവസാനമായിട്ട് വേറെ ഒരു വഴിയില്ലാതെ ബാജിറാവോ എന്ത് ചെയ്തു, ഒരു ഫൈറ്റിന് മുതിരുവാണ്. അതാണ് എന്ത്, തേർഡ് ആംഗ്ലോ മറാത്ത വാർ. ഹി നോ വെരി വെൽ ദാറ്റ് ഹി വിൽ ഡെഫിനറ്റ്ലി ലൂസ് ഇൻ വാർ ബിക്കോസ് ബ്രിട്ടീഷേഴ്സ് ആർ മച്ച് മോർ മൈറ്റിയർ ദാൻ ദി മറാത്താസ് at this juncture. And also ഇത്രയും പൈസയും ഇല്ല, യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള പൈസയോ റവന്യൂ അയാളുടെ കയ്യിലില്ല. സോ ജസ്റ്റ് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ വീണ്ടും പെഷവാസ് പുതിയ മറാത്ത കോൺഫെഡറസിയിലുള്ള ഫാമിലീസിനെയൊക്കെ പോയി കണ്ട്, ഗേക്കേവാഡ്, ബോൺസ്ലെ, ഹോൾക്കർ ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ പോയി കണ്ട്, ഇത് നമ്മുടെ എംപയറിന്റെ പ്രശ്നമാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്നും പറഞ്ഞ് ഒരുമിച്ച് നിന്ന് ഒരു ഫൈറ്റ് നടത്തി. ഓക്കെ. സോ ഇയാൾ ആദ്യം എന്ത് ചെയ്തു, പെഷവ ചെന്ന് അയാളുടെ സ്ഥലത്തുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് എന്താണ്, മറാത്ത സ്റ്റേറ്റ്സ് അപ്പോഴേക്കും എന്താണ്, സോ ദേ വർ കൺഫ്യൂസ്ഡ് ആൻഡ് ഇൻഎഫിഷ്യന്റ്. ദേ ഡോണ്ട് നോ ഹൗ ടു ഡു ഓൾ ദീസ് തിങ്സ്, ഹൗ ടു റെസിസ്റ്റ് ദ ബ്രിട്ടീഷ് അറ്റാക്ക് ആൻഡ് ഓൾ. സോ അപ്പോൾ ഇംഗ്ലീഷ് ആ സൈഡിൽ നിന്ന് തുടങ്ങി, ഇംഗ്ലീഷ് എല്ലാം പൊളിക്കാൻ തുടങ്ങി. ഓക്കെ. സോ ഡിഫീറ്റഡ് പെഷവ അറ്റ് ഗിർക്കി ആൻഡ് ബോൺസ്ലേസ് അറ്റ് സിത്താബുൽദി, ഇതൊക്കെ സ്ഥലത്തിന്റെ പേരാട്ടോ, മഹിദ്പൂർ, അതൊക്കെ ഹോൾക്കാർ, അങ്ങനെ ഓരോരോ സ്ഥലത്തും മറാത്ത കോൺഫെഡറസിയിലുള്ള ആളുകളെ ഓരോ ആളുകളെ തെരഞ്ഞു പിടിച്ച് എന്ത് ചെയ്തു, ഇംഗ്ലീഷുകാർ തീർത്തു. ഓക്കെ. സോ അപ്പം എന്ത് ചെയ്തു, ജൂൺ 18 ആകുമ്പോഴത്തേക്കും പെഷവയെ സറണ്ടർ ചെയ്യിപ്പിച്ചു. ഓക്കെ. ഇനി വാറോ റെസിസ്റ്റൻസോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്നും പറഞ്ഞു. ഓക്കെ. ബിക്കോസ് ഇയാൾ പിന്നെ വേറെ ഒരു കുഴപ്പമില്ലല്ലോ, നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ. അറിയാതൊന്ന് പയറ്റി നോക്കിയാണ്, എനിക്ക് പെൻഷൻ തന്നാൽ മതി, ഞാൻ സൈഡ് ആയിക്കോളാം എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ. സോ ദെൻ പെഷവാഷിപ്പ്, ഇനി ഒരൊറ്റ ആളും നീ ഇനി പേരിന്റെ കൂടെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, പെഷവ എന്നൊന്നും പറഞ്ഞ് എന്ത് ചെയ്യണ്ട, നടക്കണ്ട, ഇവിടെ ഞങ്ങളുടെ ഏജന്റ് ആയിട്ട് എന്ത് ചെയ്തോ, പെൻഷനും വാങ്ങി ജീവിച്ചോ എന്നും പറഞ്ഞ് എന്ത് ചെയ്യാണ്, തീരുമാനമാക്കുക. ക്ലിയർ ആയോ? ഓക്കെ. സോ ദാറ്റ് എൻഡഡ്. ഓക്കെ. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ അതെന്ത് ചെയ്തു, ഏകദേശം തേർഡ് ആംഗ്ലോ മറാത്ത വാർ എൻഡഡ്. ആ ഡിഫീറ്റ് എന്ത് ചെയ്തു, 1818 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, മറാത്ത കോൺഫെഡറസി അബോളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറാത്ത ബേസിലായിട്ടുള്ള റൂളേഴ്സ് ഇല്ല. സോ കംപ്ലീറ്റ് ആയിട്ട് ആര് ടേക്ക് ഓവർ ചെയ്തു? ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചേ, 1 മിനിറ്റ്. തീർന്നില്ലേ മറാത്ത വാർ? ഇനി എളുപ്പമല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തുറന്ന് നോക്കിയോ? സ്പെക്ട്രമൊക്കെ വാങ്ങിച്ചോ? ഏതെങ്കിലും ഒരൊറ്റ പുസ്തകം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഹാൻഡ് ഔട്ട്സ് മസ്റ്റ് ആണ് എന്തായാലും, അത് നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ കൂടെ ആഡ് ഓൺസ് കിട്ടുവാണ്, എന്തായാലും യൂസ് ചെയ്യണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫോളോ 1 സിംഗിൾ ബുക്ക്. ബിക്കോസ് മോർ നമ്പർ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ, ഇൻഫർമേഷൻ ഓവർലോഡ് ആവും. വേണമെങ്കിൽ 2 ഫാക്ട് പുതിയതായിട്ട് കിട്ടും, അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും ചെയ്യാൻ പോകുന്നില്ല, പരീക്ഷയ്ക്ക് അതൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സോ ജസ്റ്റ് 1 സിംഗിൾ ബുക്കിൽ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പം നമുക്ക് റിവിഷന് കൂടുതൽ സമയം കിട്ടും. 10 ബുക്ക് വായിക്കുകയാണെങ്കിൽ നമ്മുടെ റിവിഷൻ ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോംപ്രമൈസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മെയിൻസിൽ എഴുതാനും പറ്റില്ല, പ്രിലിംസിൽ ഡെപ്ത് ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ഥിതി വരും. സോ ജസ്റ്റ് ഫോളോ സിംഗിൾ ബുക്ക്. അത് സ്പെക്ട്രം ആണെങ്കിൽ സ്പെക്ട്രം, വിച്ച് വിൽ ബി മച്ച് മോർ ബെറ്റർ. ഐ തിങ്ക് ഓൾ ഇന്ത്യ പ്രിപ്പയർ ചെയ്യുന്ന സ്പെക്ട്രത്തിൽ നിന്നാണല്ലോ മാക്സിമം. സ്പെക്ട്രം എന്ത് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഔട്ട്സ്, ഈ ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ്, ഫൗണ്ടേഷൻ ക്ലിയർ ആയി. ഓക്കെ. പിന്നെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഔട്ട്സ് റെഫർ ചെയ്യുക, അപ്പോൾ കുറച്ചുകൂടെ ബ്ലെൻഡ് ആവും. ശേഷം പിന്നീട് എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് സോഴ്സ് ആയിട്ടുള്ള സ്പെക്ട്രം എന്ത് ചെയ്യുക, എടുക്കുക. പിന്നെ അതിന് ശേഷം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അങ്ങനെ പോയാൽ മതി. ഓക്കെ അല്ലേ? പിന്നെ എന്ത്, ഇപ്പം എത്ര സ്ഥലങ്ങളായി? ബംഗാൾ, മൈസൂർ, ഇനി കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ അടുത്ത ആരാ? സിക്ക് എംപയർ. ഇനി ഓരോന്നും മാപ്പിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി. സിക്ക് അത്രയ്ക്കും പഠിക്കാനില്ല, പെട്ടെന്ന് തീരുന്ന സാധനങ്ങളാണ് ഇനി എല്ലാം വരുന്നത്. ഓക്കെ. അപ്പൊ സിക്ക്, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ്, മ്യാൻമാർ, അതായത് ബർമ്മ, പിന്നെ അഫ്ഗാനിസ്ഥാൻ. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇനി ഓരോ സ്ഥലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്, അനക്സ് ചെയ്യാനായിട്ട് പോകുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ ഇത്രയേ ഉള്ളൂ.
രഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞ ഒരു റൂളർ ഉണ്ടായിരുന്നു. സിഖ് എംപയറിനെ കുറച്ചുകൂടെ കൺസോളിഡേറ്റഡ് ആയിട്ട് ഭരിച്ച ആളാണ്. വെരി പവർഫുൾ റൂളർ ആൻഡ് ഹി ഹാഡ് ആൻ ആർമി ഇൻ ദ ലൈൻസ് ഓഫ് യൂറോപ്യൻ ആർമിയുടെ അതേ സ്റ്റാൻഡേർഡ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്രഞ്ചുകാരുടെ സഹായത്തോടുകൂടി കുറെ യൂറോപ്യൻസിനെയൊക്കെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് അയാളുടെ ആർമി എന്ത് ചെയ്തു, യൂറോപ്യൻസിന്റെ ലെവൽ അല്ലെങ്കിലും ആ ലെവലിൽ എന്ത് ചെയ്തു, ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത് സെറ്റായിരിക്കുകയാണ്. അപ്പൊ സിഖുകാർക്ക് രഞ്ജിത് സിംഗ് ഉള്ളവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു പരിപാടിയും ഇംഗ്ലീഷുകാർക്ക് അവിടെ പോവാനോ എടുക്കാനോ തലവേദനയാണ്. ഓക്കെ, സോ ദേ ഡിഡ്ന്റ് ട്രൈ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് രഞ്ജിത് സിംഗിന് കുറെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരത് ഏറ്റെടുത്തു. അപ്പൊ അത് ഏറ്റെടുത്തപ്പോൾ പിന്നെ അവർക്കിടയിൽ കുറേ അധികം പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ദാറ്റ് വിൽ ഓൾസോ സ്റ്റഡി ഇൻ മിഡീവൽ. സിഖ് എംപയറിന്റെ റെവല്യൂഷനൊക്കെ നമ്മൾ മിഡീവലിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് മാത്രം അറിഞ്ഞാൽ മതി. രഞ്ജിത് സിംഗ് ഉള്ളവരെ ബ്രിട്ടീഷ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇൻവേഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ആകെ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയത് ഒരു ട്രീറ്റി ഓഫ് അമൃത്സർ എന്ന് പറയുന്നത് സൈൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ക്ലിയർ ആയോ? അത് മാത്രമേ സൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഇവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ കൊടുത്തു. ബട്ട് ഇവൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത്രയും സ്ഥലങ്ങൾ ഒരാളെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? വെറുതെ ഈ സ്ഥലങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഒരു യുദ്ധം നടക്കണമല്ലോ. അവിടത്തെ ഇരിക്കുന്ന ആൾ വെറുതെ എന്നാ വന്നോ എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കില്ലല്ലോ. സോ സം സോർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ് ഈസ് ഹാപ്പനിങ് അല്ലേ? അപ്പൊ അതിനൊരു റീസൺ വേണ്ടേ? റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇന്ത്യ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, സങ്കല്പിക്കാം. ഫൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഫുള്ള് ഹിമാലയാസ് അല്ലേ? ഇവിടുന്ന് ഇൻവേഷൻ എന്ത് ചെയ്യില്ല, വരാൻ ചാൻസ് ഇല്ല. വെരി ഡിഫിക്കൽട്ടാണ് ടെറൈന്. മൗണ്ട് എവറസ്റ്റ് ഒക്കെ കയറി വരുമോ ഇത്രയും ട്രൂപ്സ്? അത്രയും ടെറൈന് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഇൻവേഷൻ വരില്ല. ലെസ് നമ്പർ ഓഫ് പീപ്പിൾ ക്യാൻ ഓൾസോ കം. അപ്പോൾ ആ പോസിബിലിറ്റി ഇല്ല. ഇവിടെയാണെങ്കിൽ എന്താണ്, ബേ ഓഫ് ബംഗാൾ അല്ലേ, അറേബ്യൻ സീ അല്ലേ, ഇന്ത്യൻ ഓഷൻ അല്ലേ, കടലിന്റെ കോസ്റ്റൽ റീജിയൻ ഏകദേശം 7500 കൂടുതൽ കിലോമീറ്റർ, 7600 കിലോമീറ്ററോളം കോസ്റ്റൽ ബെൽറ്റ് ഉണ്ട് ആർക്ക്, നമുക്ക് ഇന്ത്യക്കാർക്ക്. ഓക്കെ, അപ്പൊ ബ്രിട്ടന്റെ സ്ട്രെങ്ത് നേവിയാണ്. നേവി ഇൻ ദ സെൻസ് ബ്രിട്ടൻ നിങ്ങളെ മാപ്പിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവർക്ക് ചുറ്റും വെള്ളമാണ്, ലാൻഡ് ബൗണ്ടറി ഇല്ല. ലാൻഡ് ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട് വാട്ടേഴ്സിലൂടെ മാത്രമേ UK എന്ത് ചെയ്യുള്ളൂ, ആർക്കെങ്കിലും വരാൻ പറ്റുള്ളൂ. ദേ ആർ നോട്ട് ഹാവിങ് ഡയറക്റ്റ് ലാൻഡ് ബൗണ്ടറി. വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ അവർക്ക് അവരുടെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കടക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അയർലൻഡ് ഒക്കെ ഉണ്ട് അടുത്ത്. പക്ഷെ എന്നാലും ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഈ വാട്ടർ വേസിലൂടെ മാത്രമാണ് അവർക്ക് അറ്റാക്ക് വരിക. സോ ഫോർ ദെയർ പ്രൊട്ടക്ഷൻ ദേ മെയ്ഡ് ദെയർ നേവി വെരി സ്ട്രോങ് ഫോർ ദെയർ കൺട്രി. ഓക്കെ, അപ്പൊ ഈ അന്ന് കാലത്തെ ഏറ്റവും ബെസ്റ്റ് നേവി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഈ സൈഡ് ആർക്ക് നോക്കണ്ട, ഒരുത്തരം എന്ത് ചെയ്യില്ല, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദ കിങ്ഡംസ് ഈ സൈഡ് ആരുടെ കയ്യിലായി, ബ്രിട്ടന്റെ കയ്യിലായി. ഓക്കെ, ഈ സൈഡൊന്നും അവരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, എന്നാലും സേഫ്റ്റിക്ക് ഒരു ടിബറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെല്ലെ അനക്സ് ചെയ്യും ലേറ്റർ. ആൻഡ് ഓൾസോ ഇവിടുത്തെ മ്യാൻമാർ അറിയില്ലേ, ഈ സൈഡ് നോർത്ത് ഈസ്റ്റിലേക്ക് മ്യാൻമാറോ അനക്സ് ചെയ്യും, ബർമ. ഓക്കെ, ബിയോണ്ട് ദാറ്റ് അവരുടെ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1800s എന്ന് പറയുന്നത് 1805 ഫ്രാൻസിൽ നെപ്പോളിയൻ എന്ത് ചെയ്തു, വരുവാണ് റൂളറായിട്ട്. ഓക്കെ, അപ്പൊ നെപ്പോളിയൻ ശപഥം എടുത്തിരിക്കുന്നത് ഒരു സ്ഥലത്തും രാജാക്കന്മാരെന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. ഐ വിൽ മേക്ക് എവറി കൺട്രി റിപ്പബ്ലിക്, ഐ വിൽ ബിക്കം ലിബറേറ്റർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഞാൻ എല്ലാവരെയും എന്ത് ചെയ്യും, മോചിപ്പിക്കും രാജഭരണത്തിൽ നിന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും യുദ്ധം ചെയ്യാനായിട്ടൊക്കെ ആഹ്വാനം ചെയ്യാണ് നെപ്പോളിയൻ. സോ അപ്പൊ ഒരു ഹ്യൂജ് ഫിഗർ ആക്കി മാറ്റി യൂറോപ്പിൽ. ഓക്കെ, സോ ലേറ്റർ എന്ത് ചെയ്തു, പുള്ളി പവർ ടേസ്റ്റ് ചെയ്തു, എന്ത് ചെയ്തു, പുള്ളി രാജാവാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നിങ്ങൾ ലിബറേറ്റർ ആയിരുന്നില്ലേ, നിങ്ങൾ ഇപ്പൊ എന്താ മാറുന്നത് ചോദിക്കുമ്പോൾ, നോ, ഐ ഹാവ് ടേസ്റ്റഡ് ദ പവർ, ഐ കനോട്ട് ലിവ് ദിസ്. ഇത് കൊള്ളാം പരിപാടി. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്തു, നെപ്പോളിയൻ എല്ലാ സൈഡിലേക്ക് ഇൻവേഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ബ്രിട്ടീഷേഴ്സ് വർ ആന്റിസിപ്പേറ്റിംഗ് ആൻ ഇൻവേഷൻ ഫ്രം ദ സൈഡ് ഓഫ് നെപ്പോളിയൻ. ഓക്കെ, അപ്പൊ ഇൻവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള എല്ലാ ഇൻവേഷൻസും എവിടുന്നാണ് വന്നിരിക്കുന്നത്, നോർത്ത് വെസ്റ്റ് നിന്നാണ്. ഓക്കെ, ആര്യൻസ് വേദിക് ഏജിൽ ഭേദം കൊണ്ടുവരുന്നില്ലേ, അതും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആളുകളാണ് ആര്യന്മാരെന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻസ്, വി ആർ മച്ച് മോർ ഇന്ത്യൻസ് കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യൻസ്. നമ്മളാണ് ആദ്യം, ദ്രവിഡിയൻസ് ആണ് ആദ്യം കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മളാണ് മോർ ഇന്ത്യക്കാർ കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യൻസ്. അവർ തിരിച്ചല്ലേ പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ്. അപ്പൊ ആര്യന്മാർ വരുന്നത് എവിടെ നിന്നാണ്, സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ്. ക്ലിയർ ആയോ? അത് കഴിഞ്ഞ് എല്ലാ ആളുകളും വരുന്നത് എന്താണ്,
അവിടെ നിന്നാണ്, നോർത്ത് വെസ്റ്റ് നിന്നാണ് വരുന്നത്. ഹ്യൂൺസ്, സൈത്യൻസ്, പാർത്യൻസ്, പിന്നെ കുറെ ടീംസ് ഉണ്ട്. പേർഷ്യൻസ്, അലക്സാണ്ടർ വരുന്ന അവിടെ നിന്നാണ്. അലക്സാണ്ടർ പക്ഷെ ഇൻവേഡ് ചെയ്തില്ല, അപ്പോഴേക്കും സ്ഥിതിഗതികൾ മാറി. എനിവേ, സോ അപ്പൊ കുറെ ഇൻവേഷൻസ് നടക്കുന്ന ഈ സൈഡിൽ നിന്നാണ്. അപ്പൊ ദേ ആർ ആന്റിസിപ്പേറ്റിംഗ് ദാറ്റ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് കുറെ പാസുകൾ ഉണ്ട്. കൈബർ, ബോലൻ എന്നൊക്കെ പറഞ്ഞ കുറെ പാസുകൾ ഉണ്ട്. ഇപ്പൊ പാസുകൾ കടന്നവന്മാർക്ക്, പാസ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് മല അങ്ങനെ എന്ത് ചെയ്യുന്നു, ചെറിയൊരു ലീവേ ഉണ്ടാവും. അപ്പൊ ഇത് കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ ഇരിക്കും. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും മൗണ്ടെയിൻ ആയിരിക്കും. ഈ മൗണ്ടെയിൻ ഇങ്ങോട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സൈഡാണ്. അപ്പൊ അതൊരു പ്ലെയിന് പോലെ കിടക്കും. അതിൽ കൂടെ എന്ത് ചെയ്യാം, പാസ് ചെയ്ത് കയറാം. ക്ലിയർ, അതാണ് പാസ്. സോ അപ്പൊ അതിൽ കൂടെ വരാം. വൾണറബിൾ ആണ് സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന സ്ഥലമല്ലേ. അപ്പൊ അത് അവിടെ വേറെ ആരെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്രഞ്ചുകാർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ഓക്കെ, അപ്പോ ഒരു മതിൽ തീർക്കണം. എവിടെ, ഇവിടെ. ഓക്കെ, ഇപ്പൊ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, അവിടെ കുറെ ബഫർ സ്റ്റേറ്റുകൾ ഉണ്ടാക്കണം. ബഫർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നോ, എന്താണ്, നമുക്ക് കിട്ടുന്ന അടി വേറൊരാളെ വെച്ചിട്ട് എന്ത് ചെയ്യുക, തടസ്സപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് വീണ്ടും അടിക്കുക. അങ്ങനെ ക്ലിയർ ആയി. അപ്പൊ ഇവരുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് വെസ്റ്റിലുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. സിഖ് അവിടെ കിടക്കുന്നത്, പഞ്ചാബ് അല്ലേ, രഞ്ജിത് സിംഗിന്റെ പഞ്ചാബ് അവിടെയാണ്. അഫ്ഗാനിസ്ഥാൻ കുറച്ചുകൂടെ മുകളിലാണ്. പാകിസ്ഥാൻ ഏരിയ ഒക്കെ അവിടെ പെടും, നോർത്ത് വെസ്റ്റിൽ പെടും. ഈ ഏരിയ ഒക്കെ എന്ത് ചെയ്യണം, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം, എടുക്കണം. റീസൺ ഇസ് ദാറ്റ് എന്താണ്, ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ ബഫർ. ബഫർ മീൻസ് എന്താണ്, ഒരു ഇൻവേഷൻ നെപ്പോളിയന്റെ സൈഡിൽ നിന്നോ റഷ്യൻസും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നവര്, റഷ്യൻസും ഇൻവേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പേർഷ്യൻസോ റഷ്യൻസോ നെപ്പോളിയനോ ഒക്കെ ഇൻവേഡ് ചെയ്ത് വരുമ്പോ വാട്ട് വിൽ ഹാപ്പൻ, ഇവിടെ എന്ത് ചെയ്യണം, ഒരു ബഫർ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. സോ ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ ബഫർ. ഓക്കെ, അപ്പൊ ഇവർക്ക് ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അകത്ത് കിടക്കാതെ എന്ത് ചെയ്യണം, ഇവിടുന്ന് തന്നെ തല്ലുകൂടിയിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞു വിടണം. മനസ്സിലായോ? ഓക്കെ, ദാറ്റ് ഈസ് ദ ഐഡിയ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, അപ്പൊ ഇത് ബഫർ ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ പോയി ഈ രാജാവിന്റെ അടുത്തൊന്നും എന്ത് ചെയ്തിട്ടില്ല കാര്യമില്ല, അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് കുറച്ച് ആർമീനെ തരാൻ, നീ ഇവിടെ നിർത്തിക്കോ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാലൊന്നും അവർക്ക് കമാൻഡ് ചെയ്യാൻ പറ്റില്ല, അതിനനുസരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഇൻസ്റ്റഡ് ക്യാപ്ചർ ദ ലാൻഡ്. ക്ലിയർ ആയോ? ആ ലാൻഡ് പിടിക്കുക, ബാക്കി എന്ത് ചെയ്യോ, ബാക്കി കളി ബ്രിട്ടീഷും വരുന്ന ആളുകളും തമ്മിലല്ലേ. അപ്പൊ ഈ സൈഡിൽ നിന്ന് എന്ത് ചെയ്തു, ഫുള്ള് ഇവിടുന്ന് ഒരു ഫെൻസ് തീർക്കാൻ പറ്റില്ലേ. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടുന്ന് അറ്റാക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പനി ട്രൂപ്സ് മെസ്സേജ് എവിടേക്ക് പോവും, ആദ്യം ഇവരുടെ കമ്പനിക്ക് പോവും. അവിടുന്ന് എവിടേക്ക് പോവും, ബംഗാളിൽ നിന്ന് പോവും, അവിടുന്ന് മദ്രാസിൽ നിന്ന് പോവും. അപ്പൊ ഇവിടുന്ന് ഫുള്ള് ട്രൂപ്സും വന്നിട്ട് എവിടേക്ക് വരാം. അപ്പൊ ആദ്യം വരെ കുറച്ചു നേരം ഇവിടെ പിടിച്ചു നിർത്താനെങ്കിലും എന്ത് ചെയ്യും, പറ്റും. റാദർ പിന്നീട് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഫുൾ ട്രൂപ്സിനെ എവിടെ കൊണ്ടു നിർത്തിയാൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് റെസിസ്റ്റൻസ് മനസ്സിലായോ, ഫസ്റ്റ് കോണ്ടാക്ട് ഇവരായിട്ട് അടി ഉണ്ടാക്കിയിട്ട് പിടിച്ചു നിർത്താനെങ്കിലും പറ്റും അവിടുന്ന്. ബാക്കി അപ്പോഴത്തേക്കും ഈ ആർമിയൊക്കെ എവിടെ വന്ന് ക്യാമ്പ് ചെയ്യും. മനസ്സിലായോ? ദേ വിൽ ഗെറ്റ് എ ടൈം. ഓക്കെ, അപ്പൊ ആ അറ്റാക്ക് വരുന്ന ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കേറിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? സോ അപ്പോ അതെന്ത് ചെയ്യുന്നു, ദാറ്റ് വാസ് ദ പ്ലാൻ. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, ആദ്യം സ്ഥലം ആരുടെ കിട്ടണം, ബ്രിട്ടീഷ് ആരുടെ കിട്ടണം. ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പൊ അതിനാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സ്ഥലവും എന്ത് ചെയ്യുന്നത്, അനക്സ് ചെയ്യുന്നത്. പിന്നെ ആസ് യൂഷ്വൽ റവന്യൂ ഉറപ്പായിട്ടും കിട്ടും, കാരണം അവിടുത്തെ ജനങ്ങളിൽ തന്നെ പിരിക്കാം, അവിടുത്തെ റിസോഴ്സസ് എടുക്കാം. ദാറ്റ് ഈസ് ഓക്കെ, കൊളാട്രൽ ബെനിഫിറ്റ്സ് അതൊക്കെ ഉണ്ടാവും. ഇതാണ് എന്ത്, സ്ട്രാറ്റജി. മനസ്സിലായോ? ഓക്കെ, അല്ലാതെ വെറുതെ പ്രാന്തായിട്ട് എന്നാ പിന്നെ ഇത് അങ്ങോട്ട് എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് എല്ലാം എന്ത് ചെയ്യുന്നത്, പോകുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, സോ അപ്പൊ അതേ ഇതിലും പഠിക്കാനുള്ളൂ. ഇതാണ് ക്രക്സ്. ബാക്കിയൊക്കെ അതിൽ അറേഞ്ച് ചെയ്ത് വരുന്ന സാധനമാണ്, അതാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഒന്ന് Russian influence in Central Asia, that is a threat for Britishers. Russians can invade. Okay, അതൊരു threat ആണ്. It was a PYQ in 2018. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ അനക്സേഷൻസ് ഒക്കെ, സബ്സിഡറി അലയൻസ് പോലുള്ള പോളിസീസ് എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്തത്, കൊണ്ടുവന്നത് എന്നായിരുന്നു ചോദ്യം. കൊണ്ടുവന്നത് എന്തിനാ? ഇപ്പൊ നോക്ക്, ഒരു സ്ഥലത്ത് മാത്രമുള്ള ആർമി അവരുടെ ക്യാമ്പുകളിൽ മദ്രാസിലും ബംഗാളിലും ബോംബെയിലും മാത്രം ക്യാമ്പ് ചെയ്തിരുന്ന ആർമി, ബ്രിട്ടീഷ് ആർമി ഇപ്പൊ എവിടെയായി? മൈസൂർ, മറാത്താസ് അല്ലേ, ബംഗാൾ, പിന്നെ ഇപ്പൊ നോർത്ത് വെസ്റ്റ് ഈ സ്ഥലങ്ങളൊക്കെ പിടിക്കും, സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യ പിടിക്കും. ഇപ്പൊ എല്ലാവിടെയും സബ്സിഡറി അലയൻസ് സൈൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവിടെയും ആരുടെ ആർമിയായി? അപ്പൊ അവർക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈസിലി എവിടേക്ക് കൊണ്ടുവരാം ട്രൂപ്സിനെ? ഓൾ ഓവർ ഇന്ത്യ their troops are stationed. Yes or no?
മനസ്സിലായോ? അതാണ് സ്ട്രാറ്റജി. ക്ലിയർ ആയോ? സോ ദാറ്റ്സ് വൈ ദേ ആർ അനെക്സിങ് ഈച്ച് ആൻഡ് എവറി ലാൻഡ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ അപ്പൊ അതാണ് സ്ട്രാറ്റജി. അപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ ഈ സിക്ക് ഒരു ബഫർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ ഇവര് ഒരു ട്രീറ്റി ഓഫ് അമൃത്സർ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആരെ കൊണ്ട്? രഞ്ജിത് സിംഗിനെ കൊണ്ട്. രഞ്ജിത് സിംഗ് കൂടുതൽ എക്സ്പാൻഷന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. രഞ്ജിത് സിംഗിനെ പിടിച്ചിട്ട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ അകത്തൂടെ ഞങ്ങൾക്ക് ട്രൂപ്സിനെ കടത്തിവിടാനുള്ള അധികാരം തരണം എന്ന് എന്ത് ചെയ്യുന്നു? രഞ്ജിത് സിംഗിനോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിലേക്ക് ഞങ്ങൾ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അഫ്ഗാൻ ഞങ്ങൾ പിടിക്കാൻ പോവാണ്, അത് നമുക്കൊരു ബഫറായിട്ട് നിർത്താൻ പോവാണ്. സിക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല, രഞ്ജിത് സിംഗ് ഇവിടെ ഉണ്ടല്ലോ, സോ യുവർ ആർമി ഈസ് ഓക്കെ. ബട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? അഫ്ഗാൻ ഒരു ബഫറാക്കാൻ പോവാണ്. സോ അപ്പൊ ട്രൂപ്സ്, നിങ്ങളുടെ രാജ്യത്തിൽ കൂടെ ഞങ്ങളുടെ ട്രൂപ്സ് കടന്നു പോവുകയും വാറ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. രഞ്ജിത് സിംഗ് ഇനീഷ്യലി സമ്മതിക്കുന്നില്ല. ഓക്കെ, സോ അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നിങ്ങളുടെ ഉള്ള സിക്ക് ടെറിട്ടറി സറ്റ്ലജ് എന്ന് പറയുന്ന റിവറിന്റെ ആ സൈഡ് വരെയാണ് ബൗണ്ടറി ഇപ്പൊ ഉള്ളത്. ഓക്കെ, നിങ്ങൾ നോർത്ത് വെസ്റ്റിലേക്ക് കൂടുതൽ എന്ത് ചെയ്യണ്ട? എക്സ്പാൻഡ് ചെയ്യണ്ട. ആരോടാ പറയുന്നത്? മനസ്സിലായോ? ഓക്കെ, രഞ്ജിത് സിംഗിനോട്. അപ്പൊ രഞ്ജിത് സിംഗ് ആലോചിച്ചു, പിന്നെന്താണ്, ഇംഗ്ലീഷുകാർ അത്രയും സ്ട്രോങ് ആണ്, അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ഒരു വാറിലേക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും. രഞ്ജിത് സിംഗ് സൈൻ ആയിട്ട് എന്നാ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ടേക്ക് പിടിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കാശ്മീർ, മുൾത്താൻ ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? രഞ്ജിത് സിംഗ് കുറെ മൈൻഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ ആയോ? അപ്പൊ അതാണ് ട്രീറ്റി ഓഫ് അമൃത്സർ എന്ന് പറയുന്നത്. അത് രഞ്ജിത് സിംഗിന്റെ ബൗണ്ടറി സറ്റ്ലജ് റിവർ ആണെന്ന് എന്ത് ചെയ്തു? കൃത്യമായിട്ട് ബ്രിട്ടീഷുകാർ അയാളോട് പറഞ്ഞു. അത് ആരും അംഗീകരിച്ചു? രഞ്ജിത് സിംഗും അംഗീകരിച്ചു. പിന്നീട് നോർത്ത് വെസ്റ്റിലേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടില്ല? രഞ്ജിത് സിംഗ് പോയിട്ടില്ല. മനസ്സിലായോ? ഞാനിങ്ങനെ സ്പീഡായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ? ജസ്റ്റ് പിക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? പുതിയതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ചില ടെർമിനോളജീസ് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സ്പീഡ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് their idea. Up 1845, after the death of Ranjit Singh, lot of turmoil happened inside the Sikh empire. Okay, സിഖുകാര് ഈ രഞ്ജിത് സിംഗിന്റെ കേസിൽ മിസിൽസ് എന്ന് പറയുന്ന, അതായത് സിഖുകാര് ബേസിക്കലി പാവം, നല്ല സമാധാന പ്രിയരാണ്. ഓക്കെ, സോ നിങ്ങൾ ഗുരു ഗ്രന്ഥ് സാഹിബ് ആരാ? എന്താ സാധനം? എന്താ സിഖുകാരുടെ? ഓക്കെ, സോ ഫ്രം ഒരു 10 ഗുരുക്കന്മാരുണ്ട്. ആർക്ക്? സിഖ് ഗുരുക്കന്മാര്. അപ്പൊ ഇനീഷ്യലി ഒരാൾക്ക് എൻലൈറ്റ്മെന്റ് കിട്ടി. ഓക്കെ, പുഴയിൽ മുങ്ങി കുളിക്കുമ്പോ. ഓക്കെ, സോ അങ്ങനെ 10 ഗുരുസ് വരുന്നുണ്ട്. ഗുരു നാനക്ക് തൊട്ട് തുടങ്ങുകയാണ്. ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥമാണ്. ഓക്കെ, അപ്പൊ 10 ആളുകളുണ്ട്. ഈ 10 ആളുകളിലേക്ക് കുറെ കൂടെ ലേറ്ററിലേക്ക് വരുന്ന സമയത്ത് സിഖുകാർക്ക് കൂടുതൽ അറ്റാക്ക് വരാൻ തുടങ്ങി. സിഖുകാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിഖ് റിലീജിയൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഹിന്ദുയിസത്തിന്റെ ഒരു മിക്സ് ആണ്, ഒരു ബ്ലെൻഡാണ് സിഖ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് 5 കാര്യങ്ങൾ എപ്പോഴും കൊണ്ടു കിടക്കണം എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. എന്താണ്? ഒന്ന് കത്തിയാണ്. അവർക്ക് ലീഗലി ഇന്ത്യയിൽ ക്യാരി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോക്രോച്ച് പാർട്ടിയുടെ പരിപാടികളിൽ സിഖുകാർ ഇറങ്ങിയെന്നും പറഞ്ഞ വാളൊക്കെ എടുത്തിട്ട് ടീംസ് ഒന്നും ചെയ്യാതിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ക്യാൻ ക്യാരി അക്കോർഡിംഗ് ടു അത് റിലീജിയസ് റൈറ്റ്സ് ആണ്. ദേ ക്യാൻ ക്യാരി ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മൈറ്റ് ഹാവ് ട്രെയിൻഡ് ഇൻ മാർഷൽ ആർട്സ്. ഈ ഹൈറ്റിലൊക്കെ എന്ത് ചെയ്യും? ചാടുകയൊക്കെ ചെയ്യും. ദാറ്റ് മീൻസ് അവർ വാരിയർ കമ്മ്യൂണിറ്റി ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? കാരണം ഇവർ പീസ്ഫുൾ ആയതുകൊണ്ട് ഇവർക്ക് കുറെ അറ്റാക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഗ്രാജുവലി ഇവരുടെ മതം തന്നെ, മതപണ്ഡിതന്മാരെ തീരുമാനിച്ചു, ഇതിപ്പോ പീസ്ഫുൾ ആയിരുന്നതിന് ഈ ലാൻഡ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? പോയി കിട്ടും. ഓക്കെ, സോ അപ്പൊ ഇതൊരു റിലീജിയസ് പ്ലസ് ഒരു വാരിയർ കമ്മ്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യണം? നിലനിൽക്കണം. എന്നാലേ നമ്മുടെ ലാൻഡിനെയും നമ്മുടെ സംഭവത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് എന്ത് ചെയ്തു? പിന്നീട് ഒരു വാരിയർ കമ്മ്യൂണിറ്റി ആയി മാറുകയാണ്. ഓക്കെ, മുഗൾസ് ആയിട്ട് സ്ഥിരം അടിയാണ്. ലേറ്റർ മുഗൾസ് ആകുമ്പോഴത്തേക്കും ഭയങ്കര അടിയാവും. അപ്പൊ മുഗൾസ് മിക്കവാറുള്ള ഗുരുക്കന്മാർ, അവസാനത്തെ ഗുരുക്കന്മാരെയൊക്കെ തട്ടിയിരിക്കുന്നത് മുഗൾസ് ആണ്. അവരുടെ കോർട്ടിലേക്ക് കൊണ്ടുവരും, തല ഛേദിക്കും, അങ്ങനെയാണ്. അപ്പൊ ഗുരു ഗോബിന്ദ് സിംഗോട് കൂടി അടുത്ത് പിന്നെ ഒരു 10 ആ ലീനിയേജിൽ പിന്നെ ഒരു ഗുരുവായിട്ട് ആരെയും കാണുന്നില്ല. പിന്നീട് എഴുതപ്പെട്ടത് ആ ഗ്രന്ഥമാണ്. മനസ്സിലായില്ലേ? അപ്പൊ 10 ഗുരുക്കന്മാരുണ്ട് സിഖുകാർക്ക്. ഈ 10 ഗുരുക്കന്മാർക്ക് അവസാനത്തെ ഗുരു ഗോബിന്ദ് സിംഗിന് ശേഷം പിന്നീട് ഒരു പേഴ്സൺ ഇല്ല, വ്യക്തിയില്ല. അതോടുകൂടി തീർന്നു അവരുടെ മതപ്രകാരം. ക്ലിയർ ആയോ? അതിനുശേഷം അവരെല്ലാം ഈ 10 ആളുകളും കൂടെ രചിച്ച ഗ്രന്ഥമാണെന്ത്? അതാണ് അവരെ നയിക്കുന്ന സാധനം. അതിലെല്ലാം ഉണ്ട്. ക്ലിയർ ആയോ? സോ അതാണ് കോഡിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന റിലീജിയൻ. മനസ്സിലായോ? ഓക്കെ,
സോ അപ്പൊ ഇങ്ങനെയാണ്. ഇവരെന്ത് ചെയ്തു? ഇവർ ഈ മിലിറ്ററി കോമ്പാക്റ്റുകളിലേക്ക് പങ്കെടുക്കുന്ന സമയത്ത് കുറെ മിസൈൽസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു വാരിയർ കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയല്ലോ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ മിസൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വാരിയേഴ്സ് ആണ്, ഗ്രൂപ്പ് ഓഫ് ട്രെയിൻഡ് വാരിയേഴ്സ് ആണ്. കുറെ മിസൈൽസ് ഉണ്ട്. സുഖിയർ ചാക്യ എന്ന് പറയുന്ന ഒരു മിസൈൽസ് ഉണ്ട്, ആ മിസൈൽ ഉണ്ട്. അപ്പൊ മിസൈലിലെ ഒരാളാണ് രഞ്ജിത് സിംഗിന്റെ ഫാദർ തൊട്ട് ആ ലീനിയേജിൽ വരുന്ന ആളുകളാണ്. കുറെ ഉണ്ട്, അഹുലുവാലിയ, അങ്ങനെ കുറെ മിസൈൽസിന്റെ ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, സോ ഇതാണെന്ത് ഇവരുടെ പരിപാടി. അപ്പൊ അതിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മിസൈലിലെ ആളാണ് രഞ്ജിത് സിംഗിന്റെ ഫാദർ. അതിനുശേഷം രഞ്ജിത് സിംഗ് അറ്റ് ദ വെരി യങ് ഏജ് ഇറ്റ്സെൽഫ് ഹി ബിക്കേം ദി emperor. Okay, so he started protecting the kingdom. ഈ കുറേ വാറുകൾ നടത്തുന്നുണ്ട്, എല്ലാത്തിലും വിക്ടോറിയസ് ആണ്. ക്ലിയർ? ഓക്കെ, ആൻഡ് ആർമി ഇതേ പറഞ്ഞ പോലെ അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ ടിൽ ദി ഡെത്ത് ഓഫ് രഞ്ജിത് സിംഗ് നത്തിങ് ഹാപ്പൻഡ്. ഓക്കെ, സോ ബ്രിട്ടീഷ് ആയിട്ട് നല്ല കോർഡിയൽ റിലേഷനിലായിരുന്നു. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തു? ഈ മക്കൾ തമ്മിൽ അടിയാവാൻ തുടങ്ങി. ലേറ്റർ എന്ത് ചെയ്തു? പ്രശ്നമായി. ഓക്കെ, അപ്പൊ കുറച്ച് ട്രീറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. രഞ്ജിത് സിംഗ് ഓക്കെ മരണശയ്യയിൽ കിടക്കുന്നു. ആരാണ് ഇനി അടുത്ത് വരുന്നതെന്നുള്ളതാണ്. അപ്പൊ അത് തമ്മിൽ അടിയാവുന്നു. ഈ ആളുകൾ തമ്മിൽ തന്നെ അടിയാണ്. സോ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ എന്ന് പറയുന്നത് ഇതേപോലെ എന്ത് ചെയ്യുന്നു? കമ്പനിയും പട്ടാളവും കൂടിയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് അവർ ഈ സ്ഥലം അനക്സ് ചെയ്യാനായിട്ടൊരു പ്ലാൻ ചെയ്യുന്നു. കുറെ കൂടെ സ്ഥലങ്ങളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വേറെ വഴിയില്ല, സിഖ് എക്സ്പാൻഷൻ അവർ സഹായിക്കുന്നില്ല. സറ്റ്ലജ് വരെയാണ് എന്ത് ചെയ്യുന്നത്? ബൗണ്ടറി ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ട്രീറ്റി ഓഫ് അമൃത്സർ പ്രകാരം. ഓക്കെ, ഈ രഞ്ജിത് സിംഗിന്റെ ലീനിയേജിലുള്ള ആളുകൾ സറ്റ്ലജ് കടന്നു. ഓക്കെ, സറ്റ്ലജ് കടന്നപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ട്രീറ്റി ബ്രേക്ക് ചെയ്തു. വി ആർ ഗോയിങ് ഫോർ എ വാർ എന്ന് പറഞ്ഞ് സിഖുകാരോട് ഒരു വാറിന് വരികയാണ്. അതാണ് ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, ഒബിയസ്ലി എന്ത് ചെയ്തു? സിഖുകാർ വലിയൊരു ഡിഫീറ്റ് ആണ് എന്ത് ചെയ്ത് നടത്തിയത്. അപ്പൊ ട്രീറ്റി ഓഫ് ലാഹോർ എന്ന് പറയുന്ന ഒരു ട്രീറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷ് ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം തീർന്നു. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാറോട് സിഖിന്റെ കാര്യമൊക്കെ തീരുമാനമായി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ പിന്നീട് എന്ത് ചെയ്തു? സബ്സിഡറി അലയൻസ് പോലെ സൈൻ ചെയ്യിപ്പിച്ചിട്ട് അവിടെ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ, ഒരു ഏജന്റിനെ അവിടെ ഇരുത്തിയിട്ട് ബാക്കിയുള്ള ആളുകളെയൊക്കെ ഡമ്മിയായിട്ട് ബ്രിട്ടീഷുകാരനെ എല്ലാം ക്യാരി ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷ് ട്രൂപ്സിനെയും സിക്കിൽ എന്ത് ചെയ്തു? വിന്യസിച്ചു. ലേറ്റർ പിന്നെ അടുത്ത ജനറേഷൻ ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ, സോ അഗെയിൻ അതാണ് സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജനറേഷനിൽ വന്ന ആളുകൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നു. ഓക്കെ, അഗെയിൻ സോ ദ ഗവർണർ ഓഫ് മുൾട്ടാൻ വാസ് നോട്ട് ആക്ച്വലി റെസ്പോണ്ടിങ് ടു ദ കമ്പനി ഡിമാൻഡ്സ് ആൻഡ് ഓൾസോ ദേ പ്ലാൻഡ് ഫോർ എ വാർ. ഓക്കെ, അപ്പൊ ഇവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് കേൾക്കാൻ വയ്യ. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് 1848 മുതൽ 1856 വരെ ഈ അണ്ണനാണ് എന്ത് ചെയ്യുന്നത്? ഗവർണർ ജനറൽ ആയിട്ട് വരുന്നത്, ഡൽഹൌസി. He introduced an expansionary policy or annexation policy called as Doctrine of Lapse. ഓക്കെ, ഡോക്ടർ ഓഫ് ലാപ്സ് പ്രകാരം എന്താണ്? ഓരോ സ്ഥലങ്ങളും എടുക്കാനാണ് ആളുടെ പ്ലാൻ. സബ്സിഡറി അലയൻസ് പോയി പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടു, ദത്തവകാശ നിരോധന നിയമം. ഓക്കെ, നമ്മുടെ ഝാൻസി റാണി അതിന്റെ ഏരിയയാണ്. ഓക്കെ, എന്താണ്? മേ അപ്നി ജാൻസി നഹി ദൂങ്കി എന്നൊക്കെ പറയുന്നില്ലേ? എന്താണ്? മണികർണിക എന്ന് പറഞ്ഞ സിനിമയൊക്കെ, കങ്കണ റണൌത്തിന്റെ. ഓക്കെ, സോ എന്താണ്? ലേറ്റർ അതായത് സ്വന്തം ചോരയിൽ എന്ത് ചെയ്യണം? ഒരു മകൻ ഉണ്ടെങ്കിൽ ആ മകന് മാത്രമേ ആ ടെറിട്ടറിയിൽ രാജാവാൻ പാടുള്ളൂ. ഓക്കെ, മകനില്ലാത്ത ദമ്പതികൾ വേറെ ഏതെങ്കിലും അനുജന്റെയോ അല്ലെങ്കിൽ ബ്രദേഴ്സിന്റെയോ മകനെ എന്ത് ചെയ്യാൻ പറ്റൂല? അഡോപ്റ്റഡ് സൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അടുത്ത റൂളർ ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിനും ബ്രിട്ടീഷുകാരുടെ പെർമിഷൻ വാങ്ങിക്കണം എന്നാണ് ആര് പറയുന്നത്? ഡൽഹൌസി ഉണ്ടാക്കിയ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന നിയമം പറയുന്നത്. ദത്തവകാശത്തെ നിരോധിക്കുന്നു, ദത്തവകാശ നിരോധന നിയമം. അപ്പൊ അതിൽ ഝാൻസി റാണിക്ക് ഓൾറെഡി ഒരു മകൻ ഉണ്ടാവും. അത് സം പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ട് ആ മകനെ പോയ്സൺ കൊടുത്ത് കൊന്ന് പിന്നീട് ബ്രദറിന്റെ സണ്ണായിട്ടുള്ള ആളെ അഡോപ്റ്റഡ് സണ്ണായിട്ട് സ്വീകരിച്ചിട്ട് അടുത്ത റൂളർ ആക്കാനുള്ള ഒരു പ്ലാനിലാണ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. സോ അതിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഝാൻസി കയ്യിൽ നിന്ന് പോകും. ആർക്ക്? ഝാൻസി റാണിക്ക്. ഓക്കെ, സോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 1857 റിവോൾട്ട് ആകുമ്പോഴത്തേക്കും ഝാൻസി റാണി ആർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്? അപ്പൊ ആ സ്ഥലം ഇന്ത്യയുടെ അകത്ത് നിന്നതുകൊണ്ട് മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ കാരണമുണ്ട്. ഇപ്പോ ബാജിറാവുവിന്റെ മകനല്ലേ, ബാജിറാവു 2 ഇല്ലേ, ഇപ്പൊ കണ്ടില്ലേ, ഫസ്റ്റ് സൺ ഓഫ് രഘുനാഥ് റാവു, അയാൾക്കൊരു സൺ ഉണ്ട്, അഡോപ്റ്റഡ് സൺ, നാനാ സാഹിബ് എന്നാണ് പേര്. ഓക്കെ, നാനാ സാഹിബും 1857 റിവോൾട്ടിൽ കാൺപൂർ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാം? അയാളുടെ റീസൺ എന്താണെന്നറിയോ? അയാൾക്ക് പെൻഷൻ കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. സോ അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ റീസൺസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സിഖുകാർ എന്ത് ചെയ്യുന്നു? ഇതേപോലെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പോലുള്ള അനക്സേഷൻ പോളിസീസും അവരുടെ മേലെ ഇമ്പോസ് ചെയ്യാൻ പോകുന്നു. സോ ലേറ്റർ എന്ത് ചെയ്യുന്നു?
അതിലൊരു വീണ്ടും രണ്ടാമത്തെ ഒരു വാറിലേക്കാണ് എന്ത് ചെയ്യുന്നത് സിഖ് പോകുന്നത്. ഓക്കെ, ആഫ്റ്റർ ട്രീറ്റി ഓഫ് ലാഹോർ അഗെയിൻ ദേ വെന്റ് ഫോർ എ വാർ അഗെയിൻ. അതൊരു റിവെഞ്ച്, അതായത് ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ തോറ്റതിന്റെ റിവെഞ്ച് ആയിട്ടാണ് വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നത്. അവർ വീണ്ടും ഇടിച്ച് തൂഫാനാക്കിയിട്ട് എന്ത് ചെയ്തു? അതാണ് സിഖ് എംപയർ കംപ്ലീറ്റ്ലി അവിടെ കൊടികുത്തി. മനസ്സിലായോ? ഓക്കെ, സോ ട്രീറ്റി ഓഫ് അമൃത്സർ, ട്രീറ്റി ഓഫ് ലാഹോർ റിലേറ്റഡ് ടു ആംഗ്ലോ സിഖ് വാർ, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രഞ്ജിത് സിംഗിന്റെ മരണം വരെ കുഴപ്പമില്ല. ദെൻ ലേറ്റർ ഇൻ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ ദേ സൈൻഡ് എ ട്രീറ്റി കോൾഡ് ആസ് ട്രീറ്റി ഓഫ് ലാഹോർ. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഇയർ ഇതുവരെ ചോദിച്ചിരിക്കുന്ന ഇയറും ട്രീറ്റീസും ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കുക. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ അതിലേക്ക് ഡെപ്ത് ആയിട്ട് പോകാത്തത്, പറയാനൊന്നുമില്ല. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുക, വായിച്ച് വിടുക. സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ ആകുമ്പോഴത്തേക്കും അഗൈൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് കമ്പനീസ് ഇൻവേഷനെ ഗവർണർ ഓഫ് മുൾട്ടാൻ എന്ത് ചെയ്തു? Okay, again എതിർത്തു. Later they went for a war again, and then doctrine of lapse like policies are also coming. അപ്പോൾ എന്ത് ചെയ്യുന്നു? സിഖ് ഡിസ്കണ്ടന്റിന് again they tried, okay, for a war again. എന്ത് ചെയ്തു? റിസൾട്ട് എന്താണ്? കംപ്ലീറ്റ് അനക്സേഷൻ ഓഫ് സിഖ് എംപയർ ബൈ ബ്രിട്ടീഷ് ആണ് എന്ത് ചെയ്യുന്നത് റിസൾട്ട് ആയിട്ട് വരുന്നത്. സിഖുകാരെ എന്ത് ചെയ്തു? പരിപാടി തീർന്നു. ക്ലിയർ ആയോ? ഓക്കെ, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട. ബംഗാൾ, മൈസൂർ, മറാത്താസ്, സിഖ് വരെ എന്ത് ചെയ്താൽ മതി, മേജറായിട്ട് നോക്കിയാൽ മതി. ബാക്കി എല്ലാം പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, ഭൂട്ടാനീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഭൂട്ടാനീസ് വാർ അതേപോലെ അസാമിന്റെ അടുത്താണല്ലോ കിടക്കുന്നത്. അപ്പൊ അസാം ഒക്കുപ്പൈ ചെയ്തതിന്റെ കൂടെ തന്നെ ഭൂട്ടാൻ എന്ത് ചെയ്തു? ഒക്കുപ്പൈ ചെയ്യുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? 1865 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? അവരുടെ കാര്യം തീരുമാനമായി. ഓക്കെ, മനസ്സിലായോ? ഇനി നേപ്പാൾ, ഭൂട്ടാൻ, ബർമ്മ, മ്യാൻമാർ, ഈ സ്ഥലങ്ങളും ആയി. ഇവരുടെ മേജർ ടാർഗറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത്? അഫ്ഗാൻ ഏരിയ, ഈ നോർത്ത് വെസ്റ്റ് ആണ് ഇവരുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പൊ സിഖ് പ്രദേശങ്ങളും ഏകദേശം തീരുമാനം. ഇത് രാജസ്ഥാൻ, ഇപ്പൊ ഇവിടെ പഞ്ചാബ് റീജിയൻ, ഇപ്പൊ ഇവിടെയാണ് കംപ്ലീറ്റ്ലി അവന്മാരെ പിടിച്ചേക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു സറ്റ്ലജ് റിവർ ഒഴുകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പോയതാണ് പ്രശ്നം. ട്രീറ്റി വയലേറ്റ് ചെയ്തെന്നുള്ള പേരിൽ അതിന്റെ ഒരു കാരണം ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഓരോരോ സ്ഥലങ്ങളായിട്ട് എന്ത് ചെയ്തു? പിടിച്ചു. ഈ സൈഡ് വിടുക. ബാക്കി ഇപ്പൊ നേപ്പാള്, ഇവിടെ ഭൂട്ടാൻ കിട്ടി. പിന്നെ ഈ നോർത്ത് ഈസ്റ്റിൽ കംപ്ലീറ്റ്ലി ബ്രിട്ടീഷ് പ്രസൻസ് ഉണ്ട്. ഇതിനെ ടോട്ടലായിട്ട് അസാം എന്നാണ് വിളിക്കുന്നത്. ടോട്ടൽ പേര് അസാം എന്നാണ്. പിന്നീടാണ് സെവൻ സിസ്റ്റേഴ്സ് ആവുന്നത്. ഇവിടെ മ്യാൻമാർ, ഇതൊക്കെ ബോർഡേഴ്സ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഭാഗമൊക്കെ കടലാണ്, കോസ്റ്റൽ ബെൽറ്റ് ആണ്. ഇവിടെയൊന്നും പേടിയില്ല. ഇത് ബംഗാൾ. ഓക്കെ, സോ ഇപ്പൊ ഇവിടെയൊന്നും പേടിക്കാനില്ല. ക്ലിയർ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സോ പിന്നെ എന്ത് ചെയ്യും? അടുത്തെന്താണ്? നേപ്പാൾ. നേപ്പാളിൽ എന്ത് ചെയ്യുന്നു? നേപ്പാളിൽ പോയി നേപ്പാൾ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ട്രീറ്റി ഓഫ് സഗൗലി എന്ന് പറഞ്ഞ ട്രീറ്റിയാണ് എന്ത് ചെയ്യുന്നത്? സൈൻ ചെയ്ത്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട് പ്രിലിംസിലൊക്കെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സ്റ്റഡി ഫോർ മെയിൻസ്. ജസ്റ്റ് മെൻഷൻ ചെയ്യുക, അത്ര തന്നെ. അനക്സേഷനിലൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് വിടാൻ പറ്റും. ട്രീറ്റി ഓഫ് സഗൗലി. ഓക്കെ, ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ലോർഡ് ഹേസ്റ്റിംഗ്സ് ദാറ്റ് വാസ് ഓൾസോ അനക്സ്ഡ്. ഓക്കെ, Burma, that is old Myanmar ന്റെ പേരാണത് Burma. So they had 3 encounters with the Britishers. So in the first one they signed a treaty with the Britishers, that is Treaty of Yandabo. Treaty of Yandabo is related to Anglo-Burmese War. Okay, so they signed a treaty. പിന്നെയും ഡൽഹൌസിയുടെ പീരീഡ് ആകുമ്പോഴത്തേക്കും അത് വീണ്ടും അനക്സേഷനിലേക്ക് പോയി. അനക്സേഷൻ കംപ്ലീറ്റ് ആവുന്നത് 1885 ഹോൾ ഭൂട്ടാൻ കമ്മിങ് അണ്ടർ ആര്? ടിബറ്റ്. ടിബറ്റിൽ ഉണ്ടായിരുന്ന ഒരു സമാധാന പോപ്പുലേഷൻ ആണ്. സാധാരണ പോലെയല്ല, ഒരു കിങ് അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഓക്കെ, ലാമാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലാമാസ് എന്ന് പറഞ്ഞാൽ എന്താ? ദലൈ ലാമ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ദലൈ ലാമയെ? നേരിട്ട് കണ്ടിട്ടുണ്ടോന്നല്ല, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, ദലൈ ലാമ. സോ ടിബറ്റൻ ബുദ്ധിസ്റ്റുകളാണ്, സമാധാന പ്രിയരാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ ആ കഥയും നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ദലൈ ലാമയ്ക്ക് നമ്മൾ ഇന്ത്യക്കാരെ അഭയം കൊടുത്തത് ഇല്ല, പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ലാമ സെക്ട് ഉണ്ട്, ഈ റിംബോച്ചി എന്നൊക്കെ പറയുന്നില്ലേ, ആ യോധയിൽ മറ്റേ മൊട്ടച്ചക്കനില്ലേ? ഓക്കെ, സോ അപ്പൊ അതുപോലെ ആ റിംബോച്ചിയാണ്. അപ്പൊ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവരുടെ ഇടയിൽ തന്നെ ഒരാള് എന്ത് ചെയ്യും? ഒരു മതപണ്ഡിതനായിട്ട് പ്രഖ്യാപിക്കും. ഒരു കുഞ്ഞിനെ ആരാണോ അവരുടെ വിശ്വാസം അനുസരിച്ച് കുറെ ലാമമാരുണ്ട്. ഈ ലാമ മരിക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് വിവരം അറിയിക്കും. ഇന്ന സമയത്ത് ഈ സമയത്ത് ഞാൻ ജനിക്കും. ഇറ്റ്സ് മൈ നെക്സ്റ്റ് ബർത്ത്. ഓക്കെ, ഈ ആളെയാണ്
ലീഡറായിട്ട് എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇവിൽ ഫോഴ്സസ് ആണ് ഈ വിവരം അറിഞ്ഞിട്ട് ആളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളെ കൊല്ലാൻ വരുന്നത്. ബിക്കോസ് ആ സ്ഥലം പിടിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ. സോ അപ്പൊ ഇയാൾ പറയുന്നത് കേൾക്കൂ അടുത്ത ആളുകൾ. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ദാറ്റ് മൂവി. ക്ലിയർ ആയോ? അപ്പോ ഇത് നേരത്തെ പറയുന്നതാണ് പറയുന്നത്. അപ്പൊ ലാമാസ് അതാണ്. ഓക്കെ. ഇപ്പൊ ടിബറ്റ് കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ലാമാസ് ആണ്. അപ്പൊ അത് സമാധാനം ഉള്ളൊരു പോപ്പുലേഷൻ ആണ്. ഇപ്പൊ ഇന്ത്യ എങ്ങനെ ഇടപെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ടിബറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ്. ചൈനയുടെ സ്ഥലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടിബറ്റിനെ കാണുന്നത്. ഓക്കെ. അപ്പൊ അരുണാചൽ പ്രദേശിനെ അവർ സൗത്ത് ടിബറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇവിടുന്ന് ഏഷ്യൻ ഗെയിംസ് എന്നൊക്കെ അരുണാചൽ പ്രദേശിൽ നിന്ന് പോകുന്ന ആളുകളെ നമ്മുടെ പയ്യന്മാരെന്നൊക്കെയാ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈന ഇപ്പൊ ദലൈലാമ എന്ത് ചെയ്തു, ദലൈലാമ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇന്ത്യയിലാണ് ഇപ്പൊ താമസം, അറിയാമോ? എവിടെ? ധർമ്മശാല. ഓക്കെ. അപ്പൊ ധർമ്മശാലയാണ്. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരെ അഭയം കൊടുത്തതാണ് ആൾക്ക്. അപ്പൊ എനിവേ, സോ അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രോക്സി വാർ ഉണ്ടാക്കുന്നു. ലാമ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആളുകൾ എന്തും കേൾക്കുന്നില്ല, ചൈനീസ് ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്നു. അപ്പൊ അയാളെ തട്ടാൻ ചൈനീസ് ഗവൺമെന്റ് പ്ലാൻ ചെയ്തപ്പോൾ നെഹ്റുവിനെ കത്തെഴുതി. നെഹ്റു ആദ്യം ഹെസിറ്റന്റ് ആയിരുന്നു. ലേറ്റർ നമ്മൾ ആർമിയെ പറഞ്ഞയച്ച് ലാമ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ധർമ്മശാലയിൽ ഒരു സ്ഥലവും കൊടുത്ത് എന്ത് ചെയ്തു, നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു. ബിക്കോസ് ബുദ്ധിസം ഇന്ത്യയിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്, സമാധാനം ആഗ്രഹിക്കുന്നതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തു. ഓക്കെ. ചൈനക്കാർ വിചാരിച്ചത് ഈ ഇന്ത്യക്കാർ സൈലന്റ് ആയിരുന്നിട്ട് ടിബറ്റിനെ അനക്സ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇയാൾക്ക് എന്ത് ചെയ്യുന്നത്, അഭയം കൊടുത്തതെന്നുള്ളതാണ്. സോ ഫസ്റ്റ് വാർ happened in India after independence was Indo-Chinese war ആണ് 1962. ഓക്കെ. അതിന്റെ ആഘാതമേറ്റിട്ടാണ് നെഹ്റു മരിച്ചുപോയെന്നാണ് എന്ത് ചെയ്ത് പറയുന്നത്. ബിക്കോസ് അതുവരെ ചൈനയെ നല്ലൊരു കൂട്ടുകാരനായിട്ട് ഇന്ത്യ ചീനി ബൈ ബൈ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്. അതോടുകൂടി പ്രതീക്ഷകളെല്ലാം. ഓക്കെ. എനിവേ, സോ അപ്പൊ അതാണ് ഇപ്പോ ആ ദലൈലാമ നമ്മൾ അഭയം കൊടുത്താണ്. അപ്പൊ ഇതാണ് ലാമാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ അല്ലേ? ചൈനീസിന്റെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ അത്ര എഫക്റ്റീവ് അല്ല. അതൊരു ഓട്ടോണമസ് പ്രൊവിൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും. റഷ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ അത് കൂടിക്കൊണ്ടുവരികയാണ്, അത് അവരുടെ കൺസേൺ ആണ്. ഓക്കെ. സോ ലാസ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഓക്കെ, അവരുടെ മേജർ ക്യാപിറ്റൽ പോലുള്ള സ്ഥലമാണ്. ഓക്കെ. സോ അപ്പൊ എന്ത് ചെയ്യുന്നു, യങ് ഹസ്ബൻഡ്സ് മിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. ഓക്കെ. സോ അപ്പൊ ടിബറ്റിലേക്ക് ഒരു മിഷനെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ വിട്ടു. ബ്രാഡ് പിറ്റിന്റെ ഒരു സിനിമ ഉണ്ട്, 7 years in ടിബറ്റ് എന്ന് പറഞ്ഞത്. ഉഗ്രൻ സിനിമയാണ്. അപ്പൊ അതിൽ ഇതാണ് പ്ലോട്ട്. ക്ലിയർ? അപ്പൊ എന്താണ്, അപ്പൊ ടിബറ്റിലേക്ക് ഒരു സ്പെഷ്യൽ മിഷനെ പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്തു, ആ സൈഡ് എന്ത് ചെയ്തു, ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചു. ദാറ്റ് ഈസ് ട്രീറ്റി ഓഫ് ലാസ. 1904. ഓക്കെ. അപ്പൊ എന്തായി, ടിബറ്റും ഇതിന്റെ ഭാഗമായി. ഇതിന്റെ സ്റ്റോറീസ് നമുക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. അതിന്റെ പ്ലോട്ട് അറിയണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോ പറഞ്ഞ ഫാക്ട് 1962 ചൈന വാറിനെ, ഇൻഡോ ചൈന വാറിനെങ്കിലും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലും നമുക്കിതിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. മനസ്സിലായോ? ഓക്കെ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അപ്പോൾ ഈ ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, ഈ സ്ഥലങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി ഇവർ നടത്തിയ ഒരു സ്ട്രാറ്റജിനെയാണ് എന്ത് പറയുന്നത്, ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്നത്. അഗെയിൻസ്റ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റഷ്യ ആൻഡ് നെപ്പോളിയൻ. ഓക്കെ. അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന ഇൻഫ്ലുവൻസ് തടയാനായിട്ട്. ഓക്കെ. സോ അപ്പോൾ അതാണ് ദ ഗ്രേറ്റ് ഗെയിം. ഓക്കെ. സോ അപ്പോൾ ഓരോ ആളുകളും നടത്തിയ പോളിസീസ് ആണ് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് പറയുന്നത്. ഓക്കെ. അഫ്ഗാനിലാണ് ഇവർക്ക് ആകെ പണി കിട്ടുന്നത്. ഓക്കെ. അഫ്ഗാനുകളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു, പരിപാടി ഇറക്കി. അപ്പൊ അവന്മാരാണെങ്കിൽ ഒരു ട്രൈബൽ നേച്ചറുള്ള ആളുകളാണ്. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഒരു ഇടുമൂടില്ലാത്ത ആളുകളാണ്. ഓക്കെ. അപ്പൊ അവർ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, അവർ ഫുള്ള് നിരത്തി ബ്രിട്ടീഷുകാരെ. ഓക്കെ. ബ്രിട്ടീഷുകാരെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൊളിറ്റിക്സ് നടത്താൻ ഒരു ശ്രമം നടത്തി. ഓക്കെ. സോ വാട്ട് ദേ ഡിഡ് വാസ്, അപ്പോ നേരത്തെ ഒരു ട്രൈപാർട്ടി ട്രീറ്റി, രഞ്ജിത് സിംഗ് ഒരു അമൃത്സർ ട്രീറ്റി സൈൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ ബ്രിട്ടീഷുകാരായിട്ട് വേറൊരു ട്രീറ്റിയും കൂടെ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരും സിഖുകാരനായിട്ടുള്ള രഞ്ജിത് സിംഗും അഫ്ഗാനി റൂളർ ആയിട്ടുള്ള ഷാ ഷുജ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഷാ ഷുജ. ക്ലിയർ ആയോ? ഓക്കെ. അഫ്ഗാനി റൂളർ അല്ല, അഫ്ഗാനി റൂളർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. മനസ്സിലായോ? ഓക്കെ. അഫ്ഗാൻ ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അഫ്ഗാനിൽ ഓൾറെഡി ഒരു റൂളർ ഉണ്ട്. മനസ്സിലായോ? ഓൾറെഡി റൂളർ ഉണ്ട്. സോ അപ്പൊ ആ റൂളറിന്റെ റൈവലാണ് ആര്? ഓക്കെ. ഹി ജസ്റ്റ് വാണ്ട് ടു ടേക്ക് അഫ്ഗാനിസ്ഥാൻ അണ്ടർ ഹിം. ഓക്കെ. സോ ബ്രിട്ടീഷേഴ്സ് ആർ സേയിങ് ദാറ്റ് എന്താണ്, നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം.
കാരണം ബ്രിട്ടീഷുകാർക്ക് നേരെ പോയി അവിടെ ഇരിക്കാൻ പറ്റില്ല. പീപ്പിൾ വോണ്ട് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഒരു റൈവലിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ചെന്ന് ആ ഭരണം ഏറ്റെടുത്താൽ മതിയല്ലോ. അപ്പൊ ഇവര് മൂന്നാളും കൂടെ ഒരു ട്രൈപാർട്ടി ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പഞ്ചാബിലെ രഞ്ജിത് സിംഗ് ആണ് കുറെ കാലം ഇയാൾക്ക് അഭയം കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ കുറെ സ്ഥലങ്ങൾ പിടിച്ചു. ആദ്യം ഇംഗ്ലീഷുകാർ പോയിട്ട് അഫ്ഗാനിൽ എന്ത് ചെയ്തു, കുറെ സ്ഥലങ്ങൾ പിടിച്ചിട്ട് അവിടുത്തെ റൂളർ ആയിട്ടുള്ള ദോസ്ത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളെ ഇറക്കി വിട്ടു. ദോസ് മുഹമ്മദ്, ക്ലിയർ ആയോ? ഓക്കെ, സോ ദോസ് മുഹമ്മദിനെ ഇറക്കി വിട്ടിട്ട് ആരെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു? ഷാ ഷുജയെ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, അപ്പോ ഇവര് വിചാരിച്ചത് പരിപാടി തീർന്നു എന്നാണ്. ഇവർക്ക് പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടുത്തെ ആളുകൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി റബൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ റബൽ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാക്കി. കാരണം ടോട്ടൽ ടെറിട്ടറി റബൽഡ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, അത് പിടിച്ചേക്കാൻ ആർക്ക് പറ്റിയില്ല. ഒരുപാട് ലോസസ് സംഭവിച്ചു. അവിടെ നിന്ന് തിരിച്ചു വന്നു. ഓക്കെ, ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ അപേക്ഷിച്ച് എന്താണ്, ഒരു നഷ്ടമാണ്, നഷ്ടക്കച്ചവടമാണ്. ബിക്കോസ് അവർ വിചാരിച്ച കാര്യം നടന്നുമില്ല. ഈ റൈവലിനെ കൊണ്ടുപോയി അവിടെ ഇരുത്താനും പറ്റിയില്ല. ഓക്കെ, ലേറ്റർ അവർ തുടർന്നുകൊണ്ടിരുന്ന പോളിസി എന്ന് പറയുന്ന പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി എന്നാണ്. ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക, പോപ്പുലേഷനെ ഇടപെടാതിരിക്കുക. ബിക്കോസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, they followed a policy of masterly inactivity. Okay, so that was the policy of John Lawrence even after 1850s. ക്ലിയർ ആയോ? സോ ദെൻ ലേറ്റർ എന്ത് ചെയ്തു, ലിട്ടൺ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. ലിട്ടൺ നമ്മൾ പഠിക്കും, ഇന്ത്യയോട് യാതൊരു കരുണയില്ലാത്ത ഒരാളാണ്. ഓക്കെ, അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഒരു പ്രൗഡ് റിസർവ് ആയിട്ട് ഇതിനെ കുറെ കാലം കൊണ്ടുപോയി. ആരെ? അഫ്ഗാനെ ഒരു ബഫറുമായിട്ട് കണ്ടിട്ട്. ക്ലിയർ? ഇയാൾ പിന്നീട് എന്ത് ചെയ്തു, ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു, ലിട്ടൺ തന്നെ. ലിട്ടന്റെ പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, അഫ്ഗാനായിട്ട് ഒരു വാർ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ ഇൻ ദാറ്റ് വാർ ബ്രിട്ടീഷ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ആ സ്ഥലം അക്വയർ ചെയ്തു, സ്ട്രാറ്റജൈസ് ചെയ്തിട്ട്. സോ ദാറ്റ് ഹാപ്പൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 1870s to 80. ഓക്കെ, സോ ദിസ് ഇസ് ദ പീരീഡ് ഓഫ് സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാർ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ആ ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് ഗണ്ടമക്. ഓക്കെ, സോ 1879. So signed between the ruler Yaqub Khan, the eldest son of Sher Ali, the ruler of Afghanistan. So made a treaty and annexed the entire Afghan region under the British rule. So Afghanim kuda arude kayilai. The treaty is Treaty of Gandamak. Clear അല്ലേ? ഓക്കെ, ഇത് ഈ രീതിക്ക് എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. ഇനീഷ്യലി 4 എണ്ണം മാത്രം കുറച്ച് അധികം എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. എന്ത് ഇതിൽ കുറെ ഞാൻ ട്രീറ്റീസ് ഒക്കെ ഒന്ന് ടാബുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ റെഫർ. ഇതുവരെ കണ്ടതാണ് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഞാൻ ടാബുലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡുവൽ സിസ്റ്റം ഒക്കെ നമ്മൾ എടുത്തില്ലായിരുന്നോ ബംഗാളിലെ, പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ ആദ്യം എങ്ങനെ വന്ന ആളുകളാണ്? സാറേ ഞങ്ങൾക്ക് 2 സ്ഥലത്ത് എന്ത് ചെയ്യണം, കച്ചവടം തുടങ്ങാന്ന് പറഞ്ഞ വന്ന ആളുകളാണെന്ത്, ഫറൂഖ് സിയാറിന്റെ ഫർമൻ തൊട്ട് പിന്നീട് അങ്ങോട്ട് കണ്ടത് എന്താണ്, 1900s പാരമൗണ്ട് പവർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മേലെ വേറൊരാള് ഇല്ല. സോ ദേ ബിക്കേം എ പാരമൗണ്ട് പവർ. ഇനീഷ്യലി ദേ വർ ആക്ച്വലി ബെഗിങ് ഫോർ ടാക്സ് ഫ്രീ ട്രേഡ്. ടാക്സ് ഒന്ന് കുറച്ച് തരണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഇപ്പൊ എന്തായി, ഇപ്പൊ ലീഡറാണ്, റൂളറാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇവരുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഒരു കമേഴ്ഷ്യൽ എന്റർപ്രൈസ് എന്ന് എന്ത് ചെയ്തു, ഒരു സ്ഥലത്തിന്റെ പാരമൗണ്ട് പവറായിട്ട് എന്ത് ചെയ്യാണ്, മാറുകയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് കൺസോൾട്ടേഷൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, തീർന്നു. അപ്പൊ ഇന്ത്യയിൽ ഇവരുടെ എക്സ്പാൻഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഏതൊക്കെ സ്ഥലങ്ങളാണ്? ബംഗാൾ, മൈസൂർ, മറാത്താസ്, സിഖ്, നേപ്പാൾ, ബർമ, ഭൂട്ടാൻ, ടിബറ്റ്. ക്ലിയർ ആയോ? ഇത്രയും സ്ഥലങ്ങൾ ടോട്ടൽ മാപ്പിന്റെ എല്ലാ ബോർഡേഴ്സും എന്ത് ചെയ്തു, പിടിച്ചു. അപ്പോ ഇവിടെ ആക്ച്വലി എല്ലാവിടെയും ബ്രിട്ടീഷ് ഭരണമല്ലേ വരുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥലങ്ങളും എന്താവും, ഒരുമിച്ചല്ലേ അനുഭവിക്കുക. ഇന്ത്യയിൽ ഒരു നിയമം ഇറക്കിയെന്ന് വിചാരിക്കേ. ഓക്കെ, നാളെ തൊട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു, ബീഫ് കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, കേരളമായിരിക്കും ആദ്യം സമരത്തിന് പോവുക, കാരണം നമ്മുടെ വികാരമാണ് പൊറോട്ടയും ബീഫും, അതില്ലാതെ നമുക്ക് പറ്റില്ല. പക്ഷെ ഞാൻ പറയാം, ഒരു നിയമം ഇറക്കിയെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യും, ഇത് ബാധകമാണല്ലോ. യെസ് ഓർ നോ?
ഓക്കെ, അപ്പോ കോമൺ ആയിട്ട് ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാക്കുന്ന നടപടികളെല്ലാം തന്നെ എല്ലാവരും എന്ത് ചെയ്യും? ബാധിക്കില്ലേ? ഓക്കെ, അപ്പൊ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള ആളുടെ വന്നു. ആരുടെ? ബ്രിട്ടീഷിന്റെ. സോ ബ്രിട്ടീഷേഴ്സ് ബേസിക്കലി പൊളിറ്റിക്കലി യുണൈറ്റഡ് ഇന്ത്യ. മനസ്സിലായോ? ഓക്കെ, എല്ലാത്തിന്റെയും ആശാൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആണല്ലോ. അപ്പൊ ബ്രിട്ടീഷിന്റെ കീഴിലുള്ള ഭരണമല്ലേ നടക്കുന്നത്. അപ്പൊ അവരുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൊതുവല്ലേ, എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷാണ്. സോ എല്ലാവരുടെയും കോമൺ എനിമി. മനസ്സിലായോ? സോ ദേ യുണൈറ്റഡ് ഇന്ത്യ പൊളിറ്റിക്കലി. മനസ്സിലായോ? രാജ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് ശരിക്കും ആരിലൂടെയാണ് അത് ആയി വന്നത്? ദാറ്റ് മീൻസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, കൾച്ചറലി വി വർ യുണൈറ്റഡ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു എന്താണ്, ഇപ്പൊ നമ്മള് ഫാമിലി വാല്യൂസും അല്ലെങ്കിൽ നമ്മളൊരു ബ്രദറിനെ കാണുന്ന പോലെയാണോ സായിപ്പന്മാർ കാണുന്നത്? വെസ്റ്റേണേഴ്സ് കാണുന്ന പോലെയുള്ള രീതിയാണോ? അല്ല. സൗത്ത് ഏഷ്യൻ രീതി എന്ന് പറഞ്ഞാൽ കൾച്ചർ ഷെയറിങ് എന്താണ്, ഏകദേശം നമ്മൾ കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ പാരന്റ്സിന് കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ അമ്മയെ കാണുന്ന അച്ഛനെ കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ സായിപ്പന്മാർ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കൂല, ലോൺ എടുപ്പിച്ചു കൊടുക്കും. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആവുമ്പോൾ പാർട്ട് ടൈം ചെയ്തിട്ട് എന്ത് ചെയ്യുക? അല്ലെ, അത്രയും വെൽ ഓഫ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെരി കോസ്റ്റ്ലി ആണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അവിടെ. അപ്പൊ എന്താണ്, അവൻ പാർട്ട് ടൈം ജോലി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോയിന്റ്മെന്റ് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വന്ന് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ കടമ. അതാണ്. ഓക്കെ, ഇവിടെ അങ്ങനെയാണോ? ഇപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിക്കാണ്. അപ്പൊ അതുപോലെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ഫാമിലി വാല്യൂസ് ആർ മച്ച് മോർ ഹിയർ, കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണ് ഒരു കൾച്ചർ. അപ്പൊ കൾച്ചറലി ഒരു സിമിലർ ആസ്പെക്ട് ആണ് എല്ലാ സ്ഥലത്തും ഉള്ളത് അല്ലേ? ഇപ്പൊ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാലും, ഇപ്പൊ പാകിസ്ഥാൻ തന്നെ എടുത്തു കഴിഞ്ഞാലും വാല്യൂസ് എന്താണ്, സിമിലർ ആയിരിക്കും. മനസ്സിലായോ? ഗവൺമെന്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാറുന്നുള്ളൂ. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെമിനിസൻസ് എല്ലാം എന്താണ്, സെയിം ആണ്. കാരണം അതെല്ലാം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഒരു ഭാഗം ആയിരുന്ന സ്ഥലങ്ങളാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൾച്ചറലി വി വർ യുണൈറ്റഡ് ബട്ട് പൊളിറ്റിക്കലി യുണൈറ്റഡ് ആയിരുന്നില്ല. പല സംഭവങ്ങളായി പിരിഞ്ഞു കിടക്കായിരുന്നു. അപ്പൊ അതിനെ പൊളിറ്റിക്കലി യുണൈറ്റഡ് ആക്കിയത് എന്താണ്, ബ്രിട്ടീഷിന്റെ എക്സ്പാൻഷൻ ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇത് മെയിൻസിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ ആ ക്ലാരിറ്റി എന്ത് ചെയ്യണം, വരണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് നവോത്ഥാനം എന്ത് ചെയ്യാം, പഠിക്കാം. ഇപ്പൊ എടുത്തു വന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ, ഒരു 2 minutes. Any doubts ഉണ്ടോ? Any doubts? ബോറടിക്കുന്നുണ്ടോ? ഹിസ്റ്ററി ഓക്കെ അല്ലേ? ഇത്ര ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? ഇത് പുസ്തകം വെച്ച് ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അറിയാം. ഇപ്പൊ പറഞ്ഞ കാര്യം ഇത്ര എളുപ്പമാണോ എന്ന് തോന്നും. ഓക്കെ, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എങ്കിലും ജസ്റ്റ് എടുക്കുമ്പോൾ അറിയണമെങ്കിൽ അങ്ങനെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഭാഷ അറിയുന്ന എല്ലാവർക്കും പഠിക്കാം, കുഴപ്പമില്ല. ബട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. സോ ഓക്കെ, ആഫ്റ്റർ ദിസ് സെഷൻ യു വിൽ ബി ഫീലിംഗ് വെരി ഈസി. ഈ സംഭവങ്ങളൊക്കെ ഓരോ റീസൺ ഇതാണ് കോറെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, വായിക്കും മനസ്സിലാവും. ഓ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ ആയോ? ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ജോലി. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഫാക്കൽറ്റിയെ അപേക്ഷിച്ച് ഗംഭീര സംഭവമാണ്. പക്ഷെ എനിക്ക് എൻ്റെ അവൈലബിലിറ്റിയും ഇപ്പോഴാണ്. രാവിലെ ഉണ്ടായിരുന്നു, സെഷൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? എക്കണോമിക്സ്. ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ അടിച്ച് അല്ലേ, ബിരിയാണിയൊക്കെ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉഷാറാവും. ഉച്ചയ്ക്ക് ക്ലാസ് വരുമ്പോൾ എപ്പോഴും ഫുൾ സ്റ്റൊമക്ക് ആക്കരുത്. എന്താവും? പെട്ടെന്ന് ധ്യാനത്തിലേക്ക് എന്ത് ചെയ്യും, പോവും. അതാണ് സീൻ. ഓക്കെ, തുടങ്ങാം. നിങ്ങൾ
നിങ്ങളിപ്പോൾ ആരും അങ്ങനെ ഉറങ്ങുന്ന കാണുന്നില്ല പൊതുവെ. ഓക്കെ, സോ ഒരു 100 പേര് 120 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാക്ക് ആവുമ്പോൾ നല്ല AC കൂടെ ഉണ്ടെങ്കിൽ സുഖമാണ് അല്ലേ? പിന്നെ ക്ലാസ് ഒരു ലുല്ലാബി ആയിട്ട് തോന്നും, താരാട്ടുപാട്ടായിട്ടേ. ഓക്കെ, ക്ലാസ്സിൻ്റെ ആ ഒരു ഈണത്തിനനുസരിച്ച് ചിലപ്പോൾ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട്. സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ? ഇത് കുറെ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ കൊല്ലവും വഴിപാട് പോലെ ഒരു ചോദ്യം എല്ലാ വർഷവും വാർഷിക അടിസ്ഥാനത്തിൽ ചോദിക്കാറുണ്ട് ഈ ഏരിയ. ഇറ്റ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ്. 2024 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. രാജാറാം മോഹൻ റോയിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് യു ക്യാൻ ചെക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സോഷ്യോ റിലീജിയസ് റിഫോംസ് ആണെന്നാണ് പറയുന്നത് അല്ലേ ഹെഡിങ്ങിൽ. ഇത് നമ്മുടെ മെയിൻ സിലബസിൽ ഒരു മേജർ പാർട്ടും കൂടെയാണ്. റിഫോർമേഷൻസ് ഹാപ്പൻഡ്. അപ്പോൾ ഇതിൽ കുറേ മൂവ്മെന്റുകളാണ് നമ്മൾ പഠിക്കുക. കുറേ സംഘടനകൾ വരും, കുറേ വ്യക്തികളെ പഠിക്കും, പേഴ്സണാലിറ്റീസ്, ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? പഠിക്കും. പിന്നെ അവരുടെ കുറേ വർക്കുകളും പഠിക്കും, എഴുതിയ പുസ്തകങ്ങൾ അതൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ എന്തായിരുന്നു ഇന്ത്യ എന്ന് എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മതത്തിലും കസ്റ്റംസിലും കുളിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ത്? ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇവിടേക്കാണ് പുതിയ ജനാധിപത്യം എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തിന് ശേഷം കൊണ്ടുവന്നത്. ഓക്കെ, ആക്ച്വൽ നെക്ടർ ഓഫ് ഡെമോക്രസി വി ഡിഡ്ന്റ് ടേസ്റ്റഡ് യെറ്റ് ആസ് എ പോപ്പുലേഷൻ. ഡെമോക്രസിയിൽ എന്താണ് റൈറ്റ്സ്, ഒരു വ്യക്തിക്ക് എത്രത്തോളം അവകാശങ്ങളുണ്ട്, എന്താണ് പരിപാടി, ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ബിക്കോസ് സ്റ്റിൽ ഓൾസോ ട്രഡീഷണൽ ബാക്ക്വേർഡ്നെസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ സംഭവങ്ങളിൽ ഒരു ഇന്ത്യൻ തോട്ടിന്റെ എലമെന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ആ ഷെല്ലിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. ഓക്കെ, അപ്പോ ഇത് നടക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അപ്പൊ യൂറോപ്പിലെ നവോത്ഥാനം വരുന്നത് എപ്പോഴാ? 15th സെഞ്ചുറി. അതെ, എന്താണ് 15th സെഞ്ചുറിയിലാണ് എന്ത് ചെയ്യുന്നത്? യൂറോപ്യൻ റിനേസൻസ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. യൂറോപ്യൻ റിനേസൻസ് വരുന്നത് 15th സെഞ്ചുറി. നമ്മൾ ആദ്യത്തെ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിൽ ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ഇത് മെൻഷൻ ചെയ്തില്ലേ? വേൾഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 15ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏതാ വർഷം? 1400 മുതൽ 1500 ഇടയ്ക്കാണെന്ത്? 15th സെഞ്ചുറി. ആ 100 വർഷം, അതാണ് 15th സെഞ്ചുറി. നമ്മുടെ അവിടെ വരുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ദാറ്റ് മീൻസ് 1800s-ന്റെയും 1900s-ന്റെയും ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? നവോത്ഥാനം, ഇന്ത്യൻ റിനേസൻസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഓക്കെ അല്ലേ? ഫൈൻ, യെസ്. ഓക്കെ, അപ്പോ ഇവിടെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒന്ന്, കൂടുതൽ ഒരു റിലീജിയസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലുള്ളത്. ഓക്കെ, വെസ്റ്റേൺ പ്രോഗ്രസീവ് ഐഡിയാസ് ഒന്നും ഇവിടേക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇപ്പൊ വെസ്റ്റേണേഴ്സ് കുറെ കൂടെ മുന്നോട്ടേക്ക് എന്ത് ചെയ്തു, നടന്നു 15ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്കും. അതിന്റെ റീസൺ ഉണ്ട്. കാരണം ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു കിങ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ കിങ്ങിന് മേലെ ഒരു ചർച്ച് എന്ന് പറയുന്ന അതോറിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ചർച്ച് ഗ്രാജുവലി ബിക്കെയിം കറപ്റ്റ്. എല്ലാത്തിനും പൈസ വാങ്ങിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറാൻ തുടങ്ങി. അപ്പൊ ജനങ്ങൾ തന്നെ എന്ത് ചെയ്തു? ഓക്കെ, എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ലേറ്റർ എന്ത് ചെയ്തു? ഇപ്പോഴല്ല, മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, മരണത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ യൂറോപ്പ് അവിടെ നിർത്തി. മരണത്തിന് ശേഷമൊന്നും വേണ്ട, ഈ ജീവിതം ആദ്യം നേരാവണ്ണം ജീവിക്കട്ടെ. അപ്പോൾ ഒരു ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു തോട്ട് വന്നു. സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര ചിന്താഗതി എന്ത് ചെയ്യാൻ തുടങ്ങി? വളരാൻ തുടങ്ങി. റാഷണാലിറ്റി, മനസ്സിലായോ? തോട്ട് റാഷണൽ ആവാൻ തുടങ്ങി. ഇപ്പോൾ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, അതായത് ജനതയുടെ സന്തോഷമാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഗവൺമെന്റിന്റെയും ലക്ഷ്യം എന്നുള്ളതായി എല്ലാ സ്റ്റേറ്റിന്റെയും ഒരു മോട്ടീവ്. ക്ലിയർ ആയോ? സോ ദി ലേറ്റർ സ്റ്റാർട്ടഡ് ഡിസ്കവറിങ്, അല്ലെങ്കിൽ സയൻസ് കുറച്ചുകൂടെ പുരോഗമിക്കുന്നു, ലിറ്ററേച്ചർ ബിൽഡ് ആവുന്നു. അപ്പം അങ്ങനെ ഒരു പുരോഗതിയുടെ ട്രാക്കിലേക്ക് ഓൾറെഡി പോയി. ഓക്കെ, അപ്പൊ അവിടെ ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഒരു ബാക്ക്വേർഡ്നെസ് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ശേഷം വരുന്നില്ല. അപ്പൊ 15th സെഞ്ചുറിയിൽ അടിമുടി അകമേ നിന്ന സമൂഹം മാറാൻ തുടങ്ങി. ഓക്കെ, ഇന്ത്യയിലുള്ള സ്ഥിതി എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയിൽ അത് തുടങ്ങി വെച്ചത് നമ്മുടെ അവിടുന്ന് പുറത്ത് പഠിക്കാൻ പോയ കുറെ ടീംസ് ഉണ്ട്.
ഇൻക്ലൂഡിങ് ദിസ് ഗൈ രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇപ്പോ ബിടെക് ഒരു ട്രെൻഡ് അല്ലേ, നമ്മൾ പറയാറില്ലേ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ വീഴുന്നത് ബിടെക്കിൻ്റെയോ ബംഗാളിൻ്റെ തലയിലായിരിക്കുന്നു. അപ്പൊ അതുപോലെ ബിടെക് ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ. അപ്പൊ അതുപോലെ അന്ന് ബാരിസ്റ്റർ കോഴ്സ് അല്ലെങ്കിൽ ലോ പഠിക്കുക എന്നുള്ളത് എന്താണ്, ഒരു ട്രെൻഡാണ്. നോബിൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്, വക്കീലാവുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, അല്ലെങ്കിൽ ഇപ്പോൾ മോട്ടിലാൽ നെഹ്റു, എല്ലാവരും എടുത്തു നോക്കുക, എല്ലാവരും എന്താണ്, ലോ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും. മനസ്സിലായോ? ലോ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും മിക്കവാറും ഉള്ള ആളുകളെല്ലാം. അപ്പോൾ ഇത് പഠിക്കുന്നത് എവിടെ പോയിട്ടാ? വിദേശത്ത് പോയിട്ടാണ്. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷ് കോടതികളാണ്. ഓക്കെ, ബ്രിട്ടീഷ് കോടതികളിൽ പയറ്റണമെങ്കിൽ ഇവിടെ പോയി ബാരിസ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, പുറത്ത് പോയി കംപ്ലീറ്റ് ചെയ്യണം, അവിടുന്ന് ബാർ കൗൺസിൽ എൻട്രി വാങ്ങിച്ചിട്ട് വേണം ഇവിടെ വന്നിട്ടൊക്കെ എന്ത് ചെയ്യാൻ, ബ്രിട്ടീഷ്. അപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ വർ ഗ്രാജുവേറ്റ്സ് അബ്രോഡ്. ഓക്കെ, സോ ഗ്രാജുവേറ്റഡ് അബ്രോഡ്. അപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വ്യത്യാസം എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഭരിക്കുന്നത് ബ്രിട്ടീഷ് വേറൊരു രീതിയിലാണ്. ഇവരുടെ നാട്ടിൽ UK-ൽ എന്ത് ചെയ്യുന്നില്ല, ആളുകളെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എടുത്തു നോക്കുക, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു നോക്കുക, വിദ്യാഭ്യാസ രീതി, കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, കുട്ടികൾ വളരുന്ന രീതി, അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം, അവരുടെ കൾച്ചർ കംപ്ലീറ്റ്ലി എന്താണ്, ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇവിടെ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് എന്താ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ സമൂഹം അകത്തു നിന്നും എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് മാറാനുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പുതിയ കാലത്ത് ആ രീതിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആസ് എ സൊസൈറ്റി വീണ്ടും ബാക്ക്വേർഡ് ആയിട്ട് എന്ത് ചെയ്യും, പോവും. ഓക്കെ, ഇന്ത്യയുടെ സോൾ എന്ന് പറയുന്നത് കുറെ റിലീജിയസ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ബട്ട് എന്ത് ചെയ്യില്ല, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതൊരു എന്താണ്, റിയാലിറ്റിയാണ്. അപ്പൊ അതൊരു മനസ്സിലാക്കി. അപ്പൊ അതിന് റീസൺ എന്താണ്? ഒന്നാമത്തെ റീസൺ എന്താണ്, ജാതി. ഓക്കെ, വർണ്ണ വ്യവസ്ഥ. ക്ലിയർ? ഇപ്പൊ ഋഗ്വേദിക് ഏജ് നിങ്ങൾ പഠിക്കും. ഇപ്പൊ ഋഗ്വേദിക് ഏജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 BC ആണ്. അതായത് ക്രിസ്തുവിന് മുന്നേ 1500 വർഷങ്ങൾക്ക് മുന്നേ വേദം എന്ത് ചെയ്തു, ഉണ്ടാക്കി. വേദത്തിന് ഓർഡർ ഒന്നുമില്ല, ഒരു ലീനിയേജ് ഓഫ് ഗുരൂസ് ആണ് എന്ത് ചെയ്യുന്നത്, അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതില് രണ്ടാമത്തെ 10 മണ്ഡലങ്ങളുണ്ട്, 10 ചാപ്റ്റേഴ്സ് ഉണ്ട് വേദത്തിൽ. 10450 ചില്ലാനം ശ്ലോകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. അപ്പൊ 10 മണ്ഡലങ്ങളാണുള്ളത്, 10 ചാപ്റ്റേഴ്സ്. അതിൽ രണ്ടാമത്തെ മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെ മോസ്റ്റ്ലി എന്താണ്, പഴയതാണ്, ലേറ്റസ്റ്റ് അല്ല. 2nd ചാപ്റ്റർ ടു 8th ചാപ്റ്റർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് അല്ല. അതല്ലാത്തുള്ള 1ാമത്തെയും 10ാമത്തെയൊക്കെ എന്താണ്, ലേറ്റസ്റ്റ് ആയിട്ട് ആഡഡ് ആണ്. ലേറ്റസ്റ്റ് മീൻസ് കാലക്രമേണ നോക്കുമ്പോൾ പിന്നീട് ചേർക്കപ്പെട്ടതാണ്. അപ്പൊ അതിൽ 10ാം മണ്ഡലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ശൂദ്ര എന്ന് പറഞ്ഞൊരു വാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ശൂദ്രൻ എന്ന് പറഞ്ഞൊരു വാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് ഹോൾ ആയിട്ടുള്ള എന്താ പറയാ, ആദിപുരുഷൻ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സുപ്രീം കോൺഷ്യസ്നസിന്റെ മൗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ബ്രാഹ്മണൻ വരുന്നു, ആംസിൽ നിന്ന് ക്ഷത്രിയൻ വരുന്നു, തൈസിൽ നിന്നും വൈശ്യം വരുന്നു, ഫീറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, ശൂദ്രൻ വരുന്നു എന്നുള്ള രീതിക്കാണ്. അപ്പൊ അവിടെ നിന്നാണ് വർണ്ണവ്യവസ്ഥയുടെ തുടക്കം. ഓക്കെ, സോ ദേ ക്ലാസിഫൈഡ് ദി എൻറ്റയർ സൊസൈറ്റി ഇൻ ടു 4 categories. ദാറ്റ് മീൻസ് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, അപ്പൊ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റം എന്താണ്, കിങ്, നൈറ്റ്സ്, ലോർഡ്സ്, ഡ്യൂക്സ്, ലോർഡ്സ്, ഡ്യൂക്സ്, നൈറ്റ്സ്, പിന്നെ സർഫ്, ഇങ്ങനെ ഒരു പില്ലർ ആയിരുന്നു. അതുപോലെ ഇവിടെ ഇത് കാസ്റ്റ് സിസ്റ്റം രൂപത്തിലാണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇതൊന്നും ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, യൂറോപ്പ് ഇതൊക്കെ പൊളിച്ചെന്ത് ചെയ്തു, വേറെ ലെവലിലേക്ക് പോയി. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, അത് പൊളിഞ്ഞിട്ടില്ല. ആളുകൾ എന്ത് ചെയ്യുന്നു, അത് ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടു നടക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ ജന്മനാ യോഗ്യനാവുകയാണെന്ത്, ഒരു കാസ്റ്റിൽ ജനിച്ചുകൊണ്ട് ബൈ ആക്സിഡന്റ് ഓഫ് ബർത്ത് ആണ് എന്ത് ചെയ്യുന്നത്, ഒരാളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടു നടക്കുന്നത്. എന്തിനെ, കാസ്റ്റ് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി. ഒരാളെ കൊണ്ട് എന്താവും, അയാളുടെ എബിലിറ്റി ആണെന്ത്, അയാളുടെ ഐഡന്റിറ്റി ആയി മാറേണ്ടത്. ഇൻസ്റ്റഡ് ദേ ആർ യൂസിങ് കാസ്റ്റ് ആസ് ദെയർ. മനസ്സിലായോ? അത് വല്ലാത്തൊരു മണ്ടത്തരാണ്. ക്ലിയർ ആയില്ലേ? നിന്നെ കൊണ്ട് എന്ത് നടക്കുന്നുള്ളതല്ലേ, നിന്റെ ജന്മം കൊണ്ട് അല്ലേ. ആക്ച്വലി ജന്മനം ബൈ ആക്സിഡന്റ് ഓഫ് ബർത്ത് നമ്മുടെ എഫേർട്ട് അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇന്നയാളുടെ മോനെ ഇതാണ് ആ ക്വാളിറ്റി, ദാറ്റ് ഈസ് നോട്ട് എ ക്വാളിറ്റി. അല്ലെങ്കിൽ ഇന്നൊരു ബ്രാഹ്മണനായി അല്ലെങ്കിൽ എന്തെങ്കിലും അത് ക്വാളിറ്റി അല്ലല്ലോ. ക്ലിയർ ആയോ? അപ്പൊ അത് അവിടെ ഒരു ബേസിക് മിസ്റ്റേക്ക് ഉണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു നടന്നൊരു സംഭവത്തില് ബാക്കിയുള്ള താഴെക്കടയിലുള്ള ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണവും എന്ത് ചെയ്യുന്നുണ്ട്. റിജിഡിറ്റി. മനസ്സിലായില്ലേ? റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പോ ആശാരി എന്ന് പറയുന്ന ഒരു കാസ്റ്റാണ്, സോർണോ കാസ്റ്റാണ്, അത് ശരിക്കും ഒക്കുപ്പേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒക്കുപ്പേഷൻ ചെയ്തതിൽ നിന്ന് അയാളുടെ മകൻ ഇത് തന്നെയാണെന്നുള്ള രീതിക്ക് എന്ത് ചെയ്തു വന്നു. അപ്പൊ സോഷ്യൽ മൊബിലിറ്റി ഇല്ലാതാവുകയാണ് ചെയ്യാണ്.
സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? താഴെക്കിടയുന്ന ഒരാൾ അത്രയും കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പഠിച്ച് മുന്നേറാനുള്ള ചാൻസും ഇല്ല. അത് ഇന്നയാളുടെ മകൻ ഈ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അവനും എന്ത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി. ഓക്കെ, ഇത് എന്തിനാ? ബ്രാഹ്മിൻസ് ആണ് പ്രത്യേകിച്ച് ആ ബ്രാഹ്മണിക്കൽ ഹെജമണി എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത്. വേദം പഠിക്കേണ്ട കുത്തകാവകാശം ഞങ്ങൾക്കാണ്, താഴെത്തട്ടിലേക്ക് ഇത് ഇറങ്ങില്ല. ഓക്കെ, അപ്പൊ സംസ്കൃതത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങില്ല താഴേക്ക്. അപ്പൊ ശൂദ്രനോ സ്ത്രീയോ വേദം അഭ്യസിച്ചു കഴിഞ്ഞാൽ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കുക എന്നാണ് മനുസ്മൃതിയിൽ എന്ത് ചെയ്യുന്നത്, എഴുതി വെക്കുന്നത്. There was lot of books kind of ധർമ്മശാസ്ത്രാസ് ആണ് അതിനെ പറയുന്നത്. That means ethical code of conduct or moral code of conduct at society need to be followed. ആരാ ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ തന്നെ ബ്രാഹ്മണന്മാര് എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, ആരാ ഉണ്ടാക്കിയിരിക്കുന്നത്? ഞങ്ങളുടെ നിയമം. ആരാ പാലിക്കേണ്ടത്? നിങ്ങൾ. ഓക്കെ, അപ്പൊ ആരുടെ ഫേവറിലേക്ക് ഉണ്ടാക്കുക? മനസ്സിലായോ? അപ്പൊ ആ ഹെജമണി ബെൽറ്റിൽ നിന്ന് ആ സാധനം പുറത്തു പോകാൻ പാടില്ല. അപ്പൊ ദൈവത്തിന്റെ ഏജൻസ് ആയിട്ട് എന്ത് ചെയ്തു, മനുഷ്യന്മാരെ ആക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല ആചാരങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിനെല്ലാം കുറെ ജീവിത മാർഗമാക്കാൻ തുടങ്ങി. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോ ഇതിൽ ഏറ്റവും വലിയ അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദത്തിൽ എവിടെയും ഇങ്ങനൊരു കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തെ കുറിച്ചോ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. മനസ്സിലായില്ലേ? എവറി റിലീജിയൻ സ്റ്റാർട്ട്സ് വിത്ത് എ മിസ്റ്റിക് എക്സ്പീരിയൻസ്. വാട്ട് എവർ റിലീജിയൻ യു ടേക്ക്, സംതിങ് സൂപ്പർ നാച്ചുറൽ എന്നാണ് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. വാട്ട് എവർ. ഓക്കെ, അപ്പൊ ഈ എക്സ്പീരിയൻസ് ചെയ്ത ആളും എന്തോ ഒരു സുപ്രീം എൻറ്റിറ്റിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണല്ലോ. Okay, so that is an individual affair. Religion is basically an individual affair between the person and God. അല്ലേ? അത് സോഷ്യൽ സ്കീമിലേക്ക് വരുമ്പോൾ എന്താവും, അതിൽ കുറേ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാവും. മനസ്സിലായോ? സോഷ്യോളജി ഓപ്ഷണലുകാർ പഠിക്കുന്നില്ലേ? സ്റ്റേറ്റ് നീഡ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം റിലീജിയൻ, മോഡേൺ കോൺസെപ്റ്റ് സ്റ്റേറ്റിന്റെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആകുമ്പോൾ അതിന്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ കയറുവാണ്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സംഭവം വരികയാണ്. ഓക്കെ, ഇപ്പൊ ഫാഹിയ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ ഒരു ഫുക്കോയി എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്, ട്രാവലോഗാണ്. ആ ട്രാവലോഗിലാണ് എഴുതിയിരിക്കുന്നത്. ആള് ഏകദേശം വരുന്ന ചന്ദ്രഗുപ്ത 2ന്റെ പീരീഡിലാണ് വരുന്നത്. ഇറ്റ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ചൈനീസ് ട്രാവലർ ആണ്. സോ ഹി സേസ് ദാറ്റ് there was a sect called as ചണ്ടാലാസ് ഹിയർ. അൺടച്ചബിൾസ് ആണ്. ഓക്കെ, അപ്പൊ അവര് മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ കണ്ണിൽ കാണാൻ പാടില്ല, ആരുടെ കണ്ണിലും അവർ പെടാൻ പാടില്ല. ഓക്കെ, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോബ് എന്താ വെച്ച് കഴിഞ്ഞാല് ചുടലപ്പറമ്പുകളിൽ, ദാറ്റ് മീൻസ് എന്താണ്, ഫൈനൽ റിച്വൽസ് ഇല്ലേ, ഒരാൾ ഡെഡ് ബോഡി റിച്വൽസ് ചെയ്യില്ലേ, അതാണ് അവന്മാരുടെ ജോലി. അപ്പൊ ഈ എന്താ പറയാ, ശ്മശാനത്തിലാണ് അവരെ എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നത്, അതാണ് അവരുടെ ജോലി. അപ്പൊ ആ കാസ്റ്റുകാർ അവിടെ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ അത് മെയിൻ സ്ട്രീം സൊസൈറ്റി ആയിട്ട് അവർ എന്ത് ചെയ്യില്ല, അടുപ്പിക്കുകയില്ല. അപ്പൊ ഇവന് രാവിലെയും വൈകുന്നേരവും ഇറങ്ങാനുള്ള, പുറത്തിറങ്ങാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് അത്ര രീതി ഫാഹിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ രാവിലെ എന്തുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, രാവിലെ നിഴലടിക്കുന്നത് കുറച്ചുകൂടെ എന്താവും, നീളം ഉണ്ടാവും, നിഴലിന് നീളം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ നിഴൽ വേറൊരാളുടെ മേലെ പെടാൻ പറ്റില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് അൺടച്ചബിലിറ്റി ആണ്, അത്രയും ക്രൂർ. അപ്പൊ ഇതൊക്കെ ഒരു സഹമനുഷ്യനെ ഈ രീതിയിൽ നോക്കി കാണണമെങ്കിൽ അവന്റെ മൈൻഡ് എന്തായിരിക്കും ഇത് ഉണ്ടാക്കി വെച്ചത്. സോ ഗ്രാജുവലി ഇറ്റ് വാസ് എ നോർമലൈസ്ഡ് ഡിസ്പാരിറ്റി. അവനും അത് നോർമലാണ്. കാരണം ഞാൻ ചണ്ടാലനായി പോയി, ഞാൻ അങ്ങനെ ഇറങ്ങാൻ പറ്റൂല. ദാറ്റ് ഈസ് നോർമൽ ഫോർ ഹിം. ഫോർ ദി അതർ പേഴ്സൺ ഓൾസോ ഇറ്റ് വാസ് നോർമൽ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നോർമലൈസ്ഡ് ഡിസ്പാരിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, സോ അപ്പൊ ഇയാൾക്ക് ഇറങ്ങണമെങ്കിൽ രാവിലെയും പറ്റില്ല, വൈകുന്നേരം പറ്റില്ല. ഉച്ചയ്ക്ക് ഇറങ്ങാന്നാ പറയുന്നത്. എന്താണ് ഉച്ചയ്ക്ക് നിഴല് എക്സ്റ്റെൻഡഡ് ആവില്ല, അവിടെ തന്നെ അടക്കും. ആൻഡ് ഓൾസോ ഇയാൾ ഇറങ്ങുമ്പോൾ ഇയാളുടെ കഴുത്തിൽ ഒരു ഡ്രം വേണം ഫോർ എന്ത് ചെയ്യുന്ന, അപ്പൊ അയാൾ വരുന്നുണ്ട് എന്ന് അറിയിക്കണം. അപ്പൊ അയാളുടെ അടുത്തേക്ക് ആരും എന്ത് ചെയ്യില്ല, പോവില്ല എന്നുള്ളതാണ്. ഇനി എൻ്റെ ഇവിടെ ഹിപ്പിൽ ഒരു ചൂല് കെട്ടി വെക്കണം. എന്തിനാണ്? ഇയാളുടെ ഫുട് പ്രിന്റ്സ് എന്താണ്, അത് പ്രശ്നമാണ്. ഫുട് പ്രിന്റ്സ് പാടില്ല. അപ്പൊ ഓരോ ചവിട്ടി നടന്ന സംഭവം മായ്ച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഒരു സ്ഥലത്ത്. സച്ച് കൈൻഡ് ഓഫ് എഫേർട്ട്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ? ദിസ് വാസ് ദ സിറ്റുവേഷൻ. ഓക്കെ, സോ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ്, അതായത് ഇപ്പൊ ഗുപ്തന്മാരുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4th century 5th century എടുത്തു നോക്ക്. ഓക്കെ, അപ്പൊ ഇന്ത്യ ഇത്ര മോശമായിരുന്നോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ അതിഭീകരമായിട്ടുള്ള ഇന്റലക്ച്വൽസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നുണ്ട്. ഇപ്പൊ നളന്ദ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുണ്ടായിരുന്നു. 10,000 സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ട്, 2000 ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. കാംബ്രിഡ്ജും ഓക്സ്ഫോർഡ് ഒക്കെ 12ാം നൂറ്റാണ്ടിലും 13ാം നൂറ്റാണ്ടിലാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി. ജപ്പാനും കൊറിയന്നും ചൈനയിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. മെഡിസിൻ ഭയങ്കര ഒരു പരിപാടിയായിരുന്നു അവിടെ എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് സന്യാസിമാർ മെയിനായിട്ട് ചെയ്യുന്ന മെഡിസിനൽ പ്രാക്ടീസ് ആണ്. ഓക്കെ, സച്ച് കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർ ഓൾസോ ദർ. ബട്ട് ഇവൻ ദോ അങ്ങനെ ഒരു അനോമലി എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ കാസ്റ്റ് സിസ്റ്റത്തിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു രാജ്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉള്ളത്. അപ്പൊ ഒരു പർട്ടിക്കുലർ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഗ്രന്ഥം എടുത്ത് ഉപയോഗിച്ചിട്ട് ഏജൻസ് ഓഫ് ഗോഡ് ആയിട്ട് എന്ത് ചെയ്യണം, ആക്ട് ചെയ്യുകയും
ബാക്കിയുള്ള കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മിങ്കിളാവാതെയും പോവുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഹെജ്മണി നിലനിർത്താൻ വേണ്ടി എഫേർട്ട് എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാസ്റ്റ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, എന്താണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പാസ്സാക്കുന്നത്. ലേറ്റർ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ 1930s ഹരിജൻ സ്വയം സേവക് സംഘ്, ദളിതർക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ വേണ്ടി ഹരിജൻ എന്ന് വിളിച്ചത് ഗാന്ധിയാണ്. ഹരി മീൻസ് ലോർഡ് വിഷ്ണു, ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ദളിത്. ദളിത് എന്ന് വിളിക്കരുത്, ഹരിജൻ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ അവരുടെ ഐഡന്റിറ്റി മാറ്റാൻ ഒരു എഫേർട്ട് എടുത്തത് ഗാന്ധിയാണ്. ക്ലിയർ ആയോ? സോ ദാറ്റ്സ് വൈ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 എന്ത് ചെയ്യുന്നു വരുന്നത്. സോ മഹാത്മാഗാന്ധി ഒരു സംഭവം കൂടെ പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ധർമ്മശാസ്ത്രത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദു ശാസ്ത്രങ്ങൾ അങ്ങനെ പറയില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഈ പറഞ്ഞ രീതിക്ക് അൺടച്ചബിലിറ്റിയോ ഇതിനോട് ബന്ധപ്പെട്ട പ്രാക്ടീസുകളോ പറയുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ നിഷേധിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഐ എം റിജക്ടിങ് ദ ഹോൾ സ്ക്രിപ്റ്റേഴ്സ്. ഓക്കെ, സോ ഇഫ് എനിവർ മെൻഷൻ ലൈക്ക് ദാറ്റ്, സോ ഐ എം റിജക്ടിങ് ദാറ്റ് ഐഡിയ ഓർ ടെക്സ്റ്റ് ബുക്ക് ആണ് സ്ക്രിപ്ചർ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് കാസ്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ കുറെ മനോഹരമായ ആചാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്, കടൽ കടന്ന് പോകാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും പറ്റില്ല. ഓക്കെ, ഇഫ് യു വെന്റ് അബ്രോഡ് ആൻഡ് മിക്സിംഗ് അപ്പ് വിത്ത് അതർ കൾച്ചേഴ്സ് യു വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ ഔട്ട്കാസ്റ്റ്. ദാറ്റ് മീൻസ് യു വിൽ ലൂസ് യുവർ റിലീജിയസ് ഐഡന്റിറ്റി. ദാറ്റ് മീൻസ് കടൽ കടന്ന് പോയിട്ട് വേറെ സംസ്കാരത്തിനോട് നിങ്ങൾ മിങ്കിൾ ആയി കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ പരിപാടി എന്ത് ചെയ്തു, തീർന്നു. ക്ലിയർ? അപ്പൊ ഇത് ഗാന്ധിക്ക് ഇവിടുന്ന് ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, സത്യാന്വേഷണം, മൈ എക്സ്പീരിയൻസ് വിത്ത് ദ ട്രൂത്ത്. അപ്പൊ അതിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഉപദേശം കൊടുക്കുന്നുണ്ട്, വേറെ സംഭവങ്ങളായിട്ടൊന്നും മിക്സ് ആവാൻ പാടില്ല, മാംസം കഴിക്കാൻ പാടില്ല, ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ബട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, മിക്സ്ഡ് അപ്പ് ആവാൻ പാടില്ല, അപ്പൊ കൾച്ചർ വേറെ, നമ്മുടെ സംഭവം എന്ത് ചെയ്യണം, സംസ്കാരത്തിലൂടെ ഊന്നിപ്പോണം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ലേറ്റർ ദേ ആർ ഇൻസ്റ്റില്ലിംഗ് ദാറ്റ് വാല്യൂസ് ഇൻ ദ സൊസൈറ്റി. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി, കടൽ കടന്ന് നാട്ടിൽ പോകാൻ പാടില്ല വേറെ സ്ഥലത്തേക്ക്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗം നടത്തിയിട്ട് ഇവിടെ വന്നു. ഇവിടെ നടന്നപ്പോൾ ആളുകൾ നിങ്ങളെ കൊണ്ടാരാണ് അവിടെ പോകാൻ പറഞ്ഞത്, നമ്മളെ രീതിയല്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. ഈവൻ ഫോർ എ മോങ് ലൈക്ക് സ്വാമി വിവേകാനന്ദ ഓൾസോ ഫേസ്ഡ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്. ക്ലിയർ ആയോ? സോ അപ്പൊ സാധാരണക്കാരന്റെ സ്ഥിതി പറയാതിരിക്കുന്നത്. അപ്പൊ കാസ്റ്റ്, അൺടച്ചബിലിറ്റി, പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ആചാരം എന്താണ്, അത് എവിടുന്ന് തുടങ്ങുന്ന അറിയോ? എവിടുന്ന? ഗുപ്ത എംപയർ ഉണ്ട്. ഗുപ്ത എംപയർ എന്ന് പറയുന്നത് ഏകദേശം 320 AD എന്ത് ചെയ്യുന്നത്, അവർ വരുന്നത്. ഏകദേശം ഒരു 400 സംതിങ് AD വരെ അവരുണ്ട്. 500 AD വരെ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു 200 years ഗുപ്ത പീരീഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതില് ഒരു ഗുപ്ത കിങ്ങിന്റെ ഒഫീഷ്യലിന്റെ വൈഫ് ഓക്കെ, ഹുൻസ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ സ്ഥലങ്ങൾ ഇൻവേഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഇൻവേഷനിൽ വാറിൽ അവരുടെ ഭർത്താവ് മരിച്ചു. ഭർത്താവിനോട് അതിഭീകരമായിട്ടുള്ളൊരു പ്രേമമായതുകൊണ്ട് അവരെന്നെ എന്ത് ചെയ്യാണ്, ആ സങ്കടം സഹിക്ക വയ്യാതെ എന്ത് ചെയ്യാണ്, മനസ്സിലായോ? ഓക്കെ, അഗ്നിശുദ്ധി വരുത്തുകയാണ്. അപ്പോ എന്താണ്, അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ അവിടുന്ന് തുടങ്ങിയപ്പോ എന്തായി, അത് പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾ. ഓക്കെ, ഇമിറ്റേറ്റ് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്തു, ഒരു സിസ്റ്റം ആവാൻ തുടങ്ങി. സോ ലേറ്റർ ഇറ്റ് ബിക്കെയിം വാട്ട്, അപ്പൊ ഇനിയിപ്പോ എല്ലാവരും ചാടുന്നു, ഇപ്പൊ ഞാൻ ചാടിയില്ലെങ്കിൽ എന്നെ കുറിച്ച് വല്ലതും പറയുമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചാടുന്നത്. ഇനിയിപ്പോ ചാടാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നീട് ഇത് ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് 4-5 ആളുകൾ ചേർന്ന് എന്ത് ചെയ്യും, കൊണ്ടുപോയിടും. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ തുടർന്നു പോയ ആചാരങ്ങൾ. ഓക്കെ, സോ അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം, സതി. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ചൈൽഡ് മാരേജ്. തുമ്പി പിടിച്ച് കളിക്കുന്ന പ്രായത്തിൽ എന്ത് ചെയ്യുക, കല്യാണം കഴിപ്പിച്ച് വിടുക. ഓക്കെ, അപ്പൊ അവരുടെ ഒരു മോറൽ ഇന്റലക്റ്റോ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഡെവലപ്ഡ് സൊസൈറ്റീസിനെ എല്ലാം എടുത്ത് നോക്കുക കഴിഞ്ഞാൽ അവരുടെ മാരേജ് എന്ന് പറയുന്നത് എന്താണ്, ഏർലി മാരേജുകൾ അങ്ങനെ ഉണ്ടാവാറില്ല. ഏത് പ്രോഗ്രസീവ് സൊസൈറ്റി എടുത്താലും ഉണ്ടാവാറില്ല. ഇവിടെ എന്താണ്, 10-12 വയസ്സ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതും വെരി യങ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താവും, ഒരു സഹജീവി അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ എന്താവും, പിന്നെ ബാധ്യതകളാവും. ഈ ചൈൽഡ് മാരേജ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാരേജ് കഴിക്കുന്ന ആളും ഇയാളും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാവും, ഏജ് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ 40 years ഓൾഡ് ആയിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ 12 years ആയിട്ടുള്ള കിഡിനെ എന്ത് ചെയ്യുന്നത്, മനസ്സിലായോ? സോ ആ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഈ കുട്ടി പ്യൂബർട്ടി എത്തുമ്പോഴത്തേക്ക് ഇയാൾ തട്ടിപ്പോയി ഉണ്ടാവും. ഓക്കെ, അറ്റ് ദി ഏജ് ഓഫ് 20 he will become a widow. അറ്റ് ദി വെരി യങ് ഏജ് എന്ത് ചെയ്യും, ആ കുഞ്ഞ് വിഡോ ആവാനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നുണ്ട്. വിഡോ ആയി കഴിഞ്ഞാൽ പിന്നെ അന്തർജനായി, ഹയർ കാസ്റ്റിലാവുമ്പോൾ പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല.
ഞാൻ അതിൻ്റെ അകത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. അവരുടെ ജീവിതം എന്ത് ചെയ്യും? വിഡോന്റെ സ്ഥിതി എന്ന് പറയുന്നത് അതിഭീകര സ്ഥിതിയാണ്. നോബഡി വിൽ ടേക്ക് കെയർ. ഒന്ന് ഭർത്താവിന്റെ ഫാമിലി തന്നെ നിൽക്കണം. സോ ദേ വിൽ ഓൾസോ നെവർ മൈൻഡ് അബൌട്ട് ദിസ് പീപ്പിൾ ആൻഡ് ഓൾസോ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എന്ത് ചെയ്യും വരും. അപ്പൊ ഇവർ കംപ്ലീറ്റ്ലി ലോക്കായി. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയുള്ള സ്ഥിതികളിലേക്ക് എന്ത് ചെയ്യും പോകുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അന്തർജനങ്ങൾ മെയിൻലി ഇൻ ഹയർ കാസ്റ്റ്, അതാണ് സ്ഥിതി. ഇതാണ് എന്ത് സൊസൈറ്റി. ക്ലിയർ ആയോ? ഓക്കെ. എക്സെപ്ഷണൽ ടാലന്റുകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടുണ്ട്. കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? ഹെവി ആയിട്ടുണ്ട്. ക്ലിയർ? ഇതൊക്കെയാണ് ഇവർ അവിടുന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? മനോഹരമായ ആചാരങ്ങളാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ല, പ്രത്യേക ആളുകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം. ഓക്കെ. Ram Mohan Roy starts the socio-religious reform movements in India. That's why he is called as father of Indian Renaissance. Okay. അപ്പോൾ അക്ബർ ഷാ എന്ന് പറയുന്ന ലേറ്റർ മുഗൾ റൂളർ അയാളുടെ കേസ് പോയി വാദിച്ച് ജയിച്ചതിലാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, രാജ എന്ന് പറയുന്ന ടൈറ്റിൽ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പൊ സാറിന് ഇന്ത്യക്കാരായിട്ട് ഭയങ്കര ഹേറ്റ് ഉണ്ട്, ഇന്ത്യൻ സംസ്കാരമായിട്ട് ഹേറ്റ്, അങ്ങനെ വിചാരിക്കേണ്ട. ഇതാണ് റിയാലിറ്റി. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയും. ഓക്കെ. സോ യു ഡിഡ്ന്റ് റെഡ് മച്ച്, ദാറ്റ്സ് വൈ തിങ്കിങ്. ഓക്കെ. അങ്ങനെയുള്ള ഹേറ്റ് ഒന്നും എനിക്ക് സ്പെസിഫിക്കലി അങ്ങനെ ഇല്ല. സോ ജസ്റ്റ് യു നീഡ് ടു കൾട്ടിവേറ്റ് എ ഹിസ്റ്റോറിക് ടെമ്പർ. ഫാക്ടിനെ ഫാക്റ്റായിട്ട് എന്ത് ചെയ്യുക? കാണാൻ പഠിക്കുക. അത്രയേ ഉള്ളൂ. സത്യത്തിന് സത്യമായിട്ട് കാണാൻ എന്താ അത്ര മടി? ഓക്കെ അല്ലേ? ശരിയല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ. സോ അപ്പൊ നമ്മളിപ്പോ നമ്മൾ ആസ് എ സൊസൈറ്റി പുരോഗമിക്കണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു, ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നെങ്കിലും അറിയണ്ടേ? പറഞ്ഞോ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ആർഷ ഭാരത സംസ്കാരം തിരിച്ചുകൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് തിരിച്ചുകൊണ്ടുവരുന്നത് ചോദിക്കണ്ടേ? സദ്യയൊക്കെയാണ് ഉഷാറായില്ലേ? ക്ലിയർ ആയ? ഓക്കെ. സോ അത്രയേ ഉള്ളൂ. അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഈ റിലീജിയനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സുപ്രീമസി ഉണ്ടാക്കുകയാണ്. അതാണ് ബേസിക്കലി. ഓക്കെ. അപ്പൊ അതാണ് രാജാ റാം മോഹൻ റോയ്. സോ ദ thing is that he was a versatile genius in the sense he can handle n number of languages including Latin, Persian, Greek, Sanskrit, Arabic, everything. Okay. അതായത് ഒരു പുസ്തകം എഴുതാൻ മാത്രം അത്രയും ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ലുള്ള ആളാണെന്ത് ആള്. Okay. So what he did was basically he read all the scriptures. Okay. ഒരു സ്ക്രിപ്ചറിലും എന്ത് ചെയ്തിട്ടില്ല ബഹുദൈവ ആരാധനയെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. Even Vedas are also saying one single God. Okay. So that force is called as Brahman in Veda. Okay. And all other religion are also mentioning one single God or entity. But here people are believing in so many gods and also they are worshipping. അപ്പൊ ആ പേരിൽ എന്ത് ചെയ്യുന്നു? വിഗ്രഹാരാധനയുടെ പേരിൽ ഒരു സെക്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പല റിച്വൽസും നടത്തിയിട്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി എത്തുന്നു എന്നാണ് പുള്ളി എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ. സോ ഹി ബേസിക്കലി സപ്പോർട്ടഡ് പ്രയർ. പ്രാർത്ഥനയ്ക്കെതിരല്ല, മെഡിറ്റേഷനോ ധ്യാനത്തിനോ ഒന്നും എതിരല്ല. ഹി റെഡ് ഓൾ ദ ഉപനിഷത്സ്. ഉപനിഷത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിന്റെ ക്രക്സ് ആണ്. ഓക്കെ. സോ വാട്ട് വി സീ ഇൻ വേദാസ് റിച്വൽസ് പാർട്ടുണ്ട്. ഹോമം സംഭവങ്ങൾ, കളം വരയ്ക്കുക പരിപാടികൾ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിലെ ഭാഗമാണ്. അതല്ലാതെ ഹോൾ സ്പിരിച്വൽ എക്സ്ട്രാക്ട് ആണ് ഉപനിഷത്സ് എന്ന് പറയുന്നത്. 2025 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഉപനിഷത്തിൽ പാരബിൾസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്. There is no parables in ഉപനിഷത്സ് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. That will study in ancient anyway. ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിക്കുക. ഉപനിഷത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പിരിച്വൽ എക്സ്ട്രാക്ട് ആണ്. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന വേദത്തിന്റെ തന്നെ ഒരു ഭാഗം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉപനിഷത്തുകൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. സോ റീഡിംഗ് ഓഫ് ഉപനിഷത്സ്. So everywhere he cannot find a practice called as idol worship. Clear ആയോ? ഐഡൽ വർഷിപ്പ് എവിടെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ബട്ട് സൊസൈറ്റി ഈസ് പ്രാക്ടീസിങ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ ഐഡൽ വർഷിപ്പ്. ക്ലിയർ ആയോ? അതൊരു കോൺട്രഡിക്ഷൻ ആണെന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. പുള്ളി എൻ്റെ ഐഡിയ അല്ല, ആരുടെ ഐഡിയ ആണ്? ഓക്കെ. ശരി. ആൻഡ് ഓൾസോ ദെൻ എന്താണ്? അപ്പൊ ഹി ട്രൈ ടു കുറച്ച് നന്നാക്കി കളയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വരുന്നു. അപ്പൊ പുള്ളി കുറച്ച് സംഭവങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 2 ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സിന് എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ. ഒന്ന് റിഫോം മൂവ്മെന്റ്സും ഒന്ന് റിവൈവലിസ്റ്റ് മൂവ്മെന്റുകളുമാണ്. ഓക്കെ. റീഫോം എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ഒരു സംഭവം മോശമാണെങ്കിൽ അത് എന്ത് ചെയ്യുക? മാറ്റുക, പുതിയ ഫോമിലേക്ക് മാറ്റുക, അത് പോസിറ്റീവ് ചേഞ്ച് ആക്കുക, അത്രയേ ഉള്ളൂ. ഇതൊരു റിഫോം മൂവ്മെന്റ് ആണത്. ഓക്കെ. റിവൈവലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ. പണ്ട് എങ്ങാണ്ടോ ഉണ്ടായിരുന്ന ഒരു നല്ല കാലം,
അത് നഷ്ടപ്പെട്ടു. മാവേലി നാട് വാണിടും കാലം അതെന്ത് ചെയ്യാ, റിവൈവ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ അതില് ആര്യ സമാജ് പോലുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. ബാക്ക് ടു വേദാസ്, വേദത്തിലേക്ക് തിരിച്ചു മടങ്ങുമോ, അതിലാണ് എല്ലാം കിടക്കുന്നതെന്ന് പറയുന്ന കുറച്ച് മൂവ്മെന്റുകളുണ്ട്. ഓക്കെ, കുറച്ച് ഇസ്ലാമിക് ബേസ്ഡ് മൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ വഹാബി മൂവ്മെന്റ്, ഫറൈസി മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. സോ ദേ ബിലീവ് ദാറ്റ് പ്രോഫറ്റ് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ആളുകൾ വളരെ ആ ഒരു രീതിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കുറെ മാറ്റിത്തിരുത്തലുകൾ വന്നിട്ടുണ്ട്. സോ വി നീഡ് ടു ബ്രിങ് ബാക്ക് ദാറ്റ് ഗോൾഡൻ ഏജ് ടു ദ പ്രസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റുകളൊക്കെ ഉണ്ട്. അതാണ് റിവൈവലിസ്റ്റ് എന്ന് പറയുന്നത്. സംവേർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ കുറെ പൊള്യൂട്ടഡ് ആയതിനെ വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവരാന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ക്ലിയർ ആയോ? സോ അതാണ് റിവൈവലിസ്റ്റ് മൂവ്മെന്റുകൾ. അപ്പൊ ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആണ് എന്ത് ചെയ്യുക അതിൽ പഠിക്കുക. സോ ഫസ്റ്റ് വൺ ഇസ് രാജാ റാം മോഹൻ റായ്. അപ്പൊ പേഴ്സണാലിറ്റീസ്, വ്യക്തികളെ പഠിക്കും, റിഫോമേഴ്സിനെ പഠിക്കും, കൂടെ തന്നെ അവരുടെ മൂവ്മെന്റിനെയും പഠിക്കും. ഇത് മാത്രം പറഞ്ഞിട്ട് എന്ത് ചെയ്യട്ടെ, ഓടാൻ തയ്യാറായി നിൽക്കുകയാണോ? അല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, സോ അപ്പൊ എന്താണ്, ഇതാണ് അപ്പൊ പുള്ളിയുടെ ഐഡിയ നോക്ക്, കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആണ്. പ്രോഗ്രസീവ് ഇൻ ദ സെൻസ് ഹി സപ്പോർട്ടഡ് ക്യാപിറ്റലിസം. എന്താ ക്യാപിറ്റലിസം? മുതലാളിത്തം തൊലയട്ടെ എന്നല്ല പുള്ളി പറയുന്നത്, മുതലാളിത്തം മസ്റ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം സൊസൈറ്റി ബിക്കെയിം ഇൻഡസ്ട്രിയലൈസ്ഡ്. ഓക്കെ, സോ അപ്പൊ ക്യാപിറ്റലിസം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇൻഡസ്ട്രി വരുള്ളൂ. ഇൻഡസ്ട്രി വന്നാലേ ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ, ജോലി കിട്ടുള്ളൂ. ജോലി കിട്ടിയാലേ എല്ലാവരുടെ സാലറി കിട്ടുള്ളൂ. സാലറി കിട്ടിയാലേ ക്യാഷ് കയ്യിൽ വരുള്ളൂ. ക്യാഷ് കയ്യിൽ വന്നാലേ മണി സപ്ലൈ വരുള്ളൂ, സാധനം വാങ്ങിക്കുള്ളൂ. സാധനം വാങ്ങിക്കുമ്പോഴേ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഡിമാൻഡ് ക്രിയേറ്റ് ആയാലേ സപ്ലൈ ഉണ്ടാവുള്ളൂ. പുതിയ ആളുകൾ വീണ്ടും ബിസിനസ് തുടങ്ങുള്ളൂ. അങ്ങനെയല്ലേ എക്കണോമി പഠിക്കുന്നത് അല്ലേ? സോ അപ്പോൾ ഹി സപ്പോർട്ടഡ് capitalism. Okay, and he was very well versed in Sanskrit literature, Hindu philosophy, studied Quran, Persian language അറിയാം. Persian language എന്ന് പറഞ്ഞാൽ എവിടെയാ, ഇറാൻ എന്ന് വരുന്ന അറബിക് ലിറ്ററേച്ചർ ആൻഡ് ഓൾസോ വെസ്റ്റേൺ ഫിലോസഫി തോട്ട്സിലൊക്കെ എന്താണ് അഗ്രഗണ്യനാണ്. ക്ലിയർ? സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ versatile genius. He know everything. Okay, he wrote a book because he basically supports one single god worship, that is called as monotheism. Theism means related to God, worship of God. Mono means one. Okay, so ആദ്യം എഴുതിയ പുസ്തകമാണ് എന്ത്, ഗിഫ്റ്റ് ടു മോണോതീസ്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് എഴുതുന്നത്. സോ ഹി പ്രൊമോട്ടഡ് ദി ഐഡിയ ഓഫ് മോണോതീസം. ബിക്കോസ് ഇവിടെ കാണുന്ന എന്താ, പല ദൈവങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല ആചാരങ്ങളും അതിനോട് ബന്ധപ്പെടുത്തി കിടക്കുന്നതും സൊസൈറ്റി ഡിവൈഡറായി നിൽക്കുന്നതും. ഓക്കെ, അപ്പൊ ഒന്നാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയില്ലേ? ആൻഡ് ഓൾസോ എല്ലാ സ്ക്രിപ്ചറും അതാണ് പറയുന്നത്. അപ്പൊ സ്ക്രിപ്ചറുള്ള പോലെ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഇറക്കി. അതിന്റെ കൂടെ തന്നെ 1815 കൽക്കട്ടയിലാട്ടോ കുറെ ബംഗാളികളെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ബംഗാൾ അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്നാണ് പഠിക്കുന്നത്. നമ്മളിവിടെ കാണുന്ന ബംഗാളി ഭായിമാരുടെ ചരിത്രമല്ല ബംഗാളിന് ഉള്ളത്. ഹെവി ഹൈ റിച്ച് ലിറ്ററേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, ബംഗാളി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. കുറെ ആളുകൾ, വൈബ്രന്റ് ആയിട്ടുള്ള കുറെ ആളുകൾ ബംഗാളികളാണ്. ഓക്കെ, സോ സ്വാമി വിവേകാനന്ദൻ, രാജാ റാം മോഹൻ റായ്, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, അങ്ങനെ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബംഗാളീസാണ്. ആത്മീയസഭ. ആത്മീയസഭ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടുമുറ്റത്ത് കുറച്ച് ഇന്റലക്ച്വൽസ് മാത്രം വന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, സൊസൈറ്റിനെ കുറിച്ചും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ. അതിനാണ് ആത്മീയസഭ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആദ്യം തുടങ്ങിയത്. പിന്നീടാണ് അത് ഡെവലപ്പ് ചെയ്തിട്ട് എന്താവുന്നത്, ബ്രഹ്മസഭയാക്കുന്നത്. പിന്നീട് അത് ബ്രഹ്മ സമാജ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ലേറ്റർ ഇറ്റ് ബിക്കെയിം ബ്രഹ്മ സമാജ് ഇൻ 1828. ക്ലിയർ? ഓക്കെ, ഒരു സംഘടന ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഐഡോൾസ് വർഷിപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, കാസ്റ്റിനെതിരെയാണ്, അർത്ഥമില്ലാത്ത കുറെ റിച്വൽസിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് പുള്ളിയുടെ ഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു പുള്ളി, സാധാരണ ഭാഷയ്ക്ക് എന്ത് ചെയ്യുന്നു, എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രാൻസ്ലേഷൻ ഹെവിയാണ്. കാരണം എന്താണ്, സാധാരണക്കാർക്ക് എന്താണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലും പിടിയില്ല, നല്ല അതിനെ ചോദ്യം ചെയ്യുള്ളൂ. അപ്പൊ ഹി ട്രാൻസ്ലേറ്റഡ് ദി 5 പ്രിൻസിപ്പൽ ഉപനിഷത്സ്. ദാറ്റ് മീൻസ് 108ഓളം ഉപനിഷത്തുകളുണ്ട്. അതിൽ 5 മേജർ ആയിട്ടുള്ള ഉപനിഷത്തുകൾ എടുത്ത് ബംഗാളിയിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റില്ലേ? ഓക്കെ, സോ അപ്പൊ അതിന്റെ ക്രക്സ് എന്ത് ചെയ്യാം, അറിയാം. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റോ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ബുക്സ് മാത്രം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻസ് നടത്തിയാലേ സാധാരണക്കാർക്ക് വല്ലതൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ. ഓക്കെ, സോ ഹി ട്രാൻസ്ലേറ്റഡ് ആൻഡ് ഓൾസോ കുറച്ചുകൂടെ എന്ത് ചെയ്തു, എക്സ്പാൻഷനിലേക്ക് വന്നു. ആൻഡ് ദെൻ 1820 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, പ്രിസെപ്റ്റ്സ് ടു ജീസസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, ഒരു പുസ്തകം എഴുതി. ഓക്കെ, ക്ലിയർ? സോ എവറി റിലീജിയൻ ഈസ് ഹാവിങ് 2 ആസ്പെക്ട്സ്. ചിലതിൽ എന്ത് ചെയ്യും, മോറൽ ആസ്പെക്ട് ആണ് പറഞ്ഞിട്ടുണ്ടാവുക. അതായത് എന്താണ്, എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, ഈ ചരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, രാവിലെ എണീക്കുക, കുളിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആചാരങ്ങളാണ് എന്ത് ചെയ്യുന്നത്. റിച്വൽ പാർട്ട് ഉണ്ടാവും. ലേറ്റർ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫിലോസഫിക്കൽ മെസ്സേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ബൈബിളിൽ തന്നെ പഴയ നിയമമുണ്ട്. അപ്പൊ പുതിയ നിയമത്തിൽ എന്ത് ചെയ്തു, ഇയാള് പുതിയ നിയമം എടുത്തിട്ട് അതിന്റെ രണ്ടും ഫിലോസഫിക്കൽ പാർട്ട് വേറെ, മോറൽ പാർട്ട് വേറെ എന്ന് ക്ലാസിഫൈ ചെയ്തു. ക്ലിയർ ആയോ?
മനസ്സിലായോ? ഓക്കെ ഓക്കെ. സോ ഒരു ഫാക്റ്റാണ്. സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറയും. ഇപ്പൊ മനു സ്മൃതി എന്നാണ് പറയുന്നത്. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആചാരങ്ങളാണ്, ലോസ് ആണ്, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, രാവിലെ എണീക്കുക, 4 മണിക്ക് കുളിക്കുക, അത് പറയാ കുറെ സംഭവങ്ങളാക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. കല്യാണം എങ്ങനെയായിരിക്കണം, ഡിവോഴ്സ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സൊസൈറ്റി മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതായത് ടൈമിനും സ്പേസിനും അനുസരിച്ച് മാറുന്ന, സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ച് മാറുന്ന തത്വങ്ങളാണ് എന്ത് ചെയ്യുന്നത് സ്മൃതി എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന തത്വങ്ങളാണ്. അതിനെയാണ് എന്ത് പറയാ? സ്മൃതി എന്ന് പറയാ. ഓക്കെ. ശ്രുതി മീൻസ് എന്താണ്? ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ്. കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ശ്രവിക്കുകയല്ല. ദാറ്റ് മീൻസ് സം സോർട്ട് ഓഫ് എൻലൈറ്റൻഡ് വോയിസ് is hearing. ഓക്കെ, ആ ശ്രുതിയാണ് വേദം എന്ന് പറയുന്നത്. ശ്രുതി എന്ന് പറയുന്നത് ഇപ്പോൾ ഉപനിഷത്ത് ഒരു ശ്രുതിയാണ്. ദാറ്റ് മീൻസ് അതെന്തല്ല, കാലത്തിനും ദേശത്തിനും അനുസരിച്ച് മാറുന്നല്ല. എല്ലാ കാലത്തും ഇപ്പൊ ഗ്രാവിറ്റി ഈസ് ലോ, നല്ലവനാണോ ചീത്തയാണോ എന്ന് അതിനറിയില്ല. ഓക്കെ, ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആളാണ്, അപ്പുറത്തെ മാറ്റി സേഫായി ലാൻഡ് ചെയ്യാന്ന് പറയാം, ഇല്ലല്ലോ. ദാറ്റ് മീൻസ് ഒരു യൂണിവേഴ്സൽ ലോ ആണത്. അത് കാലത്തിനനുസരിച്ച് മാറില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ടെക്സ്റ്റുകളാണ് എന്ത് പറയുന്നത്? ശ്രുതി എന്ന് പറയുന്നത്, സ്മൃതി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇംഗ്ലീഷിലെ മോറൽ ആൻഡ് ഫിലോസഫിക്കൽ എന്ന് പറയുന്നത്. മോറൽ മീൻസ് സ്മൃതി, ശ്രുതി മീൻസ് ഫിലോസഫിക്കൽ. സോ അപ്പൊ അത് ബൈബിളിലുണ്ട്. അപ്പൊ അതിനെ പുള്ളി എന്ത് ചെയ്തു? പുള്ളി അതിനെ ക്ലാസിഫൈ ചെയ്തു. ക്ലിയർ ആയ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ഹി സ്റ്റാർട്ടഡ് എ new kind of association called as Calcutta Unitarian Committee. Okay, this was a PYQ. Okay, who started Calcutta Unitarian Committee? It was Rajaram Mohan Roy with the help of Korchu Sahib, William Adam and Dwaraknath Tagore. സോ ടാഗോർ ഫാമിലി ഉള്ള ആളാണ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നു. അപ്പോൾ എന്താണ് യൂണിറ്റേറിയനിസം? മീൻസ് എന്താണ്? സിംഗിൾ ഗോഡ് വർഷിപ്പ്. ഓക്കെ, യൂണിറ്റ് വൺ. ഓക്കെ, യൂണിറ്റ് മീൻസ്, യൂണി മീൻസ് വൺ. സോ സിംഗിൾ ഗോഡ് വർഷിപ്പ് എന്നാണ് എന്ത് പറയുന്നത്. റാഷണലിസം എന്ന് പറയുന്നത് എന്താ? യുക്തി ചിന്തയാണ്, ബോധത്തിനനുസരിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? തുടങ്ങുന്നു. ടൈമായോ? ഇത്രയും പറഞ്ഞു നിർത്തിക്കോട്ടെ. ഓക്കെ, ഇതൊന്ന് ഫിനിഷ് ആക്കാന്ന് വെച്ചിട്ടാ. ഇനിയിപ്പോൾ എനിക്കത് എടുത്ത് തുടങ്ങാൻ വയ്യ. അതെന്താ? മടികൊണ്ടല്ല, അത് ഒരു രസമില്ല. ഓക്കെ ഓക്കെ അല്ലേ? സോ ഇപ്പോൾ ബ്രഹ്മ സമാജ് ഹി സ്റ്റാർട്ടഡ് ആൻ ഓർഗനൈസേഷൻ, മേജർ ഓർഗനൈസേഷൻ 1828-ലാണ്. സോ ഇപ്പോൾ ഇവർ നടത്തിയ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ? സതി എന്ന് പറഞ്ഞ ആ റിച്വലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, സോ സക്സസ് ഓഫ് ബ്രഹ്മ സമാജ് ഈസ് ദാറ്റ്. സോ ഡ്യൂ ടു ദെയർ interference, so in 1829, the very next year itself, Britishers with the help of William Bentinck, they passed an act called as Abolition of Sati Act in 1829. അതൊരു സക്സസ് ആണ്, അബോളിഷൻ ഓഫ് സതി ആക്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിൽ നിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും സതി നിർത്തലാക്കിയതായിട്ട് എന്ത് ചെയ്യുന്നു? നിയമം വന്നിരിക്കുന്നു. whoever practice സതി they will be arrested. ഓക്കെ, സോ അങ്ങനെ ഒരു നിയമം വരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ ആണ്. സോ ദാറ്റ് ഈസ് their achievement as an organization under the leadership of Rajaram Mohan Roy and also with the interference of William Bentinck. നിങ്ങൾക്ക് അറിയില്ലേ? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, 1833 ചാർട്ടർ ആക്ടിൽ ഇയാളെ ഭരിക്കുന്നില്ലേ? സോ ഓൾസോ അപ്പൊ അതാണ് ആളുടെ എന്ത് ചെയ്തു? ആളിത് കൊണ്ടുവന്നു. അപ്പൊ അതാണ്. അപ്പൊ 1828 മോഹൻ റോയ് സോ സ്റ്റാർട്ടഡ് എ റിലീജിയസ് സൊസൈറ്റി കോൾഡ് ആസ് ബ്രഹ്മസഭ. ബ്രഹ്മസഭ എന്ന് പറയുന്ന പേര് എന്ത് ചെയ്തു? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫാദർ ആണ് ദേവേന്ദ്രനാഥ് ടാഗോർ. സോ ഹി സെഡ് ദാറ്റ് സഭ അത്ര ശരിയല്ല, സമാജമാക്കാന്ന് പറഞ്ഞു, ലിറ്റിൽ മോർ വൈഡ് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ബ്രഹ്മ സമാജായി മാറി. ക്ലിയർ? 1828 സ്റ്റാർട്ടഡ് ബൈ രാജാറാം മോഹൻ റോയ്. ഓക്കെ, സോ വാട്ട് വാസ് ദെയർ ഐഡിയ? ഹിന്ദുയിസത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കുറെ അഴുക്കുകളുണ്ട്, അൺടച്ചബിലിറ്റി, കാസ്റ്റ് റിജിഡിറ്റീസ്, സച്ച് കൈൻഡ് ഓഫ് സ്റ്റഫ്. സതി അതൊക്കെ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. ആൻഡ് ഓൾസോ പ്രീച്ച് മോണോതെയിസം, ഏകദൈവ വിശ്വാസം പ്രൊമോട്ട് ചെയ്യുക. മനുഷ്യന് അന്തസ് ഉണ്ട് എന്നാണ് പറയുന്നത്, അല്ലെ? അന്തസ് വേണം, അല്ലെ? ഓക്കെ, സോ ഹ്യൂമൻ ഡിഗ്നിറ്റി, ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമനിസം. വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ്. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യപ്പെടണം. Okay, whatever may be his financial situation or whatever may be his academic qualification, that doesn't matter. Okay, need to treat human with a respect, dignity. Okay, that is their concept. ഏത് ജാതി മതം doesn't matter. ക്ലിയർ ആയോ? അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആസ് യൂഷ്വൽ അവരുടെ പോരാട്ടം സതി ഒക്കെയാണ്. ഓക്കെ, ഇവർ വിശ്വസിക്കുന്നത്
നോ സ്ക്രിപ്ചർ ഈസ് ഇൻഫാലിബിൾ എന്നാണ്. ഇൻഫാലിബിൾ മീൻസ് സീറോ എറർ എന്നാണ് ഇൻഫാലിബിളിന്റെ അർത്ഥം. ഇൻക്ലൂഡിങ് വേദാസ്, വേദമടക്കമുള്ള എല്ലാ പുസ്തകങ്ങളും എന്താണ്? ഇൻഫാലിബിൾ എന്നാണെന്ന് പറയുന്നത്. ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ ഇല്ലാത്തതാണെന്ന് വിശ്വസിക്കുന്നില്ല അവർ. ക്ലിയർ ആയോ? മനുഷ്യനാൽ ഇറക്കപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? എറർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെ എഴുതാൻ കാണാവുന്നതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത് പിന്നീട് രാജാ റാം മോഹൻ റോയ് 1830s ഒക്കെ ആകുമ്പോഴത്തേക്കും മെൻജസ് എന്ന് പറഞ്ഞ മസ്തിഷ്ക ജ്വരം പിടിച്ചിട്ടാണ് എന്ത് ചെയ്യും മരിക്കുന്നത്, പുറത്താണ് മരിക്കുന്നത്. ലേറ്റർ എന്ത് ചെയ്തു? ഈ ഓർഗനൈസേഷൻ ഒരു 3 ഡിവിഷനിലേക്ക് എന്ത് ചെയ്തു ആയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഒരു ഇൻട്രോ എങ്കിലും ഇത് വരുന്നില്ലേ? ഓക്കെ, ഞാൻ കുറച്ച് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ചിലപ്പോൾ നാളെ എന്ത് ചെയ്യും, 1-2 ക്വസ്റ്റ്യൻസ് ഇത് എടുക്കാത്ത സ്ഥലത്ത് നിന്ന് വരും. പക്ഷെ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സ്കോർ നോക്കണ്ട. ഓക്കെ, clear? Okay, I thought that I will complete it in 2 hours, but unfortunately I couldn't. Okay, see you next class. Next class നാളെ ഉണ്ടല്ലോ അല്ലേ? നാളെ കാണാം.